അതാണ് ശരിക്കുള്ള നമ്മുടെ വിഷമം. അല്ലാണ്ട് പ്രൊഡക്റ്റ് പോയതിന്റെ വിഷമമൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് കാര്യമാക്കാത്തത് കൊണ്ട് ഉടനെ നിർത്താറുണ്ട് പ്രൊജക്ട് വർക്ക് ചെയ്തില്ല. ഇത് ബ്രൂ എനിക്ക് വന്ന ഒരു 10ാമത്തെ പ്രൊജക്ട് ആയിരിക്കും ഷട്ട് ഡൗൺ ചെയ്തത്. അതിന് മുമ്പ് മൊത്തം തോൽവികളായിരുന്നു കുറെ ആൾക്ക്. അപ്പൊ നിർത്തി കുറെ പരിചയമുണ്ട്. വേറെ ആൾക്കാർ നമ്മളെ കുറിച്ച് അത്ര ആലോചിക്കുന്നില്ല. സത്യം പറഞ്ഞത് നമ്മൾ വെറുതെ ഓവറായിട്ട് ആലോചിക്കുകയാണ്. വേറെ ആൾക്കാർക്ക് വേറെ പണിയുണ്ട്, അവരുടെ ജീവിതമുണ്ട്. ശരിയാണല്ലോ. നമ്മളൊരു 1000-ലൊന്ന് അല്ലെ മില്യണിലൊന്നൊരു ഫൗണ്ടർ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നതിൽ ഇപ്പൊ എന്താ എല്ലാവരുടെയും തലയിലിരിക്കുന്നത്? വല്ലപ്പോഴും അവരൊന്ന് ചോദിച്ചേക്കാം, അത്രേ ഉള്ളൂ. ആരും നമ്മളെ കുറിച്ച് ഒരു പരിധി കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇഫ് എനിത്തിങ് ഇപ്പൊ നമ്മളിപ്പോ എ കണ്ടില്ലേ, നമ്മളെന്താ വിചാരിച്ചു? നമ്മൾ ആദ്യം വിചാരിച്ചു ഡാറ്റ എൻട്രി ജോബും ഇതൊക്കെ പോകണ്ട, അവസാനമായിരിക്കും ആർട്ടും കോഡൊക്കെ പോകാന്നാ വിചാരിച്ചത്. പക്ഷെ ആദ്യം പിടിച്ച ആർട്ടിനെയാണ്. ഹായ് ഓൾ, വെൽക്കം ടു നെക്സ്റ്റ് കേരള പി എച്ച് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് ജിജോ സണ്ണിയാണ്. ജിജോ സണ്ണി ഈസ് ഫൗണ്ടർ ഓഫ് ബൈ മീ കോഫി. പ്രീവിയസ്ലി പല പല പ്രൊഡക്ട്സിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഈ പോഡ്കാസ്റ്റ് വിൽ ബി ബിറ്റ് ലെങ്തി ആൻഡ് വിൽ ബി ലേണിംഗ് ലോട്ട് ഓഫ് തിങ്സ് ഓൺ ദ പോഡ്കാസ്റ്റ്. അപ്പോൾ വെൽക്കം ജിജോ സണ്ണി ടു ദ കേരള പി എച്ച്. താങ്ക്സ് ഫെലിക്സ്. Definitely. Jijo, personally, I consider you like a huge fan as a mentor as well. ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് 2017 ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, വിച്ച് ഇവൻച്വലി ബിക്കം കേരള പി എച്ച്. ആ സമയത്ത് വൺ ഓഫ് ദ ഫ്യൂ മെമ്പേഴ്സ് ഐ ആഡഡ് വാസ് യു. ദെൻ യു ആഡഡ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ദെൻ വി ബിൽഡ് ദ ഹോൾ കമ്മ്യൂണിറ്റി. ഒരു സീഡിംഗ് സ്റ്റേജിൽ യു ആർ ദ വൺ ഹു ഹെൽപ് മീ ഔട്ട്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഇന്നത് അറിഞ്ഞു. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതല്ലേ. അപ്പൊ അതൊരു ഇൻസ്ട്രുമെന്റൽ ആണ്, ലൈക്ക് ദ വേ ഐ തിങ്ക് ആൻഡ് ഇവൻച്വലി ഹൗ മൈ കരിയർ നാവിഗേറ്റഡ്. അതിനൊക്കെ യു ഹാവ് എ ടൺസ് ഓഫ് പ്ലേ. ഈവൻ വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ, like I'm also by me of creator item, it has tremendously influenced me as well. I'm also a creator on Buy Me Coffee, like one of the few top 10 creators top creators in the world. One point I know. So I mean, like personally, Buy Me Coffee, Jijo as a person has tremendously influenced. Thank you for saying that. Yeah, it means a lot, and I'm glad that I met you like 7 years back. Me too. Thank you. So ഇതില് ജിജോനെ പറ്റി ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് ലൈക്ക് ട്രേസസ് ഓഫ് ഹിയർ ആൻഡ് ബിറ്റ് ആൻഡ് ഹിയർ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓൺലൈനിൽ കാണുന്നത് ഷൗട്ട് മീ ലൗഡ് റൈറ്റ് ബ്ലോഗിൽ ഐ തിങ്ക് when you were 15 years old. I think now how old are you right now? 29 വയസ്സ്. Okay, I think like 15 years back. 15 years back, long time. Okay, 15 years back ഒരു കണ്ടു, വേൾഡ്സ് യങ്ങസ്റ്റ് ബ്ലോഗേഴ്സ് എന്ന രീതിയിൽ ജിജോ സണ്ണി, ലൈക്ക് ഫ്രം കേരള. സോ വേറെയുള്ള ആൾക്കാരൊക്കെ 10-30 വയസ്സുള്ള ആൾക്കാരാണ്. എവരി വൺ വാസ് വിത്ത് ഓൾഡർ ആൻഡ് നോട്ട് ഇൻ അവർ റീച്ച്. അറ്റ്ലീസ്റ്റ് ജിജോ റിലേറ്റബിൾ എക്സാമ്പിൾ ആയിരുന്നു, അറ്റ്ലീസ്റ്റ് ഫ്രം കേരള പെർസ്പെക്റ്റീവ്, മീറ്റിംഗ് അനദർ കേരളൈറ്റ്, റൈറ്റ്? സോ ആ ഒരു ഇതുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഹൗ ഐ ഗോട്ട് ടു നോ അബൌട്ട് യു ബിഫോർ ബൈ മീ കോഫി ആസ് വെൽ. ദെൻ so I'm just let's start it from there. I think you made a good amount of money back then, your school days, like you had a different career altogether and like pretty good at what you do right now, right? So let's go back to your childhood, like വീട്ടിൽ എവിടെയാണ് ജനിച്ചതും, like how was that upbringing like? And so റൈറ്റ്. ഞാൻ ജനിച്ചത് മലപ്പുറത്തായിരുന്നു. മലപ്പുറത്ത് കരുവാരകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞാൻ വളർന്നതൊക്കെ. അവിടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ കൂടെ ആയിരുന്നു ഞാൻ വളർന്നത്. അതിനുശേഷം എനിക്ക് വന്നൊരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് കോഴിക്കോട്ടേക്ക് മാറിയതും പിന്നെ അവിടെ പഠിച്ചതും ഒക്കെ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ഒരു ഇന്റർനെറ്റിലേക്ക് ഒരു ഫസ്റ്റ് ആക്സസ് എങ്ങനെയാണ് കിട്ടിയത്? വാട്ട് ഏജ് ഇറ്റ് വാസ് ലൈക്ക്? എൻ്റെ ഓർമ്മയിൽ ബ്ലോഗിങ്ങിന് ആ ഒരു അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് അങ്ങനെ 12 years old ആയിരുന്നു. അപ്പോൾ 12 വയസ്സ്. അതെ. അപ്പം പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ചെയ്തത് 15ാം വയസ്സിലായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏത് കറക്റ്റ് പ്രായത്തിലാണ് നമ്മൾ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് സൂപ്പർ ഏർലി ആയിട്ട് തന്നെ തുടങ്ങി. ആൻഡ് ആദ്യമൊക്കെ ചുമ്മാ ഡെയിലി എഴുതാന്നുള്ളൊരു ഗോളിൽ തുടങ്ങി. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു മാതൃഭൂമിയിലൊരു ചെറിയ എന്തോ ഒരു ആർട്ടിക്കിൾ വന്നു. ആർട്ടിക്കിളിൽ എങ്ങനെ ഓൺലൈനിൽ കാശുണ്ടാക്കാന്നുള്ള എന്തോ ഒരു ആർട്ടിക്കിളായിരുന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് ഡിസ്റ്റിങ്ക്ട്ലി ആ വയസ്സാണ് ഓർമ്മയുണ്ട്. അപ്പോൾ ചുമ്മാ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ചെറുപ്പത്തിലൊരു ഗെയിം പോലെയല്ല നമ്മൾ കാണുന്നത്. കുറച്ച് കാശുണ്ടാക്കി ഇറ്റ്സ് ലൈക്ക് എ ഗെയിം, റൈറ്റ്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ കുറേ ഫോറംസ് ഉണ്ടായിരുന്ന സമയത്ത്, ഡിജിറ്റൽ പോയിന്റ് ഫോറംസ്, വാരിയർ ഫോറം, അതൊക്കെ. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ആർട്ടിക്കിൾ എഴുതി കൊടുത്തിട്ടാണ് ആദ്യത്തെ $1 എനിക്ക് കിട്ടിയത്. പേപ്പാലിലേക്ക് അയച്ചു. പേപ്പാൽ $1 വിത്ഡ്രോ ചെയ്യാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് പേപ്പാലിൽ കിടന്നു. പക്ഷെ അതായിരുന്നു ആദ്യത്തെ ഇൻകത്തിൻ്റെ ഒരു ഇത്. And first $100, what did you do with that amount? Did you reinvest back or did you buy some gadgets or toys or something? റീഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടാക്കിയില്ല ആദ്യമൊക്കെ. പക്ഷെ പിന്നീട്
ആദ്യമായിട്ടൊരു കാര്യമായിട്ടൊരു ചെക്ക് വന്നപ്പോൾ എനിക്ക് വന്നൊരു 10,000 രൂപയുടെയോ അല്ല ഒരു 15,000 രൂപയുടെ ചെക്ക് വന്നപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ക്ലി ഓർമ്മയുണ്ട്. ഒരു ഗാലക്സിയുടെ ഏസ് ഫോണ് ഞങ്ങൾ 3 പേരും ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും എൻ്റെ രണ്ട് എൻ്റെ കസിനും ഒരു ചേട്ടനും കൂടെ ചെയ്തുകൊണ്ട് ഞങ്ങൾ 3 പേരും 5,000 രൂപ വീതം 3 ഗാലക്സി ഫോണൊക്കെ വാങ്ങിച്ചു. അതാണ് ആദ്യത്തെ സ്പ്ലേജ്. അത് അതൊരു ആദ്യമായിട്ടൊരു കാര്യമായിട്ടുള്ള ഒരു ചെക്ക് കിട്ടിയപ്പോഴായിരുന്നു. ഒരു ഗൂഗിൾ ആഡ്സൻസിന്റെ ഒരു ചെക്ക് കിട്ടിയപ്പോഴായിരുന്നു. അത് കഴിഞ്ഞിട്ട് you went to അന്ന് സ്കൂളിലായിരുന്നല്ലേ? സ്കൂളിലായിരുന്നു. ഇതൊരു അൺയൂഷ്വൽ ലൈക്ക് ഗെറ്റിംഗ് മണി ഫ്രം ഇന്റർനെറ്റ് ഒക്കെ അന്ന് ഭയങ്കര. So what's your reaction from your family? I'm very curious about that. ഇനീഷ്യലി ഡിസ്ബിലീഫ് ആയിരുന്നു. കാര്യം അങ്ങനെ ഓൺലൈനിൽ റവന്യൂ ഉണ്ടാക്കുന്നതൊന്നും കേൾക്കാറില്ലാത്തൊരു കാര്യമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഡിസ്ബിലീഫ് ഉണ്ടായിരുന്നു. ഞാനും കിട്ടിയപ്പോഴാണ് ബിലീവ് ചെയ്തതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കിട്ടുന്നവരെ ഞാനും ഇതൊരു ഇന്റർനെറ്റ് മാജിക് മണിയാണല്ലോ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ അവർ ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു ഇന്റൻഷനോടുകൂടി, അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് കാശ് ഇറങ്ങി വരുമോ എന്നൊക്കെ കുറച്ച് കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ സ്റ്റോറീസ് ഒക്കെ വായിക്കുന്നുണ്ടും കുറെ ഫോറംസും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അത് കണ്ട് എനിക്കൊരു ഒരു ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു. വന്നു തുടങ്ങിയപ്പം അതെന്ത് ചെറിയ എമൗണ്ട് ആണെങ്കിലും അതൊരു നമ്മളുണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അതായത് വി ഡിഡ് സംതിങ് ഇനഫ് ഫോർ someone else to pay for it എന്നുള്ളൊരു കാര്യം, അതൊരു വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ കൂടുതൽ ജസ്റ്റ് ഒരു ഗെയിമിന്റെ ഒരു ലാഘവത്തോടെ അത്രേ ഉള്ളൂ. അങ്ങനെയാണ് തുടങ്ങിയത്. അന്ന് എങ്ങനെയായിരുന്നു ലൈക്ക് ഐ ജസ്റ്റ് ക്യൂരിയസ് ലൈക്ക് വാട്ട് വാസ് ദ ബ്ലോഗിംഗ് ആണോ വാട്ട് മേഡ് യു മണി ലൈക്ക്? എല്ലാം ചെയ്തു. ഞാൻ ആ സമയത്ത് ലിറ്ററലി ഉള്ള ഓപ്ഷൻസ് ഒക്കെ എക്സോസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. കാര്യം ആ സമയത്ത് ശ്രമിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ എനിക്ക് തോന്നി തുടക്കത്തിലൊക്കെ വർക്ക് ചെയ്ത ഒരേ ഒരു കാര്യം വേറൊരാൾക്ക് ഒരു ആർട്ടിക്കിൾ എഴുതി കൊടുക്കുക എന്നുള്ള കാര്യമായിരുന്നു ഫോറംസിലൊക്കെ. അപ്പോൾ ആൾക്കാർ ഒരു ടോപ്പിക് പറയും, ഇതിനെക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞൊരു എമൗണ്ട് ഇടും, നമ്മൾ അതിന് ബിഡ് ചെയ്യും അതിലേക്ക്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ബിഡ് ഇടുന്ന ആൾക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ എന്നുള്ള ജോലി കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ $5 ഇടുന്ന ഒരു കാര്യം ഞാൻ $1 ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് തരുന്ന ഒരു രീതിയിൽ, എന്നിട്ട് ഞാൻ പറ്റാവുന്ന പോലെ എനിക്ക് എഴുതി കൊടുക്കും. അങ്ങനെയായിരുന്നു ആദ്യത്തെ എനിക്ക് ഡിജിറ്റൽ പോയിന്റ് ഫോറംസ് ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മ. പക്ഷെ അതിനുശേഷം ആഡ് റവന്യൂ ആയിരുന്നു. കുറെ ബ്ലോഗുകൾ ഉണ്ടാക്കി, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തു, പറ്റാവുന്ന പോലെയൊക്കെ ചെയ്തു. ഉള്ള ആഡ് നെറ്റ്വർക്കുകളൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് എപ്പോഴും തലയുടെ പുറകെ തന്നെ അറിയാം. നമുക്കിപ്പോൾ ഓർമ്മയുള്ള ഗൂഗിൾ ആഡ്സൻസ് ഉള്ളു, പക്ഷെ ആ സമയത്ത് കുറേ ഉണ്ടായിരുന്നു. ബിഡ്വർടൈസർ, ആഡ് ബ്രൈറ്റ്, ചിറ്റിക, അങ്ങനെ ഒരു 10 ഡസൻസ് ഓഫ് പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ എനിക്ക് ഉണ്ടാക്കാനുള്ള രീതിയിൽ. അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ ആയിട്ട് ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. Eventually, I think Epro, you also started your own ad network, right? അതിന്റെ ഒരു I think you ran it for 6 months, then you had to shut it down. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? What was that learning? I think you were still young, like in school time ആയിരുന്നു when you started, like 15-year-old, right? അതെ ഭയങ്കരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു ഇതെന്നുള്ള ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ കാരണമായിരിക്കാം. ഒരു 2010 എന്ന് വെച്ചാൽ എനിക്ക് 15 വയസ്സുള്ള സമയത്ത് 10/10/10 ഞങ്ങൾ ലോഞ്ചൊക്കെ ചെയ്തത്. ആഡ് ബ്രൈറ്റ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ചെറുതായിട്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ബ്ലോഗേഴ്സിനെ എയിം ചെയ്തിട്ടുള്ളായിരുന്നു. ബേസിക്കലി എൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാന്നുള്ളായിരുന്നു. ബ്ലോഗേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ആഡ് നെറ്റ്വർക്ക്, ഗൂഗിൾ ആഡ്സൻസ് അവരെ മര്യാദയ്ക്ക് സെർവ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി. ഏതായാലും 6 മാസം ഓടിച്ചു. അത് 6 മാസത്തിൽ നല്ലപോലെ ഗ്രോ ചെയ്തു. 6-7 മില്യൺ ആൾക്കാരൊക്കെ അത് ഇംപ്രഷൻസ് ഒക്കെ ഉണ്ടാക്കി. പക്ഷെ അതിനുശേഷം ലാഭം ഉണ്ടാവാതായി, കയ്യിലുള്ള കാശ് തീർന്നു. ഒരുവിധം $15,000 ഞാൻ വേറൊരു ബുക്ക് വെച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഞാൻ ആഡ് നെറ്റ്വർക്ക് തുടങ്ങാനുള്ള ഒരു ഇത് ഉണ്ടാക്കിയ കാര്യം. സെർവർ കോസ്റ്റും പ്രൊഡക്റ്റിന്റെ കോസ്റ്റൊക്കെ ആയിട്ട്, ഇതിന് പുറമെ ആഡ് കോസ്റ്റുകളൊക്കെ ആയിട്ട് ഏതായാലും നിർത്തേണ്ടി വന്നു. അപ്പോൾ അത്രയും ഉണ്ടാക്കിയ ആ സമയത്ത് ഒരു വലിയൊരു എമൗണ്ടുമാണ്. ആ വരുമാനമൊക്കെ പോയി. പിന്നെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിചാരിച്ച് നമ്മൾ ആ ഡ്രീം ചെയ്ത് പറ്റാത്തതുകൊണ്ടുള്ള വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ഞാൻ കമ്പ്യൂട്ടർ തൊട്ടിട്ടില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ ആ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് പിന്നെ എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ഞാൻ പോയിട്ടില്ല. അതെനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. കാര്യം അത് കോൺഷ്യസ് ആയിരുന്നു, ഞാൻ ആ ഭാഗത്തേക്ക് പോകാറില്ലായിരുന്നു. ചെറിയൊരു ട്രോമ പോലെ ആയിപ്പോയി. ചൈൽഡ് ട്രോമ, വെറൈറ്റി ചൈൽഡ് ട്രോമയാണ്. ഏതായാലും അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ഇപ്പോഴും വെബ് ആർക്കൈവ്സിൽ പോയി കാണാം. ആഡ് ഇന്ത്യ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 3-4 ഇൻക്ലൂഡിങ് ഷോർട്ട് മീൽ ഔട്ടിലൊക്കെ ബ്ലോഗ് പോസ്റ്റുകൾ, ന്യൂസ് ആർട്ടിക്കിളൊക്കെ വന്നു. ഒബ്വിയസ്ലി യങ് ആയതിന്റെ അഡ്വാൻറ്റേജ് ആ സമയത്തുണ്ടായിരുന്നു. 15 വയസ്സുള്ള ഒരാളാണ് ചെയ്യുന്നുള്ള ഒരു ഹൈപ്പ് റൺ ചെയ്യാൻ ആ സമയത്ത് പറ്റി. പക്ഷെ ബിസിനസ്സിന് ഫണ്ടമെന്റൽസ് ഉണ്ടായിരുന്നില്ല. കാര്യം ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, പക്ഷെ ആഡ് നെറ്റ്വർക്ക് വേണം, അഡ്വർടൈസേഴ്സും പബ്ലിഷേഴ്സും വേണം. ഇപ്പൊ ഞാൻ ഇവരെ മാത്രം ഹാപ്പിയാക്കാൻ നോക്കിയുള്ളൂ, അഡ്വർടൈസേഴ്സിനെ ഹാപ്പി ആയിരുന്നില്ല. അപ്പം എത്ര കാലം നമ്മൾ ഫണ്ട് ചെയ്യുന്നുള്ള പോലെ ഇരിക്കും. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നിർത്തി. നല്ലൊരു എക്സ്പീരിയൻസ് ആയി. സോ ഏർലി ഓൺ ഇൻ ദ ലൈഫ്, റൈറ്റ്? അതുകൊണ്ട് റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല.
ബേസിക്കലി എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഏർലി എക്സ്പീരിയൻസ് നല്ലതാണ്. ഇൻ എ വേ യു ലേൺ യു ടു പിക്ക് ഇറ്റ് അപ്പ് യുവർ സെൽഫ് അഗെയിൻ ആൻഡ് കം ബാക്ക് സ്ട്രോങ്, റൈറ്റ്? അപ്പോൾ തീർച്ചയായും എന്തായാലും. maybe like AdSense ഒക്കെ run ചെയ്യുമ്പോൾ definitely get banned, right? How was that? How did you react to it? Like പിന്നെ I learned you got your first office as well, right? In Calicut. one അതെ point. അതെ അതെ, ഓഫീസൊക്കെ വളരെ കഴിഞ്ഞിട്ടായിരുന്നു. ആൻഡ് കുറേ ഞാനത് അധികം ഷെയർ ചെയ്യാത്ത, പക്ഷെ ആ സമയത്തൊക്കെ ഗൂഗിൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മൾ ഈ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാശ് ഉണ്ടാക്കി ഇങ്ങനെ വരും, സൈറ്റുകളിൽ നിന്നൊക്കെ ആഡ് റവന്യൂ ഉണ്ടാക്കി വരും. അറ്റ് വൺ പോയിന്റ് അവർ എന്തെങ്കിലും ഒരു ഇഷ്യൂവിന്റെ പേരിൽ നമ്മൾ അക്കൗണ്ട് ബാൻ ചെയ്യും. Oh, ഞാൻ നോട്ടീസ് അറിയാതെ വെച്ചാൽ എൻ്റെ കൂടെ ചെയ്ത് കുറേ പേരുണ്ടാവും, അവരൊക്കെ മടുത്ത് നിർത്തിപ്പോകും. കാര്യം അത് മടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു റവന്യൂ ഉണ്ടാക്കി വന്നിട്ട് ഇമാജിൻ നാളെ മുതൽ നമ്മുടെ കമ്പനിക്ക് റവന്യൂ സീറോ ആണെങ്കിലുള്ളത്. പക്ഷേ ഐ ഹാഡ് നോ അതർ ഓപ്ഷൻ, സോ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓവർ ആൻഡ് ഓവർ അഗൈൻ കുറേ പ്രാവശ്യം, ഇൻക്ലൂഡിങ് എൻ്റെ ഫാമിലിയുടെ ഒരു തമാശ തന്നെയായിരുന്നു. ഗൂഗിൾ പിന്നെ അടിച്ചു കളഞ്ഞോന്ന് ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്. അതൊരു റിക്കറിങ് തീമായിരുന്നു. പക്ഷേ ലോങ് ഇനഫ് ടൈം അത് ചെയ്തുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്ത് കുറേ ലൈഫിനെയും പിന്നീടുള്ള പ്രൊജക്റ്റുകളെയൊക്കെ. അതുകൊണ്ട് അതിലും കുറ്റമൊന്നും പറയാനില്ല. അങ്ങനെയാണ് അതിന് വർക്ക് ചെയ്യുന്നത്, റൈറ്റ്? പിന്നെ ചെയ്തതെല്ലാം വൃത്തിയിലൊന്നുമല്ല ചെയ്തത്, എല്ലാ തരികടയല്ലേ. നമ്മൾ യങ് ആയിരുന്നല്ലോ, അപ്പം എല്ലാ കാര്യങ്ങളും കുറേ പറ്റാവുന്ന പോലെയൊക്കെ ചെയ്തു. Yep. ഒന്നും ഇല്ലീഗലായിട്ട് ഒരിക്കലും ചെയ്തിട്ടില്ല, പക്ഷേ കുറേ നമ്മൾ ഹാക്ക് ചെയ്യാൻ നോക്കുമല്ലോ, ലൈക്ക് ദ സിസ്റ്റത്തെ എല്ലാത്തിനെയും. അപ്പം അതിൻ്റെ റീപർക്കഷൻ ആയിരുന്നു. എന്നാലും അന്ന് കുറേ ഇങ്ങനെ എല്ലാം സീറോയിലേക്ക് പോകുന്ന എക്സ്പീരിയൻസ് കുറേ ഉണ്ടായി. okay. ലൈക്ക് ആൻഡ് ദാറ്റ് ഇസ് സംതിങ്. ലൈക്ക് ഒരു 90% പോയാലും കുഴപ്പമില്ല, പക്ഷെ സീറോയിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സീറോ, റൈറ്റ്? വിച്ച് ഇസ് റിയലി ഹാർഡ്. പക്ഷെ അത് ഓവർ ആൻഡ് ഓവർ എനിക്ക് ഉണ്ടായിട്ട് എനിക്ക് ഒന്നൊരു ചെറിയ തരത്തിലുള്ള ഒരു തൊലിക്കെട്ടി ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുത്തും തോന്നും. ഞാനാണെങ്കിലും എൻ്റെ ബ്രദർ ആണെങ്കിലും ഇറ്റ്സ് റിയലി ഹെൽപ്ഡ്. ആൻഡ് എന്ത് അംബീഷ്യസ് കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, സീറോയിലേക്ക് പോയാൽ എന്താന്നുള്ളൊരു തോട്ട് തലയിൽ എന്തായാലും അതുണ്ട്. ഇപ്പൊ ഒരു ബ്രദറിനെ പറ്റി മെൻഷൻ ചെയ്തു. യു ഹാവ് ലൈക്ക് സിബ്ലിങ്സ് ആയിട്ട് അതെ അതെ, 3 ആൾക്കാർ, ഐ തിങ്ക്, റൈറ്റ്? ഞങ്ങൾ 3 പേരാണ്. അതെ. സോ പിന്നെ ഇവൻച്വലി ബൈ മീ കോഫി സമയത്ത് ലൈക്ക് ജോസഫ് ആൻഡ് ജോ ആൻഡ് അലീഷ, ഇതാണ് 2-3 co-founders as well, right? അപ്പൊ ആ ഒരു ഐ ജസ്റ്റ് വാണ്ട് ടു ക്യൂരിയസ്, ലൈക്ക് ഇതൊരു വെറൈറ്റി കോമ്പിനേഷൻ ആണ്. ഇത് ഈ പറഞ്ഞ കോളിസൺ ബ്രദേഴ്സ്, സ്ട്രൈപ്പിന്റെ, അല്ലെങ്കിൽ ടേറ്റ് ബ്രദേഴ്സ്, ആൻഡ്രൂ ടേറ്റ് ആൻഡ് ലൈക്ക് ക്രിസ്റ്റ്യൻ ടേറ്റ്. ദെൻ നൗ ഇസ് ലൈക്ക് ജോസഫ് സണ്ണി ആൻഡ് ജിജോ സണ്ണി. ലൈക്ക് ആ ഒരു അല്ലെങ്കിലും എന്താ നമ്മൾ ആ റേഞ്ച് ഒന്നല്ലെങ്കിലും, പക്ഷെ അതിൽ കുറെ ഉപകാരമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ചിലരത് എൻകറേജ് ചെയ്യാത്തതായിട്ട് ഞാൻ കാണാറുണ്ട്, ഇപ്പോൾ VCസും ഇതൊക്കെ. പക്ഷെ കുറെ ഉപകാരമുണ്ടെന്ന് വെച്ചാൽ മിക്ക കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഡൈ ചെയ്യുന്നത് സൂയിസൈഡാന്ന് പറയാറുണ്ട്, ആത്മഹത്യ. അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന കലഹങ്ങൾ വെച്ചിട്ടാണ് കമ്പനികൾ പൂട്ടി പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും ഉണ്ടാകാൻ പറ്റില്ല, കാര്യം വീട്ടിനുള്ളിലുള്ള ആളാണ്. അപ്പം നമുക്കറിയാം, വർഷങ്ങളായിട്ട് കാണുന്ന. പിന്നെ ഒരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് വേർഡ് പറയുന്ന ഒരാളാണ്. ഒരു പ്രൊജക്റ്റിന് ഒരു ഓണറേ പാടുള്ളൂ. ഒരു എന്ത് കാര്യത്തിനും അവസാന വാക്ക് പറയേണ്ട ഒരാൾ തന്നെയാണ്, എന്ത് കാര്യത്തിലായാലും. അതിപ്പോൾ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിലെ ഷെഫ് ആണെങ്കിലോ, കമ്പനിയിലെ CEO ആണെങ്കിലോ, ഒരു ബുക്കിൻ്റെ ഓതർ ആണെങ്കിലോ, ഒരാളുടെ വിഷനും ഒരു സെൻട്രൽ വിഷന് ചുറ്റും ഒരു പ്രൊജക്റ്റ് അടക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരാൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. അത് ഞാനായിരുന്നു. എൻ്റെ അനിയനും കൂടെ ഞങ്ങളത് തുടങ്ങി. അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. പിന്നെ ഞാൻ ലുക്കപ്പ് ചെയ്യുന്ന കുറേ പേരും അങ്ങനെ ഉള്ളവരാണ്. അപ്പോൾ വൈ കോമ്പിനേറ്ററിൻ്റെ ഫൗണ്ടേഴ്സ് പോൾ ഗ്രാമും ഭാര്യയാണ് ജെസിക്ക ലിവിങ്സ്റ്റൺ. അവരുടെ അവരുടെ കിച്ചണിൽ ഉണ്ടാക്കിയിട്ടാണ് 2-3 ബാച്ചുകൾ വൈ കോമ്പിനേറ്ററിൻ്റെ ചെയ്തത്. പാട്രിക്കിനെയും ജോൺ കോളിസിനും അതേപോലെ തന്നെ ബ്രദേഴ്സ് നല്ലൊരു ഡൈനാമിക്കാണ് അവർ. നമ്മൾ കുറേ ഉണ്ട് എക്സാമ്പിൾസ്. ഈവൻ ബ്രൈറ്റിൻ്റെ ഫൗണ്ടേഴ്സ്, ഐ ക്യാൻ ഗോ ഓൺ. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് വർക്കിംഗ് വിത്ത് പീപ്പിൾ യു ഓൾറെഡി നോ. കാരണം അത് കുറേ മാറ്റർ ചെയ്യും. കാരണം സ്കിൽ ഗ്യാപ്പ് ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. ആൾക്കാർക്ക് എന്തും പഠിക്കാം. ലൈക്ക് ദർസ് നോ ലൈക്ക് ഹൈ എക്സ്പെർട്ടീസ് കൊണ്ട് സ്പെഷ്യാലിറ്റി എന്നുള്ളത് തന്നെ ഒരു ഫാഴ്സാണ്. യു ക്യാൻ ലേൺ എനിത്തിങ് ഇഫ് യു വോണ്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ എന്ത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്തവരൊന്നും അതിൽ എക്സ്പേർട്സ് അല്ല. ഇപ്പോൾ റോക്കറ്റ് ഉണ്ടാക്കിയ ആൾ റോക്കറ്റ് എഞ്ചിനീയർ ആയിരുന്നില്ലല്ലോ ഇലോൺ മസ്ക്, അല്ലെ? ഇപ്പോൾ ChatGPT, ഇപ്പോൾ സാം ആൾട്ട്മാൻ വാസന്റ് സോർട്ട് ഓഫ് ലാർജ് ലാംഗ്വേജ് മോഡൽ എക്സ്പെർട്ട് ഒന്നും ആയിരുന്നില്ല. ഇഫ് എനിത്തിങ് ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്, റൈറ്റ്? സോ ഞാൻ പറയുന്നത് എക്സ്പെർട്ടീസിന് മുകളിൽ നിങ്ങൾ കംഫർട്ടബിൾ ആവുന്ന, വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, വിശ്വസിക്കുന്ന, സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്കാർ. അത് അവസാനം പറഞ്ഞ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. നമ്മൾ ആക്ച്വലി സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്ക്. ഇല്ലെങ്കിൽ കുറേ കാലം ചെയ്യാൻ പറ്റില്ല. ഒരു 10-15 വർഷം ചെയ്യേണ്ട, അല്ലെ പറ്റെങ്കിൽ റെസ്റ്റ് ഓഫ് ദ ലൈഫ്. ഞാനതൊക്കെ ആലോചിക്കുന്നത്. ഞാൻ കുഴിയിലേക്ക് കാൽ വെക്കുന്നതിന് വരെ ബൈ മീ കോഫി തന്നെ ഓടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുകയാണെങ്കിൽ. ഐ ഡോണ്ട് വോണ്ട് റിട്ടയർ, ഐ ഡോണ്ട് വോണ്ട് എക്സിറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആൾക്കാരുടെ ഒപ്പം ആണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ആ യാത്ര എന്ന് തോന്നുന്നു. Interesting. I think we went too bit far. So, but yeah, I was still thinking, okay, when you're dying, you want to run by me coffee. Like still like unimaginable for me at the moment. Like it's But it's
then again it's unimaginable, but it's also very easy to imagine, right? നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ എല്ലാ കാലം ചെയ്യണ്ടേ, ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നിർത്തണ്ടേ. അപ്പോൾ ഞാൻ ലുക്കപ്പ് ചെയ്യുന്ന കുറേ പേര് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ള, ഞാൻ വാരൻ ബഫറ്റിന്റെ പേര് പറയുന്നില്ല, കാര്യം അത് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഏറ്റവും വലിയ സ്റ്റോക്ക് ട്രേഡ് ആയിട്ട് ആലോചിക്കും. പക്ഷെ അദ്ദേഹം ആലോചിച്ച് നോക്കിയ 100-ാം വയസ്സിൽ 2 പാർട്ണർ, ചാർലി മങ്കർ ഈ അടുത്ത് നിര്യാതനായി. പക്ഷെ അദ്ദേഹമൊക്കെ നല്ലൊരു സിംഗറായിരുന്നു രണ്ടുപേരും, അല്ലെ? ചാർലി മങ്കറും വാരൻ ബഫറ്റും രണ്ടുപേരും അവസാനം വരെ ബർക്ക്ഷയർ ഹാത്വേ റൺ ചെയ്യായിരുന്നു. ഇഫ് എനിത്തിങ് അവരുടെ പീക്ക് എത്തിയത് 70s കഴിഞ്ഞിട്ടാണ്. ഞാൻ പീക്കിനെ കുറിച്ച് ഒബ്സസ്ഡ് ആയിട്ടല്ല, പക്ഷെ അവർ എൻജോയ് ചെയ്തു. ആൻഡ് ഐ വുഡ് ആർഗ്യൂ ദാറ്റ് അതുകൊണ്ടാണ് അവർ അത്രയും കാലം ഹാപ്പി ആയിട്ട് ജീവിച്ചതെന്ന്. ബിക്കോസ് ദേ ഫൗണ്ട് എ ലോട്ട് ഓഫ് ജോയ് ഇൻ ദെയർ വർക്ക്. ഞാൻ കേട്ടെടുത്തോളം റിട്ടയർ ചെയ്യുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് ജീവിതം എടുക്കാറുണ്ട്, അവരുടെ ലൈഫ് സ്പാൻ കുറവാന്ന് കേൾക്കാറുണ്ട്. So I'll also reconsider that. റിട്ടയർമെന്റ് So I mean, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ യു ഹാഡ് ടു ഷട്ട് ഡൗൺ യുവർ ആഡ് നെറ്റ്വർക്ക്. അത് കഴിഞ്ഞിട്ട് യു വർക്ക് ഓൺ സം അതർ പ്രൊഡക്ട്സ്. ഏതൊക്കെ പ്രൊഡക്ട്സ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നു? ഇവൻച്വലി യു ബൈ മീ കോഫി. കുറെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു ഫെലിക്സ്. ഐ മീൻ എനിക്ക് മൊത്തത്തിൽ ഓർമ്മയും കൂടെ ഇല്ല. കുറെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഒരു ന്യൂസ് ആപ്പ് ഉണ്ടാക്കി, ടെൻലി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കേൾക്കുന്നതിന്റെ ഫ്രണ്ട്സിന് മിക്കവാറും അറിയായിരിക്കും. അതേപോലെ വാട്രൻസ് എന്നുള്ളൊരു ക്രോം എക്സ്റ്റൻഷൻ എൻ്റെ ഒരു കൊളീഗിൻ്റെ ഒപ്പം ഉണ്ടാക്കി. ആൻഡ് പ്രോ URLs എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ആഡൻറ്റിക്കോയ്ക്ക് ശേഷം 2-3 പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി. അതേപോലെ ഒരു പബ്ലിഷർ എന്നുള്ളൊരു പ്രൊഡക്റ്റ്. ഐ കുഡ് ഗോ ഓൺ വിത്ത് ദ നെയിംസ്. പക്ഷേ കുറേ പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഇൻഫാക്ട് പബ്ലിഷർ എന്നാണ് ബൈ മീ കോഫി എന്നുള്ള ഒരു ഐഡിയ വന്നതും. അതിൻ്റെ ഒരു ചെറിയൊരു മൊഡ്യൂളായിരുന്നു ബൈ മീ കോഫി എന്നുള്ള ഐഡിയ. ഈ ബൈ മീ കോഫി ഫോർ ദ ഓഡിയൻസ് ഫെമിലിയർ ഇത് ചായ കാപ്പി അടിച്ചു. ദാറ്റ്സ് വാട്ട് പീപ്പിൾ തിങ്ക്, റൈറ്റ്? സോ വാട്ട് ഈസ് ബൈ മീ കോഫി ലൈക്ക്? ബൈ മീ കോഫി ഒരു ക്രിയേറ്റീവായിട്ട് ആർട്ടിസ്റ്റുകൾക്കും ക്രിയേറ്റേഴ്സിനും യൂട്യൂബേഴ്സിനും ഒക്കെ വരുമാനം ഉണ്ടാക്കാനുള്ളൊരു ഒരു ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ക്രിയേറ്റീവ് ആസിന് അതിൻ്റെ പേരിൽ തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതായത് ബൈ മീ കോഫി എന്നാണ് പ്രൊഡക്റ്റിൻ്റെ തന്നെ പേര്. അതായത് എനിക്കൊരു കോഫി വാങ്ങിച്ചു തരുമെന്നുള്ള, വിച്ച് ഇസ് എ കോമൺ സേയിങ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ് ടു സപ്പോർട്ട് സംവൺ. അപ്പോൾ അല്ലെ നമ്മൾ പറയാറുണ്ട് ഐൽ ബൈ യു എ കോഫി, ഐൽ ബൈ യു എ ബിയർ എന്ന് പറയുന്നത്. അത് ഞാൻ പണ്ട് മുതൽ ഈ ബ്ലോഗിങ്ങിൻ്റെ കാലത്ത് തന്നെ കാണാറുണ്ട്. ആൾക്കാരുടെ പേജിൽ പേപ്പാൽ ബട്ടൺ വെച്ചിട്ട് ബൈ മീ കോഫി എന്ന് പറയുന്നത് കാണാറുണ്ട്. അപ്പോൾ ഒരു യൂസേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ അവൈലബിൾ ആയി കണ്ടപ്പം ഫോർ എ പ്രൈസ് ഞാനത് വാങ്ങിച്ചു. എന്നിട്ട് അത് പ്രൊഡക്റ്റ് ചെയ്യാന്നുള്ളത് വിചാരിച്ചു. ബൈ മീ കോഫി ആൻഡ് റൈറ്റ് നൗ ഇറ്റ് പവേഴ്സ് മോർ ദാൻ 1 million creators, right? So it's a huge achievement. And the team is still in, like, എങ്ങനെയാണ് ടീം സ്ട്രക്ചർ ഈസ് ലൈക്ക്? ടീം സ്ട്രക്ചർ ലൊക്കേഷൻ ആണോ? ഒരു ഓൾമോസ്റ്റ് എൻറ്റയർലി ടീം കേരളത്തിൽ തന്നെയാണ്. ഞങ്ങൾ കമ്മ്യൂണിറ്റി സപ്പോർട്ട് അങ്ങനത്തെ റോളുകളിലാണ് US-ലും ഫിലിപ്പീൻസിലും ഒക്കെ ടീമുള്ളത്. ഞങ്ങൾ 3 ഫൗണ്ടേഴ്സ് ഇപ്പോൾ UK-ലാണ് ജീവിക്കുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗ് ടീം, ഡിസൈൻ ടീം എല്ലാവരും കേരളത്തിലാണ്. അവർ ഫുള്ളി റിമോട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഓഫീസ് ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ വന്നിരുന്ന് വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. ഫുള്ളി ഫ്ലെക്സിബിൾ ആണ്. വി ഡോണ്ട് ആസ്ക് ദം ടു കം സർട്ടൻ ഡേയ്സ് ഇൻ എ വീക്ക് ഓർ സംതിങ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വേണമെങ്കിൽ വരാം. വീട്ടിൽ പ്രത്യേകിച്ച് ഡിസ്ട്രാക്ഷനുള്ള സമയത്തോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വർക്ക് ചെയ്തില്ലെങ്കിലോ ഇഷ്യൂ ഉള്ളപ്പോഴോ എല്ലാവർക്കും കൊളാബറേറ്റ് ചെയ്യണമെങ്കിലോ വരാൻ വേണ്ടി 2 ഓഫീസുണ്ട്. കൊച്ചിയിലുണ്ട്, കൊച്ചിയിൽ 2 ഓഫീസുണ്ട്, കോഴിക്കോട് ഒരു ഓഫീസുണ്ട്. ചെറിയ സ്പേസ് ആണ്. ബട്ട് ടീമും ചെറുതാണ്. ആകെ 28 പേരേ ഉള്ളൂ. ഓക്കെ. അതെ, ഞങ്ങൾ ഇന്റൻഷനലി അത് വളരെ ചെറുതാക്കി തന്നെ വെക്കാനാണ് വിചാരിക്കുന്നത്. എക്സെപ്റ്റ് ഫോർ കമ്മ്യൂണിറ്റി മോഡറേഷനും കാര്യം അത് യൂസർ ബേസ് വളരുന്നതനുസരിച്ച് ഞങ്ങൾക്ക് വലുതാക്കണം. പക്ഷേ എഞ്ചിനീയറിംഗ് ഡിസൈനൊക്കെ ഞങ്ങൾ കുറെ കൂട്ടിയത് കൊണ്ട് പ്രൊഡക്റ്റ് ഗ്രോ ചെയ്യുന്നതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു റേഞ്ചിൽ തന്നെ പറ്റുവാണെങ്കിൽ അങ്ങനെ റൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിലിപ്പോൾ 1 million creators ഉണ്ട്, like right now, right? So I want to go back to the time when there are like 0 creators. What was that? എങ്ങനെയായിരുന്നു ബൈ മീ കോഫി സംഭവം? ഏത് ഫോം ഫാക്ടറിലായിരുന്നു? ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇവോൾവ്ഡ് ഓവർ ദ പീരിയഡ് ഓഫ് ഇയേഴ്സ്, റൈറ്റ്? ആൻഡ് വാട്ട് ഹാവ് യു ഫിഗർഡ് ഔട്ട്? മേ ബി കുറെ പ്രൊഡക്ട്സ് ഇതിൽ തന്നെ കുറെ സാധനം ഉണ്ടാവും. യു മേ ഹാവ് ഷട്ട് ഡൗൺ, യു മേ ഹാവ് ഗിവൻ പ്രയോറിറ്റീസ് ടു സം അതർ മെമ്പർഷിപ്സ് ഓർ സംതിങ്. അപ്പോൾ വാട്ട് വാസ് ദാറ്റ് ലൈക്ക് ഫോർ ദ? ആദ്യം ഡൊണേഷൻസ് അല്ലെ സപ്പോർട്ടിങ് ഞങ്ങൾ വിളിക്കുക, ഡൊണേഷൻ വിളിക്കാറില്ല. ഡൊണേഷൻ ബൈ മീ കോഫി എന്നുള്ള വാക്കിന്റെ മീനിങ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്രണ്ട്ലി വേ ആക്കണം എന്നുള്ളതാണ്. കാര്യം അതുവരെ ആൾക്കാർ ഈ പേപ്പാൽ ബട്ടണൊക്കെ വെക്കുമ്പോൾ ഒരു ബാഡ് ആയിട്ടുള്ള അല്ലെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെ ഒരു കൊണറ്റേഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു ചോദിക്കുന്നതിൽ കുറച്ചുകൂടെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ ഒരു ഈസിയർ ആയിരുന്നെങ്കിൽ ചോദിക്കാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഇത് നടന്നേനെ എന്ന് തോന്നി ഞങ്ങൾക്ക്. അപ്പോൾ ഈസിയർ ആക്കാനുള്ള ഒരു വഴി ആ ചോദ്യം തന്നെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എനിക്ക് ഡൊണേറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നതിന് പകരം ഒരു കാപ്പി വാങ്ങിച്ചിരുന്ന് ചോദിക്കാൻ വളരെ എളുപ്പമാണ്, 100 ഇരട്ടി എളുപ്പമാണ്. അത് കൂടുതൽ ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം അറ്റ്ലീസ്റ്റ് ആൾക്കാരൊന്ന് ഒരു ആകാംക്ഷ ഉണ്ടാവും, ഇതെന്താ സംഭവം, ബൈ മീ കോഫി ഇതെന്താ ആകാംക്ഷയുടെ പേരിൽ പോയി നോക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവർ
സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, അവർക്ക് കമന്റ് ഇടാം, അവരുടെ പേര് ഫീച്ചേർഡ് ആവും, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ വാങ്ങിക്കാം, മന്ത്ലി ജോയിൻ ചെയ്യാം, കൂടുതൽ വാങ്ങിക്കാം. കാര്യമൊക്കെ ഈ അടുത്തായിട്ട് നമ്മളൊക്കെ ലുക്കപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാർ, നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന ആൾക്കാർ, യൂട്യൂബിലും പോഡ്കാസ്റ്റിലും ഒക്കെ അവരുടെ ചിന്തകൾ നമ്മളുമായിട്ട് വളരെ പാരലൽസ് ഉള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് അവരെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കാനുള്ള എന്ത് അവസരവും വളരെ വിലപ്പെട്ടതാണ് കുറേ പേർക്ക്. ഇപ്പോൾ ഞാൻ ലുക്കപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്, സിംഗപ്പൂരുള്ള ഒരു റൈറ്ററാണ്, വിശാഖൻ വീരസ്വാമി എന്നാണ് പേര്. അദ്ദേഹത്തെ ബൈ മീ കോഫിയിൽ ഞാൻ കുറച്ച് കോഫി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അല്ലെ ജോയിൻ ചെയ്യും, മെമ്പറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ സന്തോഷം അത് വേറെയാണ്. സന്തോഷം കൂടുതൽ എൻ്റെയാണ് rather than പുള്ളിയുടേക്കാളും. പുള്ളി ഇങ്ങനത്തെ ഒരു ബഞ്ച് ഓഫ് ഫാൻസിൻ്റെ അടുത്താണ് പുള്ളി ലിവിങ് ഉണ്ടാക്കുന്നത്. ബൈ മീ കോഫി മാത്രമല്ല, പേട്രിയനും ബാക്കിയുള്ള പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഇത് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു ഒരു 20 വർഷം മുമ്പേ. അയാൾ എഴുതിയതെന്നുള്ള ഫാൻസോ അല്ലെ ഫോളോവേഴ്സോ ഫണ്ട് ചെയ്തിട്ട് ഫുൾ ടൈം റവന്യൂ ഉണ്ടാക്കാൻ പറ്റും, അതും ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു ഒരു 10 വർഷം മുമ്പേ. ഒരു ജോലി വേണമായിരുന്നു ജീവിക്കാൻ, അല്ലേ? അത് വേണ്ട എന്നുള്ളൊരു സ്റ്റേറ്റിലെത്തി ഇപ്പോൾ. ഈ പറയുന്ന യൂട്യൂബേഴ്സും ഇതൊക്കെ ഒരു ആവറേജ് ജോലിനേക്കാളും 10 മടങ്ങും 100 മടങ്ങും ചില സമയത്ത് 10,000 മടങ്ങും വരെ ഉണ്ടാക്കുന്നവരുണ്ട്, മിസ്റ്റർ ബീസിനെ പോലത്തെ എക്സാമ്പിളിൽ. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, അവരുടെ ആർട്ടിൽ നിന്ന്, അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന്, അതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുക. അത് ഫുൾ ടൈം എനിക്കത്തെ മാറ്റണമെന്നില്ല, റീപ്ലേസ് ചെയ്യണമെന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. കുറച്ചായാൽ പോലും അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവർക്കൊരു 2-3 മണിക്കൂർ എക്സ്ട്രാ ഇടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് മതി ആയിരിക്കുന്നത്. അപ്പോൾ അതാണ് ബൈ മീ കോഫി ചെയ്യുന്നത്. ഇപ്പോൾ 10,000 കണക്കിന് ആൾക്കാർക്ക് കഴിഞ്ഞ മാസം 20,000 കൂടുതൽ ആൾക്കാർ കാര്യമായിട്ടൊരു ഇൻകം ഉണ്ടാക്കി ബൈ മീ കോഫി എന്നത് വലിയൊരു ഇതായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നത്. ആൻഡ് ഈ വർഷം 500 കോടി രൂപ ബൈ മീ കോഫി വഴി ക്രിയേറ്റേഴ്സിലേക്ക് പോകുന്ന ഒരു ഇത് കാണും. അത് എല്ലാ വർഷവും കൂടുന്നുണ്ട് കാര്യമായിട്ടുള്ള രീതിയിൽ. അപ്പം അത് ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ആ ഒരു നമ്പറാണ് നോക്കാറുള്ളത്, ഇത്ര ക്രിയേറ്റേഴ്സിലേക്ക് പോകുന്നു എന്നുള്ളത്. ഞങ്ങളുടെ റവന്യൂ ചില സമയത്ത് ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട് ഡിപ്പെൻഡിങ് ഓൺ ഫ്രോഡ് ആൻഡ് മാർജിൻസ് ആൻഡ് സ്റ്റാഫ്. പക്ഷേ ഞങ്ങളെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം അതാണ്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം റൺ ചെയ്യുമ്പോൾ ചാൻസ് ഓഫ് ഈ പറഞ്ഞല്ലേ ഫ്രോഡലന്റ് സ്പാം, റൈറ്റ്? അത് ക്യാൻ ബി ഈവൻ പേയ്മെന്റ് പ്രൊവൈഡേഴ്സ് ആണെങ്കിലും നോട്ട് ബി ഓക്കെ വിത്ത് ഇറ്റ്, റൈറ്റ്? സോ അതെങ്ങനെയാണ് അറ്റ് സ്കെയിൽ ചെയ്യണത്? ഐ എം റിയലി ക്യൂരിയസ് ഓൺ ഹൗ ദാറ്റ് ഈസ് ഡൺ ഇൻ ബൈ മീ കോഫി പ്രൊഡക്ട്സ്. റൈറ്റ്, അത് സ്ട്രെസ്ഫുൾ ആണ്. ഫ്രോഡാണ് ഏറ്റവും വലിയ തലവേദന ശരിക്കും. ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഭാഗ്യം കിട്ടിയതെന്ന് വെച്ചാൽ സ്ട്രൈപ്പ് നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റർ ആയിരുന്നു. സ്ട്രൈപ്പ് ഇസ് ലൈക്ക് ദ ലാർജസ്റ്റ് പേയ്മെന്റ് പ്രോസസർ, ഏറ്റവും വലിയ പേയ്മെന്റ് ചെയ്യുന്ന കമ്പനികളിലൊന്നാണ് സ്ട്രൈപ്പ്. മോഡേൺ പ്രൊഡക്റ്റുകളെല്ലാം ഇപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അവരാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റർ എന്ന് പറയാവുന്നവർ. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ അവരുടെ സപ്പോർട്ട് കിട്ടിയത് വളരെ ഭാഗ്യമായി എന്ന് പറയാം. പിന്നെ ഞങ്ങൾ തുടക്കത്തിലെ ഇതിലേക്ക് വർക്ക് ഇടുന്നുണ്ടായിരുന്നു, ഈ ഫ്രോഡ് മാനേജ് ചെയ്യാൻ വേണ്ടി ടീമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പറ്റാവുന്ന പോലെയൊക്കെ ഞങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യും സിസ്റ്റംസ് വെച്ച്. പക്ഷെ എന്നാലും ഒരു വലിയ ചലഞ്ചാണ്, കുറേ എനർജി അതിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചില പ്രൊഡക്റ്റൊക്കെ പെയ്ഡ് ഒള്ളി ആക്കാം, അല്ലെ ഫ്രീ ആക്സസുകൾ കുറയ്ക്കാമെന്ന് തന്നെ ആലോചിക്കാറുണ്ട്. കാര്യം ഫ്രീ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ ദ കോസ്റ്റ്, ആ ചെലവ് ഈ സ്പാമേഴ്സിനെയും അല്ല ഈ ബാഡ് ആക്ടേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ആലോചിക്കാറുണ്ട് കൂടുതൽ പെയ്ഡ് പ്രൊഡക്റ്റുകളിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഒരു പോയിന്റിൽ ഈ ബൈ മീ കോഫിന് മുമ്പ് ഒരു ബ്രൂ എന്ന സംഭവമാണ്, brew.com. ലൈക്ക് അത് ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് YC കമ്പനീസ് ഫ്രം കേരള. അന്ന് 1-2 കമ്പനീസ് ആണല്ലോ who went to Y Combinator Accelerator in San Francisco and got funded by YC. How was that experience like? Talk about that stories which you have not told anyone. ബ്രൂ ആൻഡ് ബൈ മീ കോഫി എന്നുള്ള പറഞ്ഞിട്ടാണ് ആ സമയത്ത് YC കയറിയത്. ബ്രൂ ആ സമയത്ത് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു, ഒരു ഓഡിയോ കമ്പനി എന്നുള്ള രീതിയിൽ. അത് ചെയ്തു, അധികം രക്ഷപ്പെട്ടില്ല. 3-4 മാസത്തിനുള്ളിൽ തന്നെ അത് നിർത്തേണ്ടി വന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യാനൊക്കെ പറ്റി. അതിൻ്റെ ഡിസൈനൊക്കെ വളരെ യൂണീക്ക് ആയിരുന്നു. ഞങ്ങളൊരു ഡിസൈൻ ഫസ്റ്റ് കമ്പനിയാണ്. എല്ലാം ബൈ മീ കോഫി നടക്കുന്നത് ഡിസൈനിൽ തുടങ്ങും, ഡിസൈനിൽ അവസാനിക്കും, അങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഞങ്ങൾക്ക് ഗോ ഹാർഡ് ചെയ്യാൻ പറ്റി, ലൈക്ക് ഓൺ അവർ വിഷൻസ് ആൻഡ് വാട്ട് വി വാണ്ടഡ് ടു. ആൻഡ് 3 മാസത്തിൽ തന്നെ 2,000 പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ പറ്റി ബിഫോർ Y Combinatorൻ്റെ ആ ഒരു എൻഡ്, അതായത് ഒരു ഡെമോ ഡേ എന്നുള്ളൊരു ഇതിലാണ് ഇത് കൾമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് അത് ചെയ്യാനൊക്കെ പറ്റി. പക്ഷേ ലോങ് റണ്ണിൽ അത് വർക്ക് ചെയ്യില്ലെന്ന് മനസ്സിലായി. ഞങ്ങളത് മൂവ് ഓൺ ചെയ്യാൻ വിചാരിച്ചു. എനിക്കൊരു 6 മാസത്തെ ഞങ്ങളതിൽ വർക്ക് ചെയ്തുള്ളൂ. അതിനുശേഷം തിരിച്ച് ബൈ മീ കോഫിയിലേക്ക് തന്നെ ഞങ്ങൾ ഫോക്കസ് ചെയ്തു. I think it takes a really good of courage to shut down a product, right? Like how was that? I'm just trying to see what was on your head. Like
മേ ബി ബൈ മീ കോഫി പ്രൊഡക്റ്റ് ഉണ്ട് ആൻഡ് ബ്രൂ ഇസ് ലൈക്ക് വി വാണ്ടഡ് ടു pursue and 6 months it didn't work out, then you had to take a hard stop. What are the reaction from the teammates? Like teammates will be, ഇത്ര നാൾ നമ്മൾ വർക്ക് ചെയ്തതിന് പിന്നെ now you're like shutting it down, like what was that thing like internally? ടീംമേറ്റ്സിന്റെ അടുത്ത് എമ്പതൈസ് ചെയ്യണം എന്നുള്ളത് ശരിയാണെങ്കിലും എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തീരെ ബുദ്ധിമുട്ടായിരുന്നില്ല. എനിക്ക് ക്ലിയർ ആയ സമയം മുതൽ എനിക്കറിയാം എപ്പോഴാണ് പൂട്ടണ്ടേ എന്നുള്ളത് മാത്രമേ ഒരു തലയിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വിഷമം അഭിനയിക്കുകയായിരുന്നു ടീമിനടുത്ത്. കാര്യം അവരിത്രയും സമയം ഇട്ടതല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ പോയിട്ട് നമുക്കിന്ന് നിർത്താമെന്ന് പറയുന്ന നേരം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള മൊത്തം കഥയും പറഞ്ഞ് ഞാൻ എല്ലാ കാര്യവും ടീമിനടുത്ത് ഒരു പുതിയ ഐഡിയ ആണെങ്കിൽ പോലും ഞാൻ അവരുടെ അടുത്ത് ഞാൻ സെല് ചെയ്യാറുണ്ട്. അവരെയും എന്നെ പോലെ എക്സൈറ്റഡ് ആക്കാൻ ഞാൻ ഇതാക്കാറുണ്ട്. അല്ലാതെ ഒന്നും നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യാറില്ല. ഞാൻ അവരുടെ അടുത്ത് വിൽക്കും ആ ഒരു ഐഡിയ വിറ്റിട്ട് തന്നെ ഞാനത് തുടങ്ങാനുള്ള കാര്യത്തിൽ തുടങ്ങാറുള്ളൂ. അപ്പം നിർത്തുമ്പോഴും അതിൻ്റെ പുറകിലുള്ള തോട്ട് മൊത്തം ഷെയർ ചെയ്യണമല്ലോ. അതുകൊണ്ട് പക്ഷേ വിഷമമൊക്കെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഞാൻ എമ്പതൈസ് ചെയ്യുന്നത് മാത്രമായിരുന്നു. അല്ലാതെ എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കാരണം നമ്മൾ ആ സമയത്ത് പുറകോട്ട് ചിന്തിക്കാതിരിക്കുന്നത് നല്ലത്. കാര്യം സങ്ക് കോസ്റ്റ് ബയസ് ഇല്ലാണ്ട് കഴിഞ്ഞു മുമ്പോട്ടുള്ള അടുത്ത കാര്യത്തെ കുറിച്ച് എക്സൈറ്റഡ് ആവണമല്ലോ. അപ്പോൾ എക്സൈറ്റഡ് ആവണമെങ്കിൽ ഈ കാര്യം ഈ ബാഗേജ് നമ്മളങ്ങ് കളയാണ്ട് നമുക്കൊന്നും തല ഫ്രീ ആക്കാൻ പറ്റില്ല. നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ടീമിന് ഫ്രീ ആക്കാൻ പറ്റില്ല. സമയം ഫ്രീ ആക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരിക്കും കൺസേൺ നമ്മളുടെ വിഷമമായിരിക്കില്ല. നമ്മുടെ വിഷമം എന്താ, വേറെ ആൾക്കാർക്ക് നമ്മളോട് എന്ത് വിചാരിക്കുമെന്നുള്ള വിഷമമാണ്. ആ വിഷമത്തിൽ ഒരു അടിസ്ഥാനവും ഇല്ല. വേറെ ആൾക്കാർ നമ്മളെ കുറിച്ച് അത്ര ആലോചിക്കുന്നുമില്ല. സത്യം പറഞ്ഞത് നമ്മൾ വെറുതെ ഓവറായിട്ട് ആലോചിക്കുകയാണ്. വേറെ ആൾക്കാർക്ക് വേറെ പണിയുണ്ട്, അവരുടെ ജീവിതമുണ്ട്. നമ്മളൊരു 1000-1 അല്ലെ മില്യണിലൊന്നൊരു ഫൗണ്ടർ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നതിൽ ഇപ്പൊ എന്താ എല്ലാവരുടെ തലയിലിരിക്കുന്നത്. എല്ലപ്പോഴും അവരൊന്ന് ചോദിച്ചേക്കാം, അത്രേ ഉള്ളൂ. ആരും നമ്മളെ കുറിച്ച് ഒരു പരിധി കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതാണ് ശരിക്കുള്ള നമ്മുടെ വിഷമം. അല്ലാണ്ട് പ്രൊഡക്റ്റ് പോയതിന്റെ വിഷമമൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് കാര്യമാക്കാത്തത് കൊണ്ട് ഉടനെ നിർത്താറുണ്ട് പ്രൊജക്ട് വർക്ക് ചെയ്തില്ല. ഇത് ബ്രൂ എനിക്ക് വന്ന ഒരു 10ാമത്തെ പ്രൊജക്ട് ആയിരിക്കും ഷട്ട് ഡൗൺ ചെയ്തത്. അതിന് മുമ്പ് മൊത്തം തോൽവികളായിരുന്നു കുറെ. അപ്പൊ നിർത്തി കുറെ പരിചയമുണ്ട്. Okay, so YC പോയ സമയത്ത് you got fundraise ചെയ്തിരുന്നു, and what was that? ഇപ്പൊ currently how much have you raised so far, if you could? YC പോയ സമയത്ത് ഞങ്ങള് YC കയറാന്നുള്ളായിരുന്നു പറഞ്ഞത്. കുറെ കാശ് വാങ്ങിക്കുക എന്നുള്ളതായിരുന്നില്ല. കാരണം ഞങ്ങൾ വളരെ ചീപ്പായിട്ട് റൺ ചെയ്യുന്നൊരു ഇത് പണ്ടേ ഉണ്ടായിരുന്നു. അപ്പം അധികം ചെലവില്ലാണ്ട് ഒരു ആ സ്ഥാപനം നടത്തുക എന്നുള്ളത് എപ്പോഴും ഉള്ള ഗോളായിരുന്നു. പക്ഷെ YCയിലെ എക്സ്പീരിയൻസ് തന്നെ മാറ്റി അതിനുവേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതിനുശേഷം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുടെ അടുത്തുകൂടെ ഞങ്ങൾ കുറച്ചൊരു മൂലധനമായിട്ട് കാശ് വാങ്ങിച്ചു. പക്ഷെ അതിനുശേഷം ഞങ്ങൾ പ്രോഫിറ്റബിൾ ആയി. ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്രോഫിറ്റബിൾ ആയെന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞങ്ങൾ വേറെ ഔട്ട്സൈഡ് ഫണ്ടിങ് എടുത്തില്ല. ഓൾദോ കുറേ റിക്വസ്റ്റുകൾ വന്നു, നല്ല ഓഫേഴ്സ് വന്നു ഫ്രം നല്ല VCs ലൈക്ക് A16C ആൻഡ് സച്ച്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A16C വന്ന സമയത്ത് ഞാൻ ആ വലിയ ഫണ്ടിങ് എടുക്കാണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്ത് നിന്ന് ഒരു ചെറിയ ചെക്ക്, ആൻഡ്രൂച്ചൻ്റെ അടുത്ത് ചെറിയ ചെക്ക് വാങ്ങിയത്. ആൻഡ്രൂച്ചൻ എന്നത് നമ്മുടെ ടീമിൽ ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായി മാറുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ടറിനെ ബിൽഡ് ചെയ്തു. പക്ഷേ പ്രോഫിറ്റബിൾ ആവുന്ന സമയത്ത് എനിക്കൊരു റീസണും തോന്നുന്നില്ല, ഇനിയൊരു ഫണ്ടിന് എടുക്കേണ്ട ഒരു ആവശ്യം തോന്നുന്നില്ല. ഇഫ് എനിത്തിങ് ഞാൻ ഫണ്ട് കൊടുത്ത് ഉള്ള ഷെയർ തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും. ബൈ ബാക്ക് പറ്റുമെങ്കിൽ ഞാൻ കൂടുതൽ ചെയ്യും. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ചെയ്യണമെന്ന് ആഗ്രഹമാണെങ്കിൽ പറ്റാവുന്ന ഓണർഷിപ്പ് നമ്മുടെ അടുത്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ മനസ്സിലൊരു സമാധാനം. പിന്നെ ഒരു പുറത്തുനിന്നൊരു ഒരാൾ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മന്ത്ലി അപ്ഡേറ്റ് അയക്കണം, കുറച്ചൊന്നും അവരോട് പറയണം. മെജോറിറ്റി ഓണറായ മാത്രമല്ല, നമ്മൾ ഒരാളുടെ നിന്ന് ഒരു 10 രൂപ വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ചെറിയ 1% ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ബാധ്യതയുണ്ടല്ലോ, നമ്മളെല്ലാ കാര്യം അറിയിക്കണം എന്നുള്ളതൊക്കെ. അത് നമ്മളെ കുറെ സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വായിച്ചൊരു പുസ്തകത്തില് ഫൗണ്ടൻ ഹെഡ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. നമ്മൾ ഓൾറെഡി കാണിച്ചല്ലോ അല്ലേ. അപ്പോൾ അതില് ഒരു ഭാഗം ഞാൻ റീഡ് ചെയ്തപ്പോഴത് ശ്രദ്ധിച്ചത്. ആ ഭാഗത്തില് ഒരു പുതിയ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, റോജർ എൻറൈറ്റ് എന്ന ക്യാരക്ടറിന്റെ പേര്. ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാരക്ടറെ കുറിച്ച് പറയുന്നു ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ്. എന്നിട്ട് അതില് അടുത്തത് പറയുന്നത്, എന്നെ ആരും സഹായിച്ചിട്ടില്ല, അതുകൊണ്ട് ആരും എൻ്റെ വഴിക്ക് നിന്നിട്ടില്ല എന്ന്. നോബഡി ഹെൽപ്ഡ് മീ ഇൻ മൈ കരിയർ, സോ നോബഡി സ്റ്റുഡ് ഇൻ മൈ വേ എന്ന്. അതെന്നെ വളരെയധികം ഞാൻ റെസനേറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർക്കേ നമ്മുടെ വഴി നിൽക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പാരൻസ് ആയാലും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആയാലും നമ്മുടെ ടീം ആയാലും നമ്മളെ സഹായിക്കുന്നവർക്കേ നമ്മുടെ വഴി നിൽക്കാൻ പറ്റുള്ളൂ. അതൊരു ചീത്ത കാര്യമായിട്ടല്ല, ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിനുള്ള അനുവാദം നമ്മൾ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് അവരായിരിക്കും മിക്കവാറും നമ്മുടെ അതിൽ നിൽക്കുക. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാ. അറ്റ്ലീസ്റ്റ് കൊള്ളാവുന്ന ആൾക്കാരാണ് നമ്മുടെ വഴി നിൽക്കുന്നതെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി നമുക്ക് നമ്മളെ അടുത്തതിലേക്ക് വിടാനുള്ള കാര്യമോ അല്ലെ നമ്മളുടെ ആ ഒരു വിഷനോ അല്ലെ ബിലീഫിലോ കൂടുതൽ കാലം ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു ഇൻസ്റ്റിങ് ഉണ്ടാവും.
അതായത് നമ്മൾ ജിജോയുടെ ഫസ്റ്റ് മീറ്റപ്പിൽ ജിജോ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കുറേ കാര്യം ഡിസ്കസ് ചെയ്തു. അതിൽ വൺ ഓഫ് ദ തിങ്സ് വാസ് ബുക്സ്. യു വൊറേഷ്യസ് റീഡർ, ഐ തിങ്ക് വൺ ഓഫ് ദ വൊറേഷ്യസ് റീഡേഴ്സ് ഐ മെറ്റ്. അതിൽ തന്നെ ഗുഡ് റീഡ്സ് ആയിരുന്നു നമ്മുടെ ഒരു ഗോ ടു റെഫറൻസ്. അപ്പോൾ മീ ആൻഡ് മൈ ഫ്രണ്ട്സ് എപ്പോഴും റെഫർ ചെയ്യുന്നു വാട്ട് ബുക്സ് യു റീഡിങ് ആൻഡ് യുവർ നോട്ട്സ് ആസ് വെൽ. അപ്പോൾ ഹൗ ഇസ് ദാറ്റ് എക്സ്പീരിയൻസ് ലൈക്ക് ഇവോൾവ് യു, ലൈക്ക് മേ ബി ഏത് പ്രായത്തിലാണ് ബുക്സ് വായിച്ചു തുടങ്ങിയത്, ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ബുക്സ് യു ഹാവ് റെഡ്, ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ, വാട്ട് ആർ ദ ജേർണി ലൈക്ക്, ആൻഡ് ഹൗ ബുക്സ് വർ യുവർ ഫ്രണ്ട് ഓർ സംതിങ്, ഹൗ ഡു യു സീ ബുക്സ്? എങ്ങനെ എന്നെ മാറ്റിയെന്നറിയില്ല. കാര്യം എല്ലാ കാലത്തും ഞാൻ വായിച്ചിരുന്നു. വളരെ ചെറുതായിരുന്നപ്പോൾ HNCയുടെ 10 രൂപയുടെ ബുക്കില്ലേ ചെറിയ, അതിൽ ഡ്രാക്കുളയും കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ ഒക്കെ മലയാളത്തിലുണ്ടായിരുന്നു. അത് തുടങ്ങിയാണ്. പിന്നെ ഞാൻ വൊറേഷ്യസ് റീഡർ എന്നൊന്നും ഞാൻ വിളിക്കില്ല, പക്ഷേ ചുമ്മാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ഇതും തുടങ്ങി വയ്ക്കും. ബുക്ക് തുടങ്ങും. ബുക്ക് തുടങ്ങുക എന്നുള്ളത് ഞാനൊരു ഹോബിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ബുക്കുകൾ അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. നമ്മളിപ്പോൾ ഒരു കിൻഡിലൊക്കെ ഒരു ചെറിയ ഈ ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു $3-5 ഉള്ളൂ. അപ്പോൾ ഞാനൊരു ബുക്ക് വളരെ ഇഷ്ടപ്പെടുകയായിട്ടുള്ള അവരുടെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ 1 ക്ലിക്ക് ബൈ ചെയ്യും. എന്നിട്ട് സമയമുള്ളപ്പം ഫസ്റ്റ് വായിക്കും. ആൻഡ് ആദ്യത്തെ 3 ചാപ്റ്റർ ഇഷ്ടമാണെങ്കിൽ മാത്രമേ വായിക്കുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ആൻഡ് അതിനെക്കുറിച്ച് നോട്ട് എടുക്കുന്നതൊക്കെ ഞാൻ സിങ്ക് ആവും. എനിക്കൊരു ഓൺലൈനിൽ ഞാനത് എൻ്റെ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി അവിടെ കാണും. പക്ഷേ അത്രേ ഉള്ളൂ. വളരെ കാഷ്വൽ ആയിട്ടുള്ള റീഡറാണ്. അങ്ങനെ നിർബന്ധിതമായിട്ടൊന്നും വായിക്കാറൊന്നുമില്ല. ഫിക്ഷൻ നോൺ ഫിക്ഷൻ ഉള്ളത് ഒരു വേർതിരിവുമില്ല. രണ്ടും വായിക്കാറുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഇഷ്ടം ഫിക്ഷൻ വായിക്കാനാണ്. പ്രത്യേകിച്ച് രാത്രി കിടക്കുമ്പോഴേ ഇപ്പോൾ അടുത്തൊക്കെ വായിക്കാറില്ല. അപ്പോൾ ആ സമയത്ത് നോൺ ഫിക്ഷൻ വായിച്ചാൽ നമ്മൾ നോട്ട് എടുക്കാൻ പോകലായി, ഫുള്ള് പ്രശ്നമായി. അതുകൊണ്ട് ഫിക്ഷൻ വായിക്കും, കഥകൾ വായിക്കും. അപ്പം ഹാരി പോട്ടറിന്റെ എല്ലാ സീരീസും വായിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ആദ്യത്തെ ഒരു നല്ല റവന്യൂ ഉണ്ടാക്കിയപ്പോൾ ശരിക്കും വൺ ഓഫ് ദ ഏർലി പർച്ചേസ് എന്ന് വെച്ചാൽ കാൽവിൻ ആൻഡ് ഹോബ്സിന്റെ കാർട്ടൂണിന്റെ ഫുൾ ബുക്ക് സെറ്റും ഹാരി പോട്ടറിന്റെ 7 ബുക്കിന്റെ സെറ്റും ആയിരുന്നു. അതൊരു ഗോളായിട്ട് വെച്ച് വാങ്ങിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കൂടുതലും വായിക്കുന്ന കിൻഡിൽ തന്നെയാണ്. And I think you are also one of the person who I know personally who have spent a lot of money, thousands of dollars on various tools, right? But our tools in the it's like you may have like figured out something for yourself. Some tools helped you a lot. I think how do you generally look at tools? Adum oru way of conversation aanu. Like you try all tools that's launched or something, or how do you put that into your circle of life? നമ്മളെല്ലാവരും കുറേ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ലൈക്ക് എവറിത്തിങ് അറൗണ്ട് അസ്. എനിക്കൊന്ന് ഫെലിക്സ് കൂടുതൽ പറയുന്നത് ഞാൻ ഈ ഓൺലൈനിൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച ടൂളുകളും അല്ലാണ്ട് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എനിക്കൊന്ന് ടൂളുകൾ ആസ് എ പ്രോഡക്റ്റ് അതിലൊരു മഹിമ ഉണ്ടായിട്ടല്ല, നമ്മളോട് ഇണങ്ങുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിനോട് ചേരുന്ന ചില പ്രൊഡക്റ്റുകൾ എനിക്ക് വളരെ റെലവൻ്റ് ആയിട്ട് തോന്നിയതിനെ കുറിച്ചുണ്ടായിരുന്നു. ഞാനത് റിലീജിയസ്ലി ഉപയോഗിക്കും. ഇപ്പം നമ്മളിപ്പോൾ കണ്ടില്ലേ ChatGPT ഇറങ്ങിയിട്ട് ഇപ്പോൾ അതില്ലാണ്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാർ എനിക്കറിയാം. എന്ത് കാര്യത്തിലും ഒരു ഇമെയിൽ റിപ്ലൈ കൊടുക്കാനും തൊട്ട് ചുമ്മാ ഒരു ഐഡിയ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വരെ ChatGPT ഉപയോഗിക്കുന്നവരും ഒക്കെ ആയിട്ട്. അപ്പോൾ അതേപോലെ എനിക്ക് നമ്മുടെയൊക്കെ ഒരു പ്രോസ്തെറ്റിക്സ് പോലെ ആലോചിച്ചാൽ മതി. നമ്മൾക്കൊരു വെപ്പ് കൈ അല്ലെങ്കിൽ വെപ്പ് കാല് പോലെയാണ് നമ്മൾ ഈ കുറഞ്ഞ ടൂളുകൾ കാണേണ്ടത് ശരിക്കും. അപ്പോൾ ഞാൻ പ്രൊജക്ട് മാനേജ്മെൻറ്റിന് പേഴ്സണലി തിങ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിക്കുന്നു. എഴുതാൻ വേണ്ടി വേറെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറേ നോട്ടെടുക്കലേ ഉള്ളൂ ജീവിതത്തിൽ. ഒരു 30% എന്റെ സമയം മൊത്തം നോട്ട് എടുത്താൽ തീർത്തിട്ടുള്ളത് എനിക്ക് പറയാം. ദിവസം ഒരു 1-2 മണിക്കൂർ എടുക്കും. പിന്നെ നോട്ട് എടുക്കുക, it's like a new term I'm hearing, right? Maybe the audience also note എടുക്കുക. Like what does that mean? Like I'm just curious about. നോട്ട് എടുക്കുക എന്നുള്ള ന്യൂ ടൈമേ അല്ല. ഇൻഫാക്ട് ഇറ്റ്സ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടേം. എനിക്ക് തോന്നുന്നു ഡാവിഞ്ചിയുടെ ബുക്കിൽ നിങ്ങൾ വായിച്ച മനസ്സിലാവും, ഡാവിഞ്ചിയുടെ മെയിൻ പരിപാടി നോട്ട് എടുത്തുകൊണ്ടിരിക്കലായിരുന്നു. 1400-കളിലല്ലേ. അദ്ദേഹം വൊറേഷ്യസ് നോട്ട് ടേക്കറായിരുന്നു. ആ നോട്ട് മൊത്തം ഇപ്പോൾ കോഡെക്സ് ആയിട്ട് ബിൽഗേറ്റ്സ് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസിന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പുള്ളിയുടെ ഇതിൽ. പ്രദർശനത്തിന് വെക്കുന്ന പറഞ്ഞു, എനിക്കത് കാണുന്നുണ്ട്. പക്ഷേ നോട്ട് എടുക്കൽ പണ്ടായിരുന്നു. പുള്ളി എല്ലാ കാര്യവും എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗും സയൻസും ഒക്കെ പുള്ളി എഴുതി തന്നെ എയർപ്ലെയിൻ്റെ ഫ്ലൈയിങ് ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ. വേ ബിഫോർ റൈറ്റ് ബ്രദേഴ്സ് എയർപ്ലെയിൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എഴുതി ഉണ്ടാക്കിയായിരുന്നു. ഫുള്ളി വർക്കിംഗ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു അത്. അതേപോലെ പുള്ളി വാർഫെയറിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി. അതിന് പുറമെയാണ് ഈ മൊണാലിസ പോലത്തെ സൈഡ് പ്രൊജക്റ്റുകൾക്ക് ഇടയ്ക്കാണ് ഡാവിഞ്ചി ഇതൊക്കെ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ എഴുത്ത് ഭയങ്കര രസമാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ എഴുതി വയ്ക്കും, ഇന്ന് എനിക്ക് കുളിക്കാൻ പോകുന്ന 4 ആണുങ്ങളെ കുറച്ചു നേരം കാണണം. ഇതൊക്കെയാണ് അയാളുടെ നോട്ട്. എനിക്ക് കുറച്ച് വിഷമമുണ്ട് അയാളുടെ നോട്ട് ഇങ്ങനെ പബ്ലിക് ആയതിൽ. പുള്ളി ഇതൊന്നും ആരും കാണുന്ന വെച്ചിട്ടല്ലോ എഴുതി വെക്കുന്നത്. അതേപോലെ ഒരു പക്ഷിയുടെ ചുണ്ട് എത്ര അളവുണ്ട് എന്നുള്ള കാര്യം നോക്കണം, ഒരു പക്ഷിനെ പിടിച്ചു നോക്കണം. ഇനി കുറച്ച് ഡാർക്കർ സൈഡും ഉണ്ട്. അതായത് അദ്ദേഹം രാത്രി ശ്മശാനങ്ങളിൽ പോയിട്ട് ബോഡി എടുത്ത്
സോർട്ട് ഓഫ് അനാട്ടമി പഠിക്കാൻ വേണ്ടി കുറേ ചെയ്യാറുണ്ടായിരുന്നു. കഡാവേഴ്സ് മുറിക്കലായിരുന്നു പുള്ളിയുടെ മെയിൻ ഹോബി. അധികം പറയാത്തൊരു കാര്യം അത്. പക്ഷെ പുള്ളിക്ക് അനാട്ടമി പഠിക്കാനായിരുന്നു. കാരണം അത്രയും അനാട്ടമി മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരിക്കലും അത്രയും നല്ല പെയിന്റിങ് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പം നോട്ട് ടേക്കിങ്ങിന് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യാണ്ട് തന്നെ നമുക്ക് എഴുതി ഒരു 90% കാര്യങ്ങൾ ഇതാക്കാം. പിന്നെ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഭയങ്കര ജോയ്ഫുൾ ആണ്, ഭയങ്കര ഫ്ലോ കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മളൊരു പ്രോബ്ലം എഴുതി തന്നെ സോൾവ് ചെയ്യുന്നത്. പിന്നെ എല്ലാം തല വെക്കണ്ടല്ലോ, എവിടെയെങ്കിലും ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തല ഫ്രീ ആക്കി ഇടാം, വേറെ കാര്യങ്ങൾ ആലോചിക്കാമല്ലോ. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യമോ അല്ലെ ഒരു ബുദ്ധിമുട്ടോ അല്ലെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ എഴുതി വെക്കും. ആ ഒരു ഡോക്യുമെന്ററി ഒരു ഇന്റർവ്യൂ കണ്ടാൽ തന്നെ ഞാൻ ഇരുന്ന് എഴുത്താണ്, കുറെ എഴുതി വെക്കും. അപ്പൊ എന്റെ കൂടെ ഇരുന്ന് എന്റെ വൈഫിനൊക്കെ ഒരു TV ഷോ കാണാന്നുള്ളത് ഇറിറ്റേറ്റിംഗ് ആണ്. കാരണം വെച്ചാൽ ഞാൻ പോസ് ചെയ്യും, പോയി എഴുതും, തിരിച്ചു വരും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്റെ ഒപ്പം ഇരുന്നൊരു TV ഷോ കാണാന്ന് വെച്ചാൽ. കാരണം TV ഷോ വരെ ഞാൻ നല്ലപോലെ നോട്ട് ചെയ്യാറുണ്ട്. ഈ നോട്ട്സ് ഇതൊന്നും പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിച്ച് കാശ് ഉണ്ടാക്കുന്നുള്ളതല്ല, ബൈമിംഗ് ഓഫ് രക്ഷപ്പെടുത്താനൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം എനിക്ക് തിരിച്ചു വന്ന് നോക്കാൻ ഇഷ്ടമാണ്. അതിലുണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കൊളങ്ങരയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. അപ്പോൾ എനിക്കത് പുള്ളി പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇഷ്ടമായി. ഒരു സെൻട്രൽ വിഷൻ ഉണ്ടാവണം എല്ലാ പ്രൊജക്റ്റിനും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അത് ഞാൻ നേരത്തെ കുറച്ച് ചിന്തിച്ചിരുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇവിടെ കാണാത്തൊരു കാര്യം അതാന്ന് പറഞ്ഞ് കൊളങ്ങര പറയായിരുന്നു, ഒരു പൂർണ്ണതയില്ല ഒന്നിനെന്നുള്ള കാര്യം. അപ്പോൾ അത് ഈ പറഞ്ഞ ബുക്കിൽ തന്നെ, ഫൗണ്ടൻ ഹെഡ് ഞാൻ നേരത്തെ പറഞ്ഞ ബുക്കിൽ തന്നെ അതിലെ ആർക്കിടെക്ട് പറയുന്നൊരു കാര്യമാണ്, എല്ലാ കാര്യത്തിനും പൂർണ്ണത വേണം. അതായത് ഒരു സെൻട്രൽ വിഷൻ വേണം, അതിന് ചുറ്റും ഉണ്ടാകാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു നല്ല ജനലുണ്ടാക്കാം, ഒരു നല്ല വാതിലുണ്ടാക്കാം എന്ന് ആലോചിച്ചിട്ടല്ല ഒരു ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടത്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ആ ബിൽഡിങ്ങിന് ഒരു വിഷൻ വേണം. അതിനോട് ഉതകുന്ന രീതിയിലേ ആ ജനലും വാതിലും നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു നല്ല ജനൽ, ഒരു നല്ല ഇത്, പക്ഷെ ഒരു നല്ല ബിൽഡിംഗ് ആവില്ല. അപ്പൊ അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള സെൻട്രൽ വിഷൻ. അതുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റിന് ഒരു CEO മാത്രമാവുന്നത്. അയാളുടെ വിഷന് ചുറ്റും ഒതുങ്ങുന്നതായിരിക്കണം ആ എൻ്റയർ ഓർഗനൈസേഷൻ വരേണ്ടതും, അല്ല ആർട്ടിസ്റ്റ്. അതുകൊണ്ടായിരിക്കാം പുസ്തകങ്ങളൊക്കെ ഒരാൾ എഴുതുന്നത്. പുസ്തകം എന്താ ഒരു ടീം എഫേർട്ട് ആവാത്തതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഹാരി പോട്ടർ എഴുതിയ ഒരാളാണ്, ലോർഡ് ഓഫ് ദ റിങ്സ്, ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ഒറ്റ ആളുടെ ഒരു വർക്കല്ലേ. അതിൽ ലാംഗ്വേജുകളുണ്ട്, ഇത്ര സീരീസ് ഉണ്ട്, ലോകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവര്. പക്ഷെ ഒരൊറ്റ ആളുടെ വർക്കാണ്, ഒരു 1 person എഫേർട്ടാണ്. അപ്പൊ നമ്മൾ ആലോചിക്കാം, അന്നൊരു ടീം എഫേർട്ട് ആയിരുന്നേ വളരെ കിടലം ബുക്കുകൾ വരില്ലായിരുന്നു എന്നുള്ളത്. വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ വിഷനുള്ളിലെ അങ്ങനത്തെ ഒരു ക്രിയാത്മകതയ്ക്കും ആ ഒരു ക്രിയേറ്റിവിറ്റിക്കും ആ ഒരു ഇതിനെ ഫോം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം എനിവേ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കൊളങ്ങര അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റി. അപ്പൊ എന്റെ ഉള്ളിൽ ഞാനൊരു പേരിട്ടുണ്ട് ആ ഒരു ഐഡിയക്ക്, ഐഡിയയായിട്ട് ചേർത്ത് വെച്ചു. അങ്ങനത്തെ ഒരു 100 നോട്ടുണ്ട് ആ ഐഡിയയെ കുറിച്ച് മാത്രമായിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അത് ചിലപ്പോ കേൾക്കുന്നവർക്ക് പക്ഷെ ഇത് ഡെഫിനറ്റ്ലി ഞാൻ ഈ ടൂൾസ് എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കുന്ന, ലൈക്ക് റോം നോട്ട്സ് ആണോ ഇപ്പൊ ഉപയോഗിക്കുന്ന നോട്ട്? ഞാൻ റോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ. പക്ഷെ അതിലൊന്നും എനിക്ക് വന്നൊരു നിർബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പം നോഷൻ ആയിരിക്കാം, ഡാവിഞ്ചി പേപ്പറിലല്ല എഴുതി, അപ്പൊ പേപ്പറിൽ എഴുതിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റോമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ജസ്റ്റ് ഈ ഓഡിയൻസ് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കില്ല റോം നോട്ട്സ് എന്താണുള്ളത്. അപ്പോൾ റോം എന്ന് വെച്ചാൽ ഒരു പെയ്ഡ് ആയിട്ടുള്ള ടൂളാണ്. $15 പെർ മന്ത് കൊടുക്കണം. romresearch.com പോയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ ആദ്യമായിട്ട് ഈ ടൂൾ ഉണ്ടാക്കിയത്. ഓക്കെ. അതെല്ലാം ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലിങ്ക്ഡ് ആണ്, ബൈ ഡയറക്ഷണൽ ലിങ്കിങ് ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതിയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ പ്രീവിയസ് റെഫറൻസസ് ഒക്കെ കാണാൻ പറ്റും. സോ ഒരു ഗ്രാഫ് ടൂളാണ് ബേസിക്കലി. അപ്പം നമുക്ക് എന്ത് എഴുതുകയാണെങ്കിലും നമ്മുടെ പഴയൊരു കാര്യമായിട്ട് പെട്ടെന്ന് #ടാഗ് വെച്ച് ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലിങ്ക് ചെയ്യാം. അതുപോലെ എഴുതുന്ന എല്ലാ ബ്ലോക്കുകളായിട്ടാണ്. അപ്പോൾ ഈ ബ്ലോക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി റെഫർ ചെയ്യാം, ഇങ്ങോട്ട് റെഫർ ചെയ്യാം. അപ്പം എല്ലാ തോട്ടും എല്ലാ ലൈനും ഒരു ബ്ലോക്കാണ്. അപ്പം അതിൻ്റെ എല്ലാം ബുള്ളറ്റ് പോയിന്റ് പോലെയാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈസി ടു ഗോ ഡീപ്പ്. നമുക്ക് ടാബ് ചെയ്ത് ഉള്ളിലേക്ക് പോവാം, ഇന്റർലിങ്ക് ചെയ്യാം. പിന്നെ എല്ലാ ദിവസവും ഒരു പുതിയ സ്ലേറ്റ് ആണ്, എംറ്റി ആണ്. ലൈക്ക് എല്ലാ ദിവസത്തെ എംറ്റി ഇതാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നോട്ടോ എന്തെങ്കിലും കാര്യം എഴുതുമ്പോൾ എവിടെ കൊണ്ട് ഇടും, അല്ല ഇത് എഴുതണമെന്നല്ല ആലോചിക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു തോട്ടില്ല. കാരണം ഈ ദിവസത്തെ എനിക്ക് ഇന്ന് വന്നൊരു തോട്ടാണ്, എൻ്റെ ഡയറി എൻട്രി പോലെ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഓർഗനൈസ് ചെയ്യാൻ നോക്കാറില്ല, വൃത്തിയാക്കാൻ നോക്കാറില്ല, ഒരു പരിപാടിയില്ല. ഞാൻ എൻ്റെ വന്ന കാര്യം ഞാൻ ചുമ്മാ എഴുതി വെക്കും. എന്നിട്ടാണ് ഈ ലിങ്കിങ് വരെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഈ പണിയൊന്നും എടുക്കാറില്ല, ചുമ്മാ എഴുതി വെക്കാറുണ്ട്. ലിങ്കിങ് പിന്നെയും ചെയ്യാലോ. അപ്പോൾ വളരെ സെർച്ചബിൾ ആണ്. പിന്നെ ഐ തിങ്ക് ഞാൻ പണ്ട് ജിയോ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ജിയോ തന്നെ ഇങ്ങനെ പല നോട്ട്സും എഴുതി വെച്ചിട്ട് ദെൻ യു യുവർ സെൽഫ് ഫോം സം തിയറി ഫോർ യുവർ സെൽഫ്, റൈറ്റ്? സം പുട്ട് സം ഡിഫറെന്റ് നെയിം ടു ഇറ്റ്, നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ കുറച്ച് ലൈക്ക് തിയറീസ് ഇഫ് യു കുഡ് ഷെയർ
you created for yourself? കുറെ രസമുള്ള പേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇത് ബുക്ക് പബ്ലിക് അല്ല അൺഫോർച്ചുനേറ്റ്ലി, ബട്ട് സ്റ്റിൽ യാ, എന്റെ വളരെ സ്വകാര്യമായിട്ടുള്ള ദാറ്റ്സ് ഹൗ ഇറ്റ് ഷുഡ് ബി, റൈറ്റ്? എഴുത്തുകളാണ്. Yeah. പക്ഷെ ഇപ്പോൾ ഞാനൊരു നല്ല രസമുള്ളൊരു ഒരു ബുക്കിൽ കാര്യം വായിക്കുകയാണ്, ഞാൻ അതിനെ ഗ്രേറ്റ് റീഡ്സ് എന്ന് പറഞ്ഞ് ടാഗ് ചെയ്യും. Okay. അപ്പൊ എന്റെ ഗ്രേറ്റ് റീഡ്സ് പോയി നോക്കി കഴിഞ്ഞാൽ 100 കണക്കിന് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകത്തിലെ പാട്ടുകളാണ്. ഞാൻ കിൻഡിൽ നിന്ന് തന്നെ #ടാഗ് ഇട്ട് വയ്ക്കും, അത് ഓട്ടോമാറ്റിക്കലി സിങ്ക് ചെയ്യും. അപ്പൊ ഒരു പണിയില്ലാണ്ട് നേരെ എന്റെ നോട്ട് കയറി ഗ്രേറ്റ് റീഡ്സ്. അതേപോലെ ഗ്രേറ്റ് സീൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നല്ല ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ എന്തെങ്കിലും കാണുമ്പോൾ, മൂവിയുടെ എന്തെങ്കിലും കാണുകയാണ്, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് തോന്നുകയാണ്, ഞാൻ അടുത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ചുമ്മാ അവിടെ പേസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ഐഡിയ വന്നാൽ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് അപ്ലോഡ് ചെയ്യും. പേരുകളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ 2 രീതിയിലാണ് ശരിക്കും എഴുതുന്നത്. ഒന്ന് ക്വസ്റ്റ്യൻസും ഒന്ന് ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലൊരു ചോദ്യം വരികയാണ്. ഈവൻ ഒരു പ്രൊജക്റ്റ് വരെ ഞാനൊരു ചോദ്യമായിട്ട് എടുക്കാറില്ല. കാര്യം ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള കൂടുതൽ ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കുക, എന്നിട്ടാണ് ആ ഒരു ടാസ്ക് വരെ ചെയ്തത്. അതാണ് എൻ്റെ ബേസിക്കലി എൻ്റെ പ്രൊജക്ട് മാനേജർ. അത്രേ ഉള്ളൂ എൻ്റെ പ്രൊജക്ട് മാനേജ്മെന്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു വലിയൊരു കാറ്റഗറി. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് വെച്ചാൽ ചുമ്മാ ഒരു പുതിയൊരു കാര്യത്തെക്കുറിച്ച് എഴുതി കൂട്ടുക എന്നുള്ളൊരു കാര്യം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ഇങ്ങനെ പരിശ്രമിക്കാറില്ല. എല്ലാം വരുമ്പോൾ അങ്ങ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആ ബ്ലാങ്ക് സ്ലൈറ്റ് ആണ് എല്ലാ ദിവസവും രാവിലെ. സോ ഡെഫിനറ്റ്ലി ഇഫ് യു ആർ വാച്ചിങ് ദിസ്, ട്രൈ റോം നോട്ട്സ്. ഇതിന്റെ ഒരു ഫ്രീ വേർഷൻ ഉണ്ട് ആക്ച്വലി. ഒബ്സിഡിയൻ എന്ന ടൂൾ ഉണ്ട്. ഒബ്സിഡിയൻ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അഫോർഡ് ഇറ്റ്, $15 മോസ്റ്റ് പീപ്പിൾ ക്യാൻ അഫോർഡ് ഇറ്റ്, റൈറ്റ്? സോ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫോർ എ നോട്ട് ടേക്കിംഗ് ആപ്പ് അല്ലേ ഒരു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ദിവസം 1-2 മണിക്കൂർ അതിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് ഇറ്റ്. So I have like a counter question to ask, right? So you, because ഞാൻ അങ്ങനെ അധികം ടൂൾസിന് പേ ചെയ്യാത്ത മനുഷ്യനാണ്, ബട്ട് യു പേ ടൂൾസ് എ ലോട്ട്. അവിടെ യു ഫൈൻഡ് വർത്ത് ഇൻവെസ്റ്റ്മെന്റ് ആയ കാരണമായിരിക്കുമല്ലോ യു പേ ടു ടൂൾസ്, റൈറ്റ്? സോ ആ ഒരു മെന്റാലിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? സോ പേയിങ് ടൂൾസ് ഇസ് like normalize ആക്കാൻ പറ്റിയൊരു, because even I am also running a product company, so I want people to pay my tools. So ഞാൻ പേ ചെയ്തിട്ടുള്ള, but I want others to pay for me, right? So how that you normalize for other people also should start paying for tools for the products they like to use. എനിക്കതിന് നല്ലൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ബഡ്ജറ്റ് ഒന്നും നോക്കുന്ന ആളല്ല. കുറെ കാശുള്ളതുകൊണ്ടല്ല, ചെറുപ്പം മുതലേ കാശില്ലാത്തപ്പോഴും ഞാൻ അങ്ങനെ ബഡ്ജറ്റ് ചെയ്ത് ലൈഫ് ചെയ്യുന്ന ആളല്ല. പേഴ്സണൽ ഫൈനാൻസിന്റെ കാര്യത്തിൽ ഞാൻ വളരെ മോശമാണ്. പക്ഷെ എനിക്കത് വർക്ക് ആവുന്നുണ്ട് പേഴ്സണലി, അതുകൊണ്ട് ഞാനത് ഓക്കെ ആയിട്ട് എടുക്കുന്നു. പക്ഷേ ഞാനൊരു ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കിയിരുന്ന ചിലപ്പോൾ ഇതൊന്നും പേ ചെയ്യാതെ ആയിരുന്നേനെ തുടക്കത്തിൽ നിന്നിരുന്നത്. പക്ഷെ ഞാൻ സാലറി എടുക്കാറില്ല എന്ന പോലെ തന്നെ ബഡ്ജറ്റ് ചെയ്യാറില്ല. അപ്പം എൻ്റെ ചിലവുകൾ മുമ്പോട്ട് പോയെന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ വറി ചെയ്യാറില്ല സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ ശരിക്കും ആലോചിക്കുമ്പോൾ കാണുന്ന ബുക്കൊക്കെ വാങ്ങിച്ചാലും ഒരു മാസം ഒരു 10-20 ബുക്ക്, 20 ബുക്കിന് $5 വീതം നോക്കുകയാണെങ്കിൽ $100. ഒരു വർഷം $1000 മാറ്റി വയ്ക്കാനുണ്ട്. ഒരു വർഷം ഈ പറഞ്ഞ 70,000 രൂപ 80,000 രൂപ മാറ്റി വയ്ക്കാനുണ്ട്. നിങ്ങൾക്ക് എത്ര ബുക്ക് വേണമെങ്കിലും ചുമ്മാ ട്രൈ ചെയ്യാം. ഒരു ആർട്ടിക്കിൾ പോലെ ഡീൽ ചെയ്യാമെങ്കിൽ അത് നല്ലൊരു ഔട്ട്കം അല്ലേ. ഒരു വർഷമാണ് ഞാൻ പറയുന്നത്. നമുക്ക് കിട്ടുന്നതാണെങ്കിൽ 100-300 ബുക്കും ചുമ്മാ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം, ആദ്യത്തെ ചാപ്റ്റർ വായിക്കാം. അപ്പോൾ അത് സംബന്ധിക്കുമ്പോൾ അതൊരു വലിയൊരു ചിലവായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഞാൻ സത്യം പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കാറില്ല, അങ്ങനെ ചിലവിനെ കുറിച്ച് ആലോചിക്കാറില്ല. വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഒബ്വിയസ്ലി അതിനൊരു അത്രയും ചിലവുണ്ടെങ്കിൽ അല്ലെ ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ യു ഗെറ്റ് വാട്ട് യു പേ ഫോർ, റൈറ്റ്? ലൈക്ക് ഒരു കാരണം ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക് ഒരു പ്രൈസ് ഇടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിനുള്ള വാല്യൂ കിട്ടുന്നുണ്ടല്ലേ. ഇഫ് എനിത്തിങ് ഐ വുഡ് ലുക്ക് ഫോർ മോർ തിങ്സ്, മോർ ബ്യൂട്ടിഫുൾ യൂസ്ഫുൾ തിങ്സ് ടു പേ ഫോർ. ഞാൻ അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുള്ളൂ. And your കുറച്ച് ടൂൾസ്, റോം നോട്ട്സ് യു ആർ പേയിങ് ഇറ്റ്. what are the other tools you use? Maybe for buy me coffee ആണെങ്കിലും linear I think you may be using. അങ്ങനത്തെ കുറച്ച് ടൂൾസ് so that audience will also get. ഞാൻ അങ്ങനെ അധികം ടൂൾസ് ഒന്നും ഉപയോഗിക്കില്ല. വേണം ഫോണൊന്ന് ക്വിക്ക്ലി നോക്കാം. അപ്പോൾ പറയുമ്പോൾ ആക്ച്വലി കുറേ ടൂളൊക്കെ പെയ്ഡ് ആണ്. ഞാൻ ഇമെയിലിന് സൂപ്പർ ഹ്യൂമൻ ഉപയോഗിക്കുന്നുണ്ട്. സൂപ്പർ ഹ്യൂമൻ, ഓക്കെ. കമ്പനിയുടെ ചാറ്റൊക്കെ സ്ലാക്കിലാണ്, അതിലാണ് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇമെയിലിന് പേഴ്സണലി ഞാൻ ഹേവ് ഉപയോഗിക്കുന്നുണ്ട്. ചുമ്മാ ഒന്ന് അവരുടെ ഡിസൈൻ ഇഷ്ടമായതുകൊണ്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ ഓറ ഈ റിങ്ങും ഓറ ട്രാക്കിംഗ് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആണ്, എനിക്ക് ഇഷ്ടമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നോളും, നമ്മളതിനായിട്ടൊരു ഇൻ്റർഫേസിൻ്റെ ആവശ്യമില്ല, വല്ലപ്പോഴും പോയി നോക്കിയാൽ മതി. മെഡിറ്റേഷന് പണ്ടത്തെ ആ കാം എന്നുള്ള ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് ആക്ച്വലി ബ്രെയിൻ എഫ്എം ടൂൾ ഉണ്ട്, അത് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഐ തിങ്ക് ജിജോന്റെ ബെസ്റ്റ് ജിജോന്റെ ആക്സസ് നമുക്ക് ലോഗിനും പാസ്വേഡും തരും. എനിക്കൊന്നും ഇഷ്ടപ്പെടാനല്ലോ. 5 ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ജിജോന്റെ അക്കൗണ്ടിൽ. പണി പാസ്. എനിക്ക് ചിലവൊന്നും കൂടുന്നില്ലല്ലോ ഇതിൽ. യു സെഡ് യു യൂസിങ് ഓറ സ്ലീപ്പ് റിംഗ്, റൈറ്റ്? ഹൗ വാസ് ഈ മെന്റൽ ഹെൽത്ത്, സ്ലീപ്പ്, ഇതൊക്കെ റൈറ്റ് നൗ യു ആർ ലൈക്ക്
running a company, it's not an easy job, right? So അതെങ്ങനെയാണ്, how do you compartmentalize, or compartmentalize possible ആണോ? Or even one of the tweet I said, ഈ പറഞ്ഞ ആൻഡ്രൂ ചെന്നായിട്ട് ട്വീറ്റ് ഉണ്ടായിരുന്നു, ബിൽഡിംഗ് എ ambitious startup is zero sum game. It will take toll on your health, personal life, and pretty much everything. No two ways about it. Back in 2018 എഴുതിയതാണ്. So I'm just curious on how it has evolved, or is it still the same? അത് ഇപ്പോഴും സെയിം ആണ്. കാര്യം അംബീഷ്യസ് സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്ക് അതിനകത്ത് സ്ട്രെസ് ചെയ്യണം. കാരണം വെച്ചാൽ വളരെ വലിയ ഉദ്ദേശത്തോടെ തുടങ്ങുന്ന ഒരു പ്രൊഡക്റ്റിന് എന്തായാലും അത്രതായിട്ടുള്ള എഫേർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം തീർച്ചയായിട്ടും. അതിൽ ബലിയാടാക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് ആയിരിക്കാം, നമ്മുടെ റിലേഷൻഷിപ്പുകളായിരിക്കാം, അതിൽ കൂടുതൽ ഹെൽത്താണ്. അപ്പം സെലിക്സ് ഓർമ്മയുണ്ടാവും, പണ്ടത്തെ സംസാരങ്ങളൊക്കെ ഞാൻ രാവിലെ എണീക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. പണ്ട് നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ എല്ലാ ദിവസവും 4:30 എണീക്കും. 5:30 ആകുമ്പോൾ ഞാൻ ആ കോഫി ഷോപ്പിൽ പോയിരിക്കും. എന്നിട്ടൊരു 4 മണിക്കൂർ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എനിക്കൊരു 4 മണിക്കൂർ ഡീപ്പ് വർക്ക് കിട്ടുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു 5 വർഷത്തോളം ചെയ്തത്. ആ സമയത്ത് ബൈ മീ കോഫി സ്റ്റാർട്ട് ചെയ്തത് വരെ. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിരുന്നു. I would highly recommend if anyone's sort of starting a project or trying to focus. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് തീരെ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഉറക്കം നല്ലപോലെ ഉറങ്ങുന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഹാപ്പി ആയിട്ട് എടുക്കാൻ പറ്റും. അതേസമയം മോശമായിട്ട് ഉറങ്ങുന്ന ദിവസം എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് സ്ട്രെസ്ഫുൾ ആവും. എത്ര 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 നല്ലതായി പോയാലും നമ്മൾ കുറച്ചൊരു ഡൗൺ ആയിരിക്കും. അത് മാത്രമല്ല, അതിന് കുറേ സൈഡ് എഫക്ട്സ് കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോർട്ടിസോൾ ലെവൽ കൂടുന്നു, സ്ട്രെസ് ഹോർമോൺ ഇതാകുന്നു, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ വരെ ബാധിക്കും സ്ലീപ്പ് കുറയുകയാണെങ്കിൽ. സ്ലീപ്പിനെ ഞാനിപ്പോൾ സാക്രിഫൈസ് ചെയ്യാറില്ല. So current routine 9 മണിക്കൂർ കിടന്നുറങ്ങും. So current routine എങ്ങനെയാ? What time you wake up and what is that average day of a CEO? ഞാൻ രാവിലെ അലാറം എന്തായാലും വെക്കാറില്ല. അലാറം വെക്കുന്ന ഒരു പരിപാടിയില്ല കഴിഞ്ഞ 4 വർഷമായിട്ട്. കിടക്കുന്നത് 10 മണിക്ക് ചുമ്മാ കിടക്കാൻ നോക്കും, എന്നിട്ട് കിൻഡിൽ വായിച്ച് ഉറങ്ങാൻ നോക്കും. ആ സമയത്ത് വല്ല വർക്കിൻ്റെ കാര്യം ആലോചിച്ചാൽ ഉറക്കം പോകും. കാര്യം വിളിച്ച് നേരത്തെ പറഞ്ഞാൽ ശരിയാ. കാര്യം എനിക്ക് തോന്നുന്നു സിഇഒസിന് മാത്രമായിട്ടുള്ളൊരു യൂണീക്ക് കൺസേൺ ആണ്, ഫൗണ്ടേഴ്സിന് കൂടി ഇല്ലാന്ന് തോന്നുന്നത്. ദാറ്റ് എനിക്ക് തോന്നുന്നു അവരിലാണ് ഉത്തരവാദിത്തങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാ സ്ട്രെസ്സും അവരിൽ നിൽക്കുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും അവരിലേക്ക് എത്തുന്നുണ്ട്. കുറച്ച് സമാധാനക്കുറവ് കുറച്ച് കൂടുതലാണ്, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും രാത്രി. അത് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് ഒരിക്കലല്ല, എല്ലാവർക്കും ഉണ്ടത്. ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒരു ദിവസം എൻ്റെ ഒരു മെന്ററുണ്ട്, അൻകൂർ നാഗ്പാൽ എന്നാണ് പേര്, ടീച്ചബിളിന്റെ ഫൗണ്ടർ. ഈ ടീച്ചബിൾ 2 വർഷം മുമ്പേ പുള്ളി 250 മില്യൺ വിറ്റു. ഇപ്പം വേറൊരു പ്രൊജക്ട് വർക്ക് ചെയ്യാണ്. അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒബ്വിയസ്ലി അതെനിക്കും ഉള്ള കാര്യമാണ്. എപ്പോഴാണെന്നറിയാം എനിക്ക് മര്യാദയ്ക്ക് ഉറക്കം കിട്ടിയത്? ഞാൻ ടീച്ചബിൾ വിറ്റതിന്റെ പിറ്റേ ദിവസം. ടീച്ചബിൾ വിറ്റിട്ട് കഴിഞ്ഞ ശേഷം പുള്ളിക്ക് വരെ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ആൻഡ് അൻകൂർ ഇസ് ലൈക്ക് സൂപ്പർ സ്റ്റാർ ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, തോട്ടിലൊക്കെ. അപ്പോൾ അൻകൂറിന് ഞാനത് വിചാരിച്ചില്ല, പക്ഷെ എനിക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കുറേ സഫറിങ് ആണ് ഈ ഒരു പാർട്ട്. അപ്പോൾ കുറച്ചധികം ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഇല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ജീവിതം കോൺട്രിബ്യൂട്ട് ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ വേറെ കുറേ പാതകളുണ്ടല്ലോ. സംരംഭം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും അതിൻ്റെ നല്ല കാര്യങ്ങളെ വശങ്ങളെ പറയുന്നുള്ളൂ എന്ന് തോന്നുന്നു, പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ, അതാണ് നിങ്ങളുടെ ഉള്ളിലുള്ളെങ്കിൽ വേറെ ഒന്നും ചെയ്താൽ നിങ്ങൾ ഹാപ്പി ആവില്ല. വേറെ ഒന്നും ചെയ്താൽ ഹാപ്പി ആവില്ല. ഞാൻ എൻ്റെ ടീച്ചർ ഈ അടുത്ത് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ, എനിക്ക് ഓർമ്മയില്ലേ കാര്യം, എല്ലാവരോടും എഴുന്നേറ്റ് നിങ്ങൾക്ക് എന്താ ചെറുപ്പത്തിലാവേണ്ടതെന്ന് ചോദിച്ചു. ക്ലാസ്സിൽ എല്ലാവരെയും ഓരോരുത്തരും എണീപ്പിച്ചിട്ട്. അപ്പൊ എൻ്റെ എത്തിയപ്പോൾ ഞാൻ ഓൺട്രപ്രണർ എന്നാ പറഞ്ഞത്. ഞാൻ എവിടുന്ന വാക്ക് കേട്ടിട്ട് ആഗ്രഹത്തോടെ പറഞ്ഞതായിരിക്കും. ടീച്ചർ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ഈ ഒരു ഇൻസിഡന്റ് തന്നെ. സൂപ്പർ. എൻ്റെ മലപ്പുറത്ത് ടീച്ചർ. അപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിന് മുമ്പെയാണ് അത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇറ്റ് ഫീൽസ് ലൈക്ക് എൻ്റെ ഉള്ളിലുള്ളത് അതായിരുന്നു, അത് പുറത്തേക്ക് വന്നു. ഞാൻ എന്നോട് നീതി പുലർത്തിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്പെഷ്യലായിട്ടോ അല്ല ഞാൻ വേറെ ഒന്നും നോക്കിയല്ല, ആയിപ്പോയതാണ്. ഒരു കണക്കിന് നമ്മളെല്ലാവരും നമ്മളോട് പൂർണ്ണമായി നീതി പുലർത്തുന്നതാണ് നമ്മുടെ ബെസ്റ്റിലേക്ക് പോകാനുള്ളൊരു, അല്ലെ നമുക്ക് പറ്റാവുന്ന പോലെ ചെയ്യാനുള്ള ഒരു വഴിയെന്ന് തോന്നുന്നു. നമുക്ക് ശരിക്കും എന്താ വേണ്ടത് മനസ്സിലാക്കുക, അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ നോക്കുക. വിച്ച് ഇസ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? നമുക്ക് ശരിക്കും എന്താ വേണ്ടത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആൻഡ് അതിനെ ബയസില്ലാതെ കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനോട് കൈൻഡറാവുക, നമ്മളോട് തന്നെ കൈൻഡറാവുക. എന്നിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും, കുറച്ചുകൂടെ ജീവിതം സ്ട്രെസ്ലെസ് ആയിരിക്കും. നമ്മളല്ലാത്തൊരു കാര്യം നോക്കുമ്പോഴല്ലേ നമുക്ക് ഈ സ്ട്രെസ് വരുള്ളൂ. അതുമാത്രമല്ല, നമ്മളോട് നീതി പുലർത്തിയാലേ നമുക്കിത് കുറേ കാലം ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പോൾ അത് വേറൊരു
ഭാഗത്തേക്ക് പോയി. പക്ഷേ yeah. നൈസ്. പിന്നെ ഐ തിങ്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ്, ഞാൻ ഐ ബിൻ ഫോളോയിങ് യുവർ ബ്ലോഗ്സ് പണ്ട് തൊട്ട്. ഞാൻ ഐ തിങ്ക് മുമ്പ് മീഡിയത്തിലായിരുന്നില്ല, ഐ ഡോണ്ട് നോട്ട് ഷുവർ, മുമ്പ് മീഡിയത്തിലായിരുന്നു. Then അല്ലല്ല, മീഡിയം ഞാൻ ഈ പറഞ്ഞ 2021 22 എങ്ങാണ്ട് ചുമ്മാ വളരെ എളുപ്പം എഴുതാവുന്നതുകൊണ്ട് ഇട്ടതാ. അതിന് മുമ്പ് വേർഡ് പ്രസ്സിൽ എവിടെ ഹോസ്റ്റൽ ഞാൻ ഡിലീറ്റ് ചെയ്തു. പഴയ ആർട്ടിക്കിൾ കാണാൻ ബുദ്ധിമുട്ടാണ്. അന്ന് ഞാൻ വായിക്കായിരുന്നു. ദാറ്റ്സ് ഫോർ തിങ്. ഐ എം ലൈക്ക് സം കോർണർ ഓഫ് ദി വേൾഡ് ഐ വാസ് റീഡിങ് ദ ബ്ലോഗ്സ് യു ആർ റൈറ്റിംഗ്, റൈറ്റ്? സോ അതിൽ ഐ തിങ്ക് ദിസ് മൈറ്റ് ബി ദ ബിൽഡിംഗ് ബിക്കോസ് മേ ബി നോ വൺ എൽസ് വിൽ, റൈറ്റ്? വാട്ട് വാസ് ദ May 21 എഴുതിയതാണ് 2022. അതെ, സോ വാട്ട് വാസ് ദ തോട്ട് ബിഹൈൻഡ് ഇറ്റ്? അത് എനിക്ക് ആ ഐഡിയ വന്നത് ഇലോൺ മസ്കിന്റെ ഭാര്യ, ആദ്യത്തെ ഭാര്യ ജസ്റ്റിൻ മസ്ക് ഒരു പ്രസന്റേഷനിൽ ചുമ്മാ പറഞ്ഞതാണ്, നിങ്ങളുടെ വൈബ്രേഷനിൽ തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആരും അത് ചെയ്യുന്നു വരില്ല. അതാണ് ഏറ്റവും വലിയ റീസൺ ടു ഡു ഇറ്റ്. അങ്ങനെ എനിക്കത് ഭയങ്കര റെസനേറ്റ് ചെയ്തു. എൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം അത് പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് വളരെ സത്യമായിട്ട് തോന്നി. കാര്യം നമ്മൾ ചെയ്യാനുള്ള കാരണങ്ങൾ ആലോചിക്കുമ്പോൾ കാശും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തല്ലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കാശിന് വേണ്ടിയിട്ടായിരിക്കില്ല മിക്കപ്പോഴും നമ്മൾ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ എസെൻഷ്യൽ ആണ്, മീനിങ് ഫുൾ ആണ്, ഓൾ ഓഫ് ദാറ്റ്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ പല വേറെ രീതിയിലും പല കാര്യങ്ങൾ ചെയ്തതിനായിട്ട്, റൈറ്റ്? ക്യാഷിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും റീസണബിൾ വേ ടു ഡു ഇറ്റ് ഇസ് ടു ഇൻവെസ്റ്റ് ഇൻ ഇൻഡെക്സ് ഫണ്ട്സ് ഓർ സംതിങ് ആൻഡ് എക്സ്പെക്ട് ക്ലിയർ റിട്ടേൺ കിട്ടുമല്ലോ. ഒരു ഒരു സ്റ്റോക്ക് പിക്കറിനും ഇൻഡെക്സ് ഫണ്ടിന് വെയിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ടെക്നിക്കലി അതല്ല ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ക്യാഷ് സ്റ്റഡിയിൽ റിട്ടേൺ കിട്ടാനാണ് ഇൻഡെക്സ് ഫണ്ടിൽ ഇട്ടാൽ മതി. കമ്പനി തുടങ്ങാൻ പോകേണ്ട ആവശ്യം ശരിക്കും ഇല്ല. കമ്പനി തുടങ്ങാൻ വേറെ കുറച്ച് തലങ്ങളൂടെ ഉണ്ടല്ലോ. ഉള്ളിൽ നിന്നുള്ള ആഗ്രഹങ്ങളുണ്ട്, വേറെ കുറച്ച് ചിന്തകളുണ്ട്, നമ്മുടെ ഭാവിയിൽ എന്തോ കാര്യം കണക്കിലെടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാനുള്ള ഒരു കാരണം, ഒരു വലിയ കാരണം വേറെ ആരും ഇത് ഉണ്ടാക്കില്ല എന്നുള്ളൊരു വിഷമമായിരിക്കാം എന്നുള്ളത് പുള്ളിക്കാരത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ നമ്മളുടെ ഒരു 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 ഉൽപാദനം ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് അത് വേറെ ആരും ഉണ്ടാക്കില്ല. ചിലപ്പോൾ അതിന്റെ പാരലൽസിൽ അതിന്റെ വേറെ വേർഷനൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ പോലെ ഇരിക്കില്ല. നമ്മൾ ഉണ്ടാക്കിയ ഇത്രയും നല്ല പോലെ വേറെ ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാനും നിൽക്കില്ലായിരുന്നു. അല്ലേ? ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻ വേൾഡിൽ ഉണ്ടായിരുന്നു, നമ്മൾ എന്തിനാ വേണ്ടി ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യം. ചില സമയത്തൊക്കെ ഞാൻ പ്രൊജക്ട് ഇറക്കിയ ശേഷം അതിന്റെ ബെറ്റർ വേർഷൻ കണ്ടിട്ട് ഞാൻ ഇതിന് ചെയ്യേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, അതെ, ഗിഫ്റ്റ് ആപ്പ് അങ്ങനത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഇറക്കിയ ശേഷം അതിനേക്കാളും വളരെ നല്ലതായിട്ട് ഒരു പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ എന്തിനാ ചെയ്യണം, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇല്ലെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു ദൗത്യം. അതിൽ കുറെ സന്തോഷം കണ്ടെത്താണ്. അതാണ് അതിലൊരു കാര്യമാണത്. ആൻഡ് ചില കാര്യങ്ങളൊക്കെ നമുക്കേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ എടുക്കുമ്പോൾ, അതായത് നമ്മുടെ യുണീക്ക് സെറ്റ് ഓഫ് പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മൾ കടന്നുപോയ കാര്യങ്ങളും സ്കില്ലുകളും. അപ്പൊ എന്റെ കാര്യത്തിൽ അതായിരുന്നു ചെറുപ്പത്തില് റവന്യൂ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടിനെ പഠിച്ച കുറച്ച് കാര്യങ്ങള്, അതും മോണിറ്റൈസേഷനും എനിക്ക് ഗ്രോത്തിലുള്ള കുറച്ച് സ്കില്ല്, ഡിസൈനിന്റെ സ്കിൽസ്, ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടാവും. നമ്മുടെ പ്രത്യേകത കൊണ്ടല്ല, നമ്മുടെ ആ ഒരു കോമ്പിനേഷൻ ഓഫ് പ്രോബ്ലംസ് ആൻഡ് സ്കിൽസ് ആൻഡ് ജേർണിയാണ്. അപ്പൊ നമ്മുടെ കടമയും കൂടെയാണല്ലോ ഇത്. ഞാൻ ആ ആർട്ടിക്കിൾ പറഞ്ഞതായിരുന്നു, നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ഡ്യൂട്ടി കൂടെയാണ് നമ്മൾ ചെയ്യണം എന്നുള്ളത്. ലോകത്തിന് വേണ്ടിയിട്ടുള്ളത്, ലോകത്തിന് നമ്മൾ കൊടുക്കണം എന്നുള്ളത്. കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ അത് വലുതാവണോ വളരണോ ലോകം കീഴടക്കണം എന്നൊന്നും ഒരു ആലോചനയില്ല. ചുമ്മാ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും നാളെ വേറെ ആരെങ്കിലും വന്ന് ഇതിന്റെ ബാക്കി തുടങ്ങാൻ നേരത്ത് കാണും, ഇവിടെ ഒരാൾ ഇത് ചെയ്തു വെച്ചായിരുന്നു, അവിടെ ഒന്നെങ്കിൽ ഇത് വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് പ്രോപ്പർലി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തു ഈ ഒരു പ്രശ്നം മാറ്റി ചെയ്ത് ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും, നേരിച്ച് അയാൾ ബാക്കി ചെയ്യുമായിരിക്കും. അങ്ങനെ നമ്മുടെ ആ ഒരു വിഷൻ വേറൊരാൾ വഴിയെങ്കിലും നമ്മൾ നാളെ ലോകത്ത് കണ്ടേക്കാം. വിച്ച് ഇസ് എ ഫാസിനേറ്റിംഗ് തോട്ട്. അതാണ് ആ ആർട്ടിക്കിളിൽ പറയാൻ ശ്രമിച്ചൊരു കാര്യം. ഇത് ആക്ച്വലി ടോട്ടലി റിലേറ്റബിൾ ആണ്. When you were saying it, I was like walking through a memory lane, right? The invite train clubhouse and me becoming top 10 creator. അതൊക്കെ happen because ഈ പറഞ്ഞ പോലെ say I went to the same thing as well. Like no one was doing. I had the right set of things to make it happen, but അങ്ങനത്തെ പ്രൊഡക്റ്റ് ആരും ഉണ്ടായി ചെയ്തിട്ടില്ല. invite train was I was the first guy in internet who did it. അതെ, അത് ഞാൻ ഇന്ററപ്റ്റ് ചെയ്യല്ല. പക്ഷെ ഫെലിക്സ് ആ സമയത്ത് ബൈമി കോഫിലെ ടോപ്പ് ക്രിയേറ്റർ ആയിരുന്നു കുറെ ആഴ്ചകളോളം. ഞങ്ങളുടെ ടീം മൊത്തം കാണുന്നുണ്ടായിരുന്നത്. ആൻഡ് എനിക്കൊന്ന് പ്യൂർ വർക്ക് എത്തിക്കാണ്. കാര്യം ആദ്യത്തെ കാര്യം വർക്ക് ചെയ്തില്ലല്ലോ, രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ചെയ്തപ്പോഴാണ് അത് വർക്ക് ചെയ്തത്. പിന്നെ അത് ട്വിറ്ററിലൊക്കെ ട്രെൻഡിങ് ആയി വളരെ വൈറലായി പോകുന്ന ഒരു കാര്യം ഉണ്ടാക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നത് പ്യൂർ വർക്ക് എത്തിക്കും. പിന്നെ ഫെലിക്സ് എന്തോ കാണുന്നുണ്ടായിരുന്നു, വേറെ ആരും കാണാത്തത്. അതങ്ങനെ ചെയ്യാന്നുള്ളതാണ്. പിന്നെ എക്സിക്യൂഷനിലും ആദ്യത്തെ പ്രാവശ്യം ശരിയാവണമെന്നില്ല, രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ശരിയായി. എല്ലാം കൂടെ ചേർന്ന് തുടങ്ങിയപ്പോഴായിരിക്കും ആ സക്സസ്ഫുൾ ആയിട്ട് പറ്റിയത്. ബാക്കി മാർക്കറ്റ് നമ്മൾ റിവാർഡ് ചെയ്യുന്നുണ്ടോ, കാശുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്.
സൈഡ് എഫക്റ്റുമാണ്. ജിജോനെ പിന്നെ ഞാൻ പരിചയപ്പെടുന്നത് പ്രൊഡക്ഷനിൽ എന്താ പറയുക, വൺ ഓഫ് ദ മോസ്റ്റ് അപ്വോർട്ടഡ് പ്രൊഡക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്തത് ഫ്രം യു ആർ ദ വൺ ഹു മൾട്ടിപ്പിൾ ടൈംസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അപ്പോൾ ബൈ മീ കോഫി വാസ് ഹാസ് അറൌണ്ട് 5,400 upvotes and it got the Golden Kitty Awards as well. Product of the Week, Product of the Month. Then BioLink, similar story, Golden Kitty Awards 2022. Then Watt Trends as well, like 6 years back, Product of the Day ആയിട്ടുണ്ട്, 5,000 supports. അപ്പോൾ ഇതിൽ യു ഹാവ് ലൈക്ക് ക്രാക്ട് അപ്പ് സം പ്ലേ ബുക്ക് ടു ലോഞ്ച് ഓൺ പ്രൊഡക്റ്റ് ആൻഡ്. അപ്പോൾ ഈ കുറെ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വരുന്നത് വെൻ ദേ ആർ ലോഞ്ചിങ് ഓൺ പ്രൊഡക്റ്റ് ആൻഡ്. ദെൻ പ്രൊഡക്റ്റ് ആൻഡ് മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് വി ആർ റൈറ്റ് നൗ ടോക്കിംഗ് അബൌട്ട് ലോട്ട് ഓഫ് അതർ തിങ്സ് ആസ് വെൽ. അപ്പോൾ സോ ഐ എം just people who have some ideas or products, then they're launching on product and how can they crack it? What are the ways they could? What's the playbook? What's the playbook? പ്രൊഡക്റ്റ് ഹണ്ടിന്റെ പ്ലേ ബുക്കിനേക്കാളും ലോഞ്ചിങ്ങിന്റെ ഒരു Yeah, that's much better. ലോഞ്ചിങ്ങിന്റെ ഒരു പ്ലേ ബുക്ക് എന്ന് വെച്ചാൽ, ഒന്നാമതേ ലോഞ്ചിങ്ങിന്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ, ഒരു ഡേറ്റ് വെച്ച് ആ ദിവസം നമ്മളെല്ലാവരും അറിയിക്കാമെന്നുള്ളൊരു ഡേറ്റ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ എൻ്റയർ ടീം അങ്ങ് അലൈൻഡ് ആവുകയാണ് ഈ പരിപാടിയിൽ. ആ ദിവസവും നമ്മളുടെ മനസ്സിൽ കാണുന്ന ഒരു വിഷനും. അപ്പോൾ ആ ഒരു ചിന്തയുടെ ആ ഒരു വിഷന്റെ പൂർത്തീകരണം സംഭവിക്കുന്നതിന് മുമ്പേ, എന്നിട്ട് നമ്മൾ മൊത്തം ഒരു 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 പാത ഉണ്ടാവണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ലൈക്ക് ഒരു റോഡ് മാപ്പ്, ലൈക്ക് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണെന്നുള്ളത് ഇതിൽ. അതിൽ ആ പൂർണ്ണത ഫുള്ളായിട്ട് എത്തിയില്ലെങ്കിൽ നമ്മളൊന്നും ഹാപ്പി ആയിരിക്കില്ല ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മളൊരു ചുമ്മാ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ബീറ്റ വേർഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ് ഇല്ല. ബട്ട് വെൻ നമ്മൾ ആ ലോഞ്ചിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വൺ ഓഫ് എ കംപ്ലീറ്റ് പ്രൊഡക്റ്റ്, പൂർണ്ണമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നോക്കുമല്ലോ. അതാണ് അതിൻ്റെ ഒരു എക്സൈറ്റിംഗ് പാർട്ട്. ഈവൻ റിസൾട്ടിനേക്കാളും കൂടുതൽ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നതാണ് ലോഞ്ച് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ പോലും. സക്സസ് ആവാൻ റിപ്പീറ്റഡ്ലി ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഹണ്ടിൽ ടോപ്പ് ആവാനും ലോഞ്ചുകൾ നന്നായി പോയി. ഹാക്കർ ന്യൂസിലാണെങ്കിലും 2-3 പ്രൊഡക്റ്റുകൾ നമ്പർ 1 ആയി. എല്ലാ 3 പ്രൊഡക്റ്റും ഇനീഷ്യലി തന്നെ ഫസ്റ്റ് ദിവസങ്ങളിൽ തന്നെ ട്വിറ്ററിലാണെങ്കിലും കുറേ വൈറലായി. അങ്ങനെ ഒരു ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കുറച്ച് ചെക്ക് ലിസ്റ്റുകളുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, റൈറ്റ്. ഒന്ന്, പ്രൊഡക്റ്റ് വളരെ സിമ്പിൾ ആയിരിക്കണം. കാര്യം നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടാക്കുന്നു, എത്രത്തോളം നമ്മൾ ഫ്ലോർ ഉയർത്തുന്നോ അത്രത്തോളം കയറി വരാൻ ബുദ്ധിമുട്ടാവുന്നു അല്ലേ ഒരു യൂസറിന്. അപ്പോൾ എത്രത്തോളം സിമ്പിളർ ആക്കുകയാണ് അത്രയും ഇതാണ്. ഞങ്ങൾ പറയാറുള്ളൊരു വാക്കുണ്ട്, ലോ ഫ്ലോർ ഹൈ സീലിംഗ്. ഫ്ലോർ വളരെ താഴ്ത്തി വെക്കുക, എന്നിട്ട് പതുക്കെ സീലിംഗ് ഉയർത്തുക. ലോ ഫ്ലോർ ആസ് ഒരു പേജ് തുടങ്ങാനോ അക്കൗണ്ട് തുടങ്ങാനോ ചെയ്യാനോ, അതുകൊണ്ടൊരു ബേസിക് ഒരു ഉപകാരം ഒരു യൂസറിന് കിട്ടാൻ വളരെ എളുപ്പമാക്കി വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ അഡീഷണൽ കാര്യങ്ങൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഹൈ സീലിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ബൈ മീ കോഫി ആണെങ്കിൽ ആദ്യം ഒരു പേജ് തുടങ്ങി ഒരു സപ്പോർട്ട് വാങ്ങിക്കാം. പക്ഷെ പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തുടങ്ങാം, ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം ബൈ മീ കോഫിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസസ് വിൽക്കാം, ഒരു ക്രിയേറ്ററായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഹൈ സീലിംഗ് ഉണ്ടാക്കുകയാണ്. പക്ഷെ അതേസമയം ഫ്ലോർ ഉയർത്തി എന്ന് വിചാരിച്ചോ, നിങ്ങളൊരു ഷോപ്പ് തുടങ്ങണം, ബൈ മീ കോഫി ഉണ്ടാക്കണം എന്നാക്കിയിരുന്നെങ്കിൽ അവിടെ തന്നെ ഒരു 90% ആൾക്കാരെ ഞങ്ങളെ പിന്തിരിപ്പിക്കേണ്ടി വന്നേനെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിലുള്ള റിക്കറിംഗ് തീം വളരെ സിമ്പിളാണ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അതിൻ്റെ ലോ ഫ്ലോർ ഹൈ സീലിംഗ് കോൺസെപ്റ്റ് ഞങ്ങൾ നോക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലുമൊക്കെ ഒരു വൈറൽ എലമെന്റ് ആ പ്രൊഡക്റ്റിലുണ്ട്. അത് പേരിൽ തന്നെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ബയോലിങ്ക് ആണെങ്കിലും ബൈ മീ കോഫി ആണെങ്കിലും വാട്ടർസ് ആണെങ്കിലും പേര് തന്നെ ബ്രാൻഡുണ്ട്. അപ്പോൾ അതെല്ലാത്തിലും നോക്കിയിട്ടുണ്ടായിരുന്നു, ഡൊമെയിനിലൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺലൈൻ സംരംഭം എന്ന് വെച്ചാൽ അതിന്റെ റിയൽ എസ്റ്റേറ്റ് ആണ് ഈ ഡൊമെയിൻ. അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡൊമെയിൻ. അത് മാത്രമല്ല അതിന്റെ ബ്രാൻഡിങ് കൂടാണ് ഡൊമെയിൻ. അതിനെ വിളിക്കുന്ന പേരും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും. ഇപ്പൊ ഒരു ജ്വല്ലറി ഷോപ്പ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ അതിന്റെ റിയൽ എസ്റ്റേറ്റ് മാറി. പക്ഷെ ഇതിനെ വിളിക്കുന്ന പേരും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും എല്ലാം ഒന്നായതുകൊണ്ട് അതിന്റെ പ്രാധാന്യം എത്ര പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻസ് പറയാൻ പറ്റില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡൊമെയിന് ഞങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, ബ്രാൻഡിങ്ങിന് ഹൈ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ഞങ്ങളുടേതായ ചെക്ക് ലിസ്റ്റുകളുണ്ട്. ആൻഡ് പിന്നെ ഡിസൈൻ, ഒബിയസ്ലി ഞാൻ പറയാറുള്ള പോലെ തുടക്കവും അവസാനവും പ്രൊഡക്റ്റുകളെല്ലാം സംഭവിക്കുന്ന ഡിസൈനിലാണ്. ഡിസൈനറിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് ആദ്യത്തെ ഒരു വേർഷൻ വരുന്നത്. ഡിസൈനർ ഇത് ശരിയായി എന്ന് തോന്നുമ്പോഴാണ് ഞങ്ങൾ പ്രൊഡക്റ്റ് നിർത്തുന്നത്. അതുവരെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു ഡിസൈൻ, ഇതൊക്കെയുള്ള ഒരാൾക്ക് വേണ്ട, ഒരാൾക്കൊരു ഭംഗിയുള്ള കാര്യം കണ്ടാൽ അതിൽ ഭംഗി കാണാൻ പറ്റുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചെക്ക് ലിസ്റ്റുകൾ ഫോളോ ചെയ്തെന്നുള്ള മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു ഹാക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഇറക്കുമ്പോൾ എല്ലാവരും ഉടനെ അറിയിക്കുക എന്നുള്ള കാര്യമുണ്ട്. ഒരു ആദ്യത്തെ മണിക്കൂർ തന്നെ ഞങ്ങൾ എല്ലാവർക്കും ഇമെയിൽ അയക്കും. ഇപ്പോൾ ബൈ മീ കോഫിയിലാണെങ്കിൽ 1.5 മില്യൺ ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ബയോലിങ്കിലാണ് അത്ര തന്നെ ഉണ്ട്, 1 മില്യൺ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അല്ലാണ്ട് കുറേ ലിസ്റ്റുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഞങ്ങൾ അറിയിക്കും.
എന്നുള്ള മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മാർക്കറ്റിന് വിട്ടു കൊടുക്കുകയാണ്. അപ്പം എല്ലാം സക്സസ്ഫുൾ ആയിട്ടില്ല. ചില കാര്യങ്ങളാണല്ലോ ഈ ഫുൾ ആയിട്ടുള്ള ഈ വൺ സെൻട്രൽ വിഷൻ ചുറ്റും നല്ലൊരു പ്രൊഡക്റ്റ് ആവുന്നത്. അത് സക്സസ്ഫുൾ ആയി വരുന്നത് കാണാറുണ്ട്. Yeah. ഇങ്ങനത്തെ സിമിലർ ചെക്ക് ലിസ്റ്റ് ആൾക്കാർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ they can at least some തീർച്ചയായും. Yeah. 100%. ഇതിലെനിക്ക് you said domain, right? I think Mm. I personally know you spend a lot of money on buying domains. അതെ. Probably കുറെ domains ഒക്കെ പൊടിയായിട്ടിരിക്കുന്നുണ്ട്. കുറെ. So I'm just curious on the is there a number you could place on the like total amount you spend for domains? വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. പക്ഷെ കുറെ ഡൊമൈനിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ ഡൊമൈൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. Right. പിന്നെ നമ്മളൊരു Do you regret it or something or like? ഒരിക്കലുമില്ല. റിഗ്രറ്റ് ചെയ്യുന്നത് വെച്ചാൽ ചില ഡൊമൈൻസ് ഒക്കെ ആയിട്ടില്ല. അപ്പോൾ മനുഷ്യന് തോന്നുന്ന ഒരു റിഗ്രറ്റ് ഉണ്ടായേക്കാം. Okay. അല്ലേ? അത്രേ ഉള്ളൂ. റിഗ്രറ്റ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണല്ലോ. പക്ഷേ ഇനിയും ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്യും. Okay. അടുത്ത പ്രൊജക്റ്റ് വരുമ്പോൾ നല്ലൊരു പേര് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ ഞാനത് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം ഒരു പ്രൊജക്റ്റിൽ ഒരു എമൗണ്ട് അലോക്കേറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. Right. ഒരു പ്രൊജക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സമയമൊക്കെ ഉൾപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഒരു വർഷത്തേക്ക് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയൊരു വലിയൊരു എമൗണ്ട് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ 10% ഡൊമൈൻ മാറ്റിവെക്കുന്നത് തെറ്റ് കാണുന്നില്ല, അല്ലെങ്കിൽ 20% ഡൊമൈൻ മാറ്റി തെറ്റ് കാണുന്നില്ല. അപ്പോൾ ഇഫ് യു പുട്ട് എ നമ്പർ ഇൻടു ദാറ്റ് ഫോർ ദാറ്റ് പ്രൊജക്ട്, ഇതാണ് ഞാൻ അലോക്കേറ്റ് ചെയ്യാൻ പോകുന്ന റിസോഴ്സ് ഫോർ ദിസ് പ്രൊജക്ട്. അതിന്റെ ഒരു 20% ആ പേരിന്, എല്ലാവരും വിളിച്ചത് അറിയപ്പെടാൻ പോകുന്ന പേരിന്, ഈ പ്രൊജക്ട് സക്സസ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേരിന്. ഫോർ എക്സാമ്പിൾ ബൈമി കോഫിയും ബയോലിങ്കും ഒക്കെ ആ പേരിന് വലിയ ഘടകമായിരുന്നു സക്സസ്ഫുൾ ആവാനുള്ളത്. Correct. Yeah. അപ്പൊ അതിന് 20% സ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റ് തോന്നുന്നില്ല. റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ശരിക്കും ഇൻഡിവിജ്വൽ കേസിൽ അതെ. Okay. പക്ഷെ ഞാൻ ഇനി ഇത് ചെയ്യും. And I would recommend it as well. Interesting. So, you want to talk anything more about the domains? I think. ഇല്ല, അങ്ങനൊന്നുമില്ല. നിങ്ങൾക്ക് കുറെ നല്ല പേരുകള് ലൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ പറഞ്ഞ ഈ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ പേരിന്റെ പേരിൽ ഓവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വർക്ക് ചെയ്യില്ല കേട്ടോ. ഇപ്പം brew.com ഡൊമൈൻ അതൊരു വലിയ ചിലവുള്ളൊരു ഡൊമൈൻ ആയിരുന്നു. $500,000+ ഒക്കെ ഉള്ള കോസ്റ്റ് ഉള്ളൊരു പരിപാടിയായിരുന്നു അത്. പക്ഷെ ഞങ്ങളത് ബൈമി കോഫി എന്നുള്ള പേര് മാറ്റിയ ബ്രൂ ആക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഒരു സമയത്ത്. അതെ, ഞങ്ങളൊരു വർഷത്തോളം ആലോചിച്ചു, മാറ്റാൻ തന്നു. ബ്രൂ ഹൗസോ അങ്ങനെന്താ സംഭവം? കോഫി ഹൗസ് ഉണ്ടായിരുന്നു ആദ്യം, പിന്നെ ബ്രൂ എന്നുള്ളത് ആക്കാൻ നേരം. കാര്യം ബൈമി കോഫി എന്നുള്ള വലിയ പേരാണ്, ഇവിടെ എന്റെ കോണ്ടന്റ് വെക്കണം എന്നുള്ള ഒരു ആൻസൈറ്റി ഒക്കെ. പക്ഷെ സംഭവിച്ചെന്താ വെച്ചാൽ എല്ലാവർക്കും ബ്രൂ എന്ന് കേട്ട് അവർ മറക്കുന്നു, ബൈമി കോഫി എന്ന് കേട്ടാലും മറക്കാറില്ല. കാര്യം ഒന്നുമില്ല, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആ പേരിൽ എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ്നെസ് ഉണ്ട് വിച്ച് പീപ്പിൾ വാണ്ട് ടു ഫോളോ ത്രൂ. എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അതിൽ ആ പേര് ഉണ്ടാക്കുന്നുണ്ട്. അത് മറ്റൊന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ ഇത്രയും ചിലവുള്ളൊരു പേര് പോലും ഇതിനേക്കാൾ നന്നായി വന്നില്ല. അപ്പോൾ നമ്മൾ സത്യാവസ്ഥ ആലോചിക്കണം, നമ്മളോട് സത്യസന്ധത പുലർത്തണം. ശരിക്കും ഈ കാണുന്ന പ്രീമിയം ഡൊമൈൻ അല്ല ഈ പേര് ശരിക്കും നമുക്ക് വേണ്ടതാണോ, നമ്മുടെ നല്ലതാണോ എന്നുള്ള കാര്യം ചോദിക്കണം. തീർച്ചയായിട്ടും ആണെങ്കിൽ അത് ന്യായമായിട്ടുള്ളൊരു വില കൊടുത്ത് എടുക്കുന്നതിൽ നല്ലൊരു കാര്യമായിരിക്കും. നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡൊമൈനിൽ കുറേ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം giftapp.com, 111.com. ഷെയർ ചെയ്യാൻ പറ്റുമോ? ഐ തിങ്ക് ബയോലിങ്ക് ഐ തിങ്ക് $32,000 അക്വയർ ചെയ്തത്. ഗിഫ്റ്റ് ആപ്പ് ആൻഡ് 111. ഗിഫ്റ്റ് ആപ്പ് ഐ തിങ്ക് വാസ് ലൈക്ക് 10K റേഞ്ച് ആയിരുന്നു. USD അല്ലേ? USD. ബ്രൂ ആണ് വളരെ എക്സ്പെൻസീവ് ആയത്. ബൈമി കോഫി എനിക്ക് തോന്നുന്നത് വാങ്ങിച്ചത് £1,500 എങ്ങാണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് വലിയ എമൗണ്ട് ആയത്. വേറെ എൻ്റെ റെന്റ് ചെയ്യുന്നൊരു എപ്പോഴും വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ പറയാം, ആ സമയത്ത് എൻ്റെ റെന്റ് ചെയ്യേണ്ട എമൗണ്ട് മാറ്റി വെച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ എൻ്റെ ആ സമയത്ത് ഗേൾ ഫ്രണ്ട് നൗ വൈഫ് ഞെട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം എന്ത് ചെയ്യുന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. പക്ഷെ അത് ഭയങ്കര നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി. പിന്നെ ഈ അടുത്ത് ഞങ്ങളൊരു പേഴ്സണലി ഒരു സൈഡ് പ്രൊജക്ട് ചെയ്യുന്നത് ഉണ്ട്. ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എവിടെയും. വോയിസ് നോട്ട്സ് എന്നാണ് എൻ്റെ ഒരു പേര്, voicenotes.com. ചിലപ്പോൾ ഈ പോഡ്കാസ്റ്റ് വരുമ്പോഴത്തേക്ക് അത് ചിലപ്പം പ്രൊഡക്റ്റ് ലൈവ് ആവും. നോക്കട്ടെ. അതെ, ഇപ്പോഴത്തെ ലാൻഡിംഗ് പേജ് ഒന്നും അത്ര കാണാൻ കൊള്ളാവുന്നൊരിതല്ല. പക്ഷെ അത് ഞങ്ങൾ ചുമ്മാ 2 മാസം മുമ്പ് ലൈഫിലൊരു വലിയ ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഞങ്ങൾ 3 പേരും, ബൈമി കോഫിയുടെ ഫൗണ്ടേഴ്സ്, ഞാനും എൻ്റെ വൈഫ്/co-founder അലീഷ്, പിന്നെ എൻ്റെ ബ്രദർ/co-founder ജോസഫും കൂടെ, ഞങ്ങൾ 3 പേരും മാത്രം ചെയ്തതാണ്. അപ്പോൾ ജോസഫാണ് അതിൻ്റെ ഡിസൈനൊക്കെ ഉള്ളിലൊക്കെ ചെയ്ത് വരുന്നത്. കുറച്ച് ഫ്രണ്ട് എൻഡും ജോസഫ് ചെയ്തു, അലീഷയാണ് ഫ്രണ്ട് എൻഡും കുറച്ച് ബാക്ക് എൻഡ് കോഡിങ് ചെയ്തത്. ഞാൻ അതിൻ്റെ ഹോസ്റ്റിങ്, കുറച്ച് ബാക്ക് എൻഡ് വർക്കുകൾ, GPT, ഭാഗത്തുള്ള എല്ലാ ബാക്ക് എൻഡും ഞാൻ തന്നെ ചെയ്തു. കാര്യം എനിക്കത് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോമിന്റെ കാര്യം, ജേർണലിന്റെ കാര്യം പറഞ്ഞല്ലോ. സോ മിക്ക വർക്ക് എഴുതാനുള്ള മടി കാരണം അവരെ ചെയ്യാതിരിക്കുന്നത്. അത് 1 ക്ലിക്കിൽ ഇങ്ങനെ വോയിസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. എന്നിട്ട് നല്ലപോലെ ഇപ്പൊ
ട്രാൻസ്ക്രിപ്ഷൻ വളരെ ഭേദമായി. വോയിസ് ടു ടെക്സ്റ്റ് വളരെയധികം ഇമ്പ്രൂവ് ആയി AI കാരണം. ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ടാക്കിയാലും ഒക്കെ അവർ പങ്ക്ച്വേഷൻ ഒക്കെ റെഡിയാക്കി എല്ലാം ക്ലിയർ ആക്കി വെക്കും. ആൻഡ് ദെൻ യു ക്യാൻ ആസ്ക് ഇറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഇട്ട് പോയാൽ മതി. അടുത്ത ആഴ്ച ചോദിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ആലോചിച്ചില്ല ഏറ്റവും വലിയ ആൻസൈറ്റി എന്തായിരുന്നു എൻ്റെ. ഞാൻ ആലോചിച്ച എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി എന്തെങ്കിലും ആലോചിച്ചായിരുന്നു. ഞാൻ ബൈമിയോഗ്രാഫിനെ കുറിച്ച് ഞാൻ വല്ലതും എഴുതിയായിരുന്നു. ഞാൻ ഒരു കാര്യം ആലോചിച്ചിട്ട് പിന്നെ ഞാൻ പറയാതിരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. ദ വേൾഡ് ഇസ് വോയിസ്ഡ്. സോ ഇറ്റ്സ് ലൈക്ക് ChatGPT ബട്ട് ഫോർ യുവർ പേഴ്സണൽ ലൈഫ്. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കോണ്ടെക്സ്റ്റുമാണ്. ഞങ്ങൾ വിചാരിച്ചു വെച്ചാൽ ഇതൊരു വലിയൊരു കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനേക്കാൾ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കമ്പനി ആയിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ വെച്ച് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? കുറച്ചുകൂടെ ഫേസ് കാണിച്ചിട്ടുള്ള കമ്പനി. അതായത് ഫേസ്ബുക്ക് ഇറക്കുവോ അല്ലെ വേറെ ആരെങ്കിലും ഗൂഗിൾ ഇറക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപയോഗിക്കാനായി മടിയായിരിക്കും. കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ് അവിടെ പോകുന്നത്. ഇത് ഫുള്ളി എൻക്രിപ്റ്റഡ് ആയി സെക്യൂരിറ്റി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. വേറെ ആർക്കും കാണാൻ പറ്റില്ലാത്ത രീതിയിൽ സേഫ്റ്റി ഫസ്റ്റ് ആയിട്ട്. പക്ഷെ എന്നാലൊട്ട് നമ്മുടെ ഒരു ജേർണലിങ് വളരെ ഈസിയർ ആക്കുക. അത് ഈ പറഞ്ഞ പോലെ ലോ ഫ്ലോർ ആക്കി വെക്കുക. ബാക്കിയെല്ലാം AI മാജിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതൊന്നും കാശിന്റെ ഉദ്ദേശത്തോടെ അല്ല കേട്ടോ. അതിനകത്ത് കണ്ടില്ലേ പ്രൈസിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് ഫ്രീ യൂസേഴ്സിനെ ഒഴിവാക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. കാര്യം ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്പാമും അതിനെ ഡീൽ ചെയ്യേണ്ടി വരും. മറ്റേതാണ് ഞങ്ങള് ഇതിന് വാല്യൂ കാണുന്ന കുറച്ച് പേരെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്നൊരു വരുമാനം ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഇതൊരു ഇൻവൈറ്റ് ഓൺലി ആക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പക്ഷെ അതൊരു വീക്കെൻഡ് പ്രോജക്റ്റ് മാത്രമാണ്. ചിലപ്പോൾ ഇറക്കിയെന്നും വരില്ല, ചിലപ്പോൾ ഇറക്കും. ഏതായാലും ഇതിന് ഡൊമൈൻ $23,000 $25,000 ആയി. അതിലെ ഒരു വിഷമം എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ പേഴ്സണൽ ചെയ്തുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ആഫ്റ്റർ ടാക്സ് സാലറി എന്ന് വരേണ്ടി വരുന്നത് ഞങ്ങളുടെ 3 പേരുടെയും വന്നു. അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. പക്ഷെ എനിക്കത് നമ്മളൊരു കാര്യം ചെയ്യാം. ഞാൻ പോയി ഈ പ്രൊജക്റ്റിന് ഞാൻ അലോക്കേറ്റ് ചെയ്ത കാര്യം ഞാൻ പറയാം. $100,000 ആണ് ഞാൻ ഇതിന് എന്റെ റിസോഴ്സ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തത്. ബിക്കോസ് എന്റെ സമയം വരുന്നുണ്ട്. ഞാൻ 1 മണിക്കൂർ ചിലപ്പം എന്റെ വീക്കെൻഡുകളൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിന്റെ ഒരു 25% ഞാൻ ഡൊമൈനിൽ എന്റെ പേരിന് കൊടുത്തതെങ്കിൽ അത് വലിയ തെറ്റ് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു അസ്വാഭാവിക അതിനകത്ത് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വന്നു, ഓക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ. ദെൻ വാട്ട്സ് ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് സ്റ്റെപ്സ് ടു മേക്ക് ഇറ്റ് ഇൻ എ റിയൽ പ്രൊഡക്റ്റ്? മേ ബി ഡിസൈൻ ചെയ്യുന്ന ഇതായിരിക്കാം. സ്കെൽട്ടണൽ വ്യൂ ഓഫ് ഹൗ തിങ്സ് വർക്ക്. എങ്ങനെയാണ് ആദ്യം ഒരു ഐഡിയ വന്നിട്ട് അത് പ്രൊജക്റ്റ് ആവുന്നുള്ളത്? ആദ്യം എഴുത്തിലൂടെയാണ്. ആദ്യം എഴുതി ഉണ്ടാക്കുകയാണ്. എഴുതി ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ചുപേരെ കാണിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണുള്ളത്. അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക, ഇതാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ള കാര്യമോ അല്ലെ എന്തുകൊണ്ട് എക്സൈറ്റഡ് ആക്കിയ കാര്യങ്ങൾ എഴുതി വയ്ക്കും. ഞാനൊരു പ്ലേ ബുക്ക് കൂടെ ഫോളോ ചെയ്യുന്നില്ല. ആ എഴുത്ത് ഇവിടെ എൻ്റെ ബ്രദറിനെയും ജോസഫിനെയും അലീഷനെയും കാണിക്കുകയില്ല. അവർ എക്സൈറ്റഡ് ആയി, കുറച്ച് ഫ്രണ്ട്സിനെ കാണിച്ച് എക്സൈറ്റഡ് ആയി. എന്നിട്ട് ആദ്യം ഞാനും ജോസഫും കൂടെ ഡിസൈൻ ചെയ്തു. ഇപ്പൊ ജോ ഡിസൈനറാണ്. ജോ ബയോഗ്രഫിയൊക്കെ ഒരുവിധം ഡിസൈൻ ചെയ്ത ജോയാണ്, ബയോലിങ്ക് ഒക്കെ. അപ്പോൾ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് എക്സൈറ്റഡ് ആയി. ഈ പുറത്ത് കാണുന്ന ഈ ലാൻഡിംഗ് പേജ് അല്ലട്ടോ, ഇത് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ചുമ്മാ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉള്ളിൽ കാണുന്ന ആ പ്രൊഡക്റ്റ് വളരെ സിമ്പിളാണ്. വോയിസിന് പ്ലേ ചെയ്യാനുള്ള ഒരു ചെറിയ ബട്ടണേ ഉള്ളൂ. ഉള്ളിൽ ടെക്സ്റ്റ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഉള്ളിൽ സെർച്ച് ഫോക്കസ്ഡ് ആണ്. പിന്നെ വളരെ സിമ്പിളാണ്. ഇറ്റ് ഹാസ് ടു ബി റിയലി സിമ്പിൾ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഫീച്ചറും ആ സെറ്റിംഗ്സ് ഐക്കണ്ട ഉള്ളിലേക്ക് എല്ലാം പോയിരിക്കുന്നു. ഒന്നും ഇവിടെ കാണില്ല, ഇവിടെ എല്ലാം പ്ലെയിൻ ആണ്. ഇറ്റ്സ് ലൈക്ക് യുവർ ഡേ ഷുഡ് ബി എംപ്റ്റി ആൻഡ് ക്ലീൻ. ദാറ്റ്സ് ഹൗ യു ഷുഡ് സ്റ്റാർട്ട് യുവർ ഡേ. ഒന്നും എൻഫോഴ്സിങ് ആവരുത് പുറത്തുനിന്നുള്ളത്. അപ്പോൾ ആ ഡിസൈൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടെ ഇഷ്ടമായി. പക്ഷെ ഇതൊന്നും നമുക്ക് ലോകത്ത് കാണേണ്ട കാര്യം ഉണ്ടാക്കുന്ന അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അത് ഞാനിതുവരെ വേറെ ആരും ഉണ്ടാക്കുന്ന കണ്ടില്ല. 1-2 പേര് ട്രൈ ചെയ്ത് കാണുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഇത് വെച്ച് ഒരു വോയിസ് റെക്കോർഡ് ചെയ്തത് ബ്ലോഗ് പോസ്റ്റ് ആക്കുക, ചെക്ക് ലിസ്റ്റ് ആക്കുക. പക്ഷെ അതൊക്കെ ടൂ മച്ച് ആണ്. നമുക്കൊരു തെറ്റ് നമ്മൾക്കായിട്ട് എടുത്തു വെക്കുക. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വേണേ ആക്കാം. അതിപ്പോൾ എല്ലാവരും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ബ്ലോഗ് പോസ്റ്റ് ആക്കാമല്ലോ. അപ്പൊ നമ്മുടെ പ്രവൃത്തിക്ക് അത് ഉചിതമായി തോന്നിയില്ല. ഞങ്ങൾ 1 വർഷത്തോളം ഞാനത് വെയിറ്റ് ചെയ്തു. ഈ ഐഡിയ ഉണ്ടായിട്ട് 1 വർഷമായിപ്പോ. പക്ഷെ ആരും അതേപോലെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കതിനെ ഉണ്ടാക്കാം. നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതെ, അത്രേ ഉള്ളൂ. അപ്പം ഇത് ബാക്കിയുള്ള പ്രൊജക്റ്റുകളൊന്നും ഡിസ്ട്രാക്ട് ചെയ്യാണ്ട്, ബയോഗ്രഫിയുടെ ഇതിനൊന്നും ഡിസ്ട്രാക്ട് ചെയ്യാണ്ട് ചെയ്യാന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വീക്കെൻഡ്, അതും ആഫ്റ്റർനൂൺസിലോ ലേറ്റ് നൈറ്റോ വീക്കെൻഡുകൾ മാത്രം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതിലേക്ക് എനിക്ക് തോന്നുന്നൊരു 4-5 ദിവസത്തെ പ്രോപ്പർ വർക്കേ പോയിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു യു ഹാവ് വെരി ഒപ്പീനിയനേറ്റഡ് ഡിസൈൻസ്, റൈറ്റ്? അപ്പോൾ ഇത് ഹൗ ഡു someone who is building a product, how can they learn that ability? Any ideas which worked for you or something? അത്രയും brutally honest or truth to that product, right? So റൈറ്റ്. ഒപ്പീനിയനേറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫെലിക്സ് കുറെ ബയോഗ്രഫി കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളതല്ലേ. എന്താ ശരിക്കും മാറി നിന്ന് തോന്നിയത് ഫെലിക്സിന്? ശരിക്കും എന്താ ഒപ്പീനിയനേറ്റഡ് ആയിട്ട് തോന്നിയ കാര്യം എന്താ? അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിന്റെ പുറകിൽ തിങ്കിങ് പറയാം.
ഒന്ന് ഐ റിമെമ്പർ ഒരു ഇപ്പത്തെ ലാൻഡിംഗ് പേജ് അല്ല, ഇറ്റ് വാസ് ലൈക്ക് എ പ്രീവിയസ് ലാൻഡിംഗ് പേജ്. യു ഹാഡ് ബിറ്റ് ഓഫ് മാനിഫെസ്റ്റോ സംഭവം ഉണ്ടായിരുന്നല്ലോ, റിമെമ്പർ ദാറ്റ് റൈറ്റ്? 10 കാര്യങ്ങള് hey.com വന്ന സമയത്ത് യു ആർ ലൈക്ക് ആ ഒരു ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ ഗോ ഇതൊന്നും ബാക്ക്. പുതിയ ഐഡിയ അല്ല, അത് സത്യം. ഇതെല്ലാം വേറെ എവിടെയെങ്കിലും നല്ലൊരു കാര്യം കാണുമ്പോൾ ഓക്കെ. നമ്മളത് നല്ല രസമുണ്ടല്ലോ, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനെ കോപ്പി എന്ന് വിളിച്ച് താഴ്ത്താം, കോപ്പി അടിക്കുക എന്ന് വിളിച്ച് താഴ്ത്താം. പക്ഷെ ഞാൻ കാണുന്നത് എല്ലാവരും കോപ്പിയല്ലേ. നമ്മൾ കാണുന്ന ചുറ്റും കാണുന്ന എല്ലാവരും കോപ്പിയല്ലേ. എല്ലാവരും ഒറിജിനൽ വർക്കിന്റെ പുറകെ പോയിക്കുന്ന ഒന്നും ഭംഗിയാവില്ല. എല്ലാത്തിനെയും അതിന് ഒരു ഭംഗി ഉള്ള ഒരു കാര്യം കാണാൻ, അതിനെ ആസ്വദിക്കാൻ പറ്റുക, അതിന് ഇൻസ്പിറേഷൻ എടുത്ത് നമ്മൾ വേറൊരു വേർഷനിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളതിനെ പുനർജീവൻ കൊടുക്കുന്ന പോലെ ഞാൻ കാണുന്നത്. എല്ലാ എഴുത്തുകളും വേറൊന്നിന്റെ പുറകെ വന്ന്, എല്ലാ ആർക്കിടെക്ചറും ഒന്നിന്റെ പുറകെ വന്ന്, ഒന്നും പുതിയതല്ല, ലോകത്തുള്ള ഒന്നും പുതിയതല്ല, എല്ലാം ഒന്നാണ്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്നതെല്ലാം വേറെ എവിടുന്നേലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഒന്നും ഞങ്ങൾ ഡ്രോയിങ് ബോർഡിൽ എം ടി ആയിട്ട് പോയി എന്നിട്ട് ഒരു നല്ല കാര്യം ഉണ്ടാക്കിയത് എൻ്റെ അറിവിലില്ല. എം ടി ഡ്രോയിങ് ബോർഡിനൊന്നും ഉണ്ടായിട്ടില്ല. ഇൻഫാക്ട് ഞാൻ നോട്ട് എടുക്കുന്ന ഒരു ഉപകാരത, ഞാനൊരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ എടുത്ത് ടാഗ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരു നാവ്ബാർ ആണെങ്കിലോ ഫൂട്ടർ ആണെങ്കിലോ എന്തെങ്കിലും ടെക്സ്റ്റോ ഒരു ഫോണ്ടോ, ടൈപ്പോഗ്രാഫിനെ കുറിച്ച് ഞാൻ ഒബ്സസ്ഡ് ആണ്. അപ്പോൾ നല്ലൊരു ഫോണ്ട് കാണാണ്. ഇപ്പോൾ ബൈമിയോഫിൽ ഉപയോഗിക്കുന്ന ഈ ഫോണ്ട്, സർക്കുലർ എന്നുള്ള ഫോണ്ട് വളരെ എക്സ്പെൻസീവാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂസർ ബേസ് ഒക്കെ വെച്ചിട്ട് എനിക്കൊന്ന് വർഷം $13,000 കണ്ടാണ് അതിന് എക്സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. സർക്കുലർ എന്നുള്ള ഫോണ്ട്, ഈ ഫോണ്ട് അതെ, ഇയർലി ലൈസൻസ് ആണത്. അതിന് $13,000 കൊടുക്കുന്നുണ്ട്. സ്പോട്ടിഫൈ ഉപയോഗിക്കുന്ന ഫോണ്ടാണ്, കുറച്ച് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഫോണ്ടാണ്. കാരണം ഞങ്ങൾ അതിന് അത്രയും ഇതിനൊക്കെ മണി വരുന്ന ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഞങ്ങൾ ഓവറോൾ ചെലവുകൾ വളരെ കുറച്ച് വെച്ചിട്ട് പ്രൊഡക്റ്റ് നന്നാക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശം അതേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് പോസിബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രൊജക്ഷൻസും റവന്യൂ ഗ്രോത്തും, ഞാനും മിക്ക മാസങ്ങളിൽ സാലറി എടുക്കാറില്ലായിരുന്നു ഈ അടുത്ത് വരെ. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് എടുക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഒരു കാശ് ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തോട് ചെയ്യുന്നതല്ല. അപ്പം പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കാറില്ല, ഞാൻ അതിലേക്ക് ചെയ്യും. അപ്പോൾ എനിവേ, ഫോണ്ടിന്റെ കാര്യത്തിൽ വളരെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടോ, അത് മാറ്റം വരുത്തിയപ്പോൾ ബൈമിയോഫിൽ ആ ഒരു ഫോണ്ട് കീപ്പ് ചെയ്തപ്പോൾ. കുറേ പ്രീമിയം ഫോൺസ് ഉണ്ട്, ബട്ട് യൂസേജ് വലുതാണെങ്കിൽ മാത്രം ഇത്രയൊക്കെ പേ ചെയ്താൽ മതി. അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാം. പ്രീമിയം ഫോൺസ് ഒക്കെ വളരെ ചെറിയ എമൗണ്ടുകൾക്കൊക്കെ നല്ലത് ട്രൈ ചെയ്യാം. സോ എനിവേ, എന്തുകൊണ്ട് പറഞ്ഞിട്ട് അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ബെസ്റ്റ് പോസിബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അക്രോസ് ദ ടീം ഒരേ ഒരു ഗോളുള്ള. അപ്പോൾ like I'm just curious about the kind of talents you hire, right? So like is there any how do you hire people, or do you hire frequently, or what is that you look for when someone is onboarded to the team? Like ഇതെന്തായാലും കാണുന്ന ആൾക്കാർ will be more and curious about what works for you, right? It may not directly work for someone else, but what works for you is what I'm looking for. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ അടുത്ത് ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ, വളരെ ജൂനിയർ ആയിട്ടല്ലേ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തവരാണ് ഇപ്പം ലീഡിങ് പൊസിഷനിൽ നിൽക്കുന്ന എല്ലാവരും, അല്ലെ ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർ എന്ന് വെച്ചാൽ അവർക്ക് പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ, ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ. പക്ഷെ ആലോചിക്കുമ്പോൾ ഒരു 10 year എക്സ്പീരിയൻസ് ഉള്ള ഒരു സൈഡിലുള്ള ഒരു ഡിസൈനർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ 5 year എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ വന്ന ഒരാളുടെ വർക്ക് വളരെ ഡിഫറെൻറ്റും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സോ 2-3 കാര്യങ്ങൾ എനിക്ക് ടേക്ക് അവേ ആയിട്ടുള്ളത്, ഒന്ന് എക്സ്പീരിയൻസ് നമ്മൾ കുറച്ച് ഓവർ വാല്യൂ ചെയ്യുന്നുണ്ട്, റൈറ്റ്? കാര്യം സ്കില്ല് ഫിഗ്മ ആണെങ്കിലോ കോഡാണെങ്കിലോ സിൻടാക്സുകളൊക്കെ പഠിക്കാവുന്ന കാര്യമുള്ളൂ. ഇഫ് എനിത്തിങ്, ഇപ്പൊ നമ്മളിപ്പോൾ AI കണ്ടില്ലേ, നമ്മളെന്താ വിചാരിച്ചു, നമ്മൾ ആദ്യം വിചാരിച്ചു ഡാറ്റ എൻട്രി ജോബും ഇതൊക്കെ പോകും, അവസാനമായിരിക്കും ആർട്ടും കോഡൊക്കെ പോകാന്നാ വിചാരിച്ചത്. പക്ഷെ ആദ്യം പിടിച്ച ആർട്ടിനെയാണ്, അല്ലേ? ഡാലി ഇറക്കി ആദ്യം ആർട്ട് വർക്കിനെയാണ് ഈസിലി റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഡിസൈനറോ ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ ഒരു തോട്ടോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ അവർക്ക് വലിയൊരു വാല്യൂ ഇല്ലാത്ത പോലെ ആയിപ്പോയി. കോഡും അതേപോലെ തന്നെ AI ചെയ്യാൻ പറ്റി. സോ സ്കില്ലിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് അവിടെ വാല്യൂ നമ്മൾ ചെയ്യേണ്ടത്, അല്ല വെയിറ്റ് കൊടുക്കേണ്ടത് ആളുടെ കൾച്ചർ ഫിറ്റ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റിനോട് മൊത്തത്തിലുള്ള ആ ഒരു ഇഷ്ടവും ആ ടീമിനോട് ഇടകി ചേരി പോകാനുള്ള ഒരു സ്വഭാവവും, പിന്നെ നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും പറ്റുന്ന ആൾക്കാരാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ ഒരു കൾച്ചറിൽ ഒരു വാക്കാണ് ലീഡ് വിത്ത് ലവ് എന്നുള്ള. അതായത് ഈവൻ ലീഡ് ചെയ്യുകയാണെങ്കിലും ഒരാളെ ഇൻസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു സ്നേഹത്തിന്റെ ഭാഷയിലും സ്നേഹത്തിൽ നിന്ന് വരണം. അതൊന്ന് ഉത്ഭവിക്കുന്നതായിരിക്കണം ആ ഒരു ഇത്. അവരെ നന്നാക്കാനുള്ളൊരു ചിന്തയിൽ നിന്ന് വരുന്നത്, അല്ലെ പ്രൊഡക്റ്റ് നന്നാക്കാനുള്ള ചിന്തയിൽ നിന്നാവണം വരുന്നത്. അല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ നോട്ട് ടു ഷോ ദാറ്റ് the person who's criticizing has done it better than them, but for them to sort of show love and എന്നാലേ ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ അതാണ് കൂടുതൽ വെയിറ്റ് കൊടുക്കുന്നത് സ്കിൽസിനേക്കാളല്ല. കാരണം സ്കിൽസ് അക്വയർ ചെയ്യാൻ പറ്റും. I've seen interns and beginners to magic in their career. ബൈമി കോഫിയുടെ ഇപ്പോഴത്തെ ലീഡ് ഡിസൈനർ ജോയിൻ ചെയ്യുന്നവരെ UI ഡിസൈൻ ചെയ്യാറില്ലായിരുന്നു, ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. അമൽ, ഫെലിക്സ് അറിയാലോ. ബട്ട് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈനേഴ്സ്. ഐ വുഡ് കോൾ ഹിം ആൻ ആർട്ടിസ്റ്റ്. എല്ലാ ജോലിയിലും ടോപ്പായി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ആർട്ടിസ്റ്റ് പോലെ കാണാറില്ല കേട്ടോ. അതിപ്പോൾ എന്തിലാണെങ്കിലും. ഇതിപ്പോൾ CEOs ആണെങ്കിലും നമ്മളിപ്പോൾ സ്റ്റീവ് ജോബ്സിനൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വരുന്നതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഹയത്തിലെ ഷെഫ് ലത, ഞാൻ എപ്പോൾ പോകുമ്പോഴും സംസാരിക്കും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവരാ ചെയ്യാറുള്ളത്. അവരുടെ സംസാരം കേട്ട് അവരൊരു കോട്ട് സൂട്ടിട്ട് കിടക്കുന്ന ഒരാളല്ല. ഇവൻ എന്തോ വെൽ പെയ്ഡും വലിയ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആളാണെങ്കിലും, ഒരു 100 തൊഴിലാളികളോ അല്ലെ എംപ്ലോയീസ് താഴെ ഉണ്ടെങ്കിൽ പോലും അവരങ്ങനത്തെ ഒരാളല്ല. അവരൊരു ആർട്ടിസ്റ്റിനെ പോലെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ കഞ്ഞിയുണ്ട്, കഞ്ഞിയിൽ ഇതും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ട ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരാള്, ഒരു ഷെഫ്, ഇതാണോ എന്ന് നമ്മൾ ആലോചിച്ചു. പക്ഷെ അതിലാണ് ഇതിരിക്കുന്നത്. അല്ലാതെ ആ ഒരു പ്രൊട്ടൻഷനിലോ ഒരു പ്രൊഫഷണലിസത്തിലോ ഒരു മഹിമ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിലേക്ക് ആവാൻ പറ്റുക, എന്നിട്ട് ആ ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ചൊക്കെ ഒരു ആർട്ടാണ്, മോർ ദാൻ സ്ട്രാറ്റജി ഓർ പ്ലാനിങ് ഓർ എനിത്തിങ് എൽസ്. അപ്പോൾ അതിന് അധികമൊന്നും എക്സ്പീരിയൻസ് ഇല്ലാണ്ടിരിക്കുന്നതാണുള്ളത്. ഇല്ലാതെ അൺലേൺ ചെയ്യേണ്ട ഒരു വലിയൊരു ചുമതല വരും നമ്മുടെ കമ്പനിക്കൊക്കെ. അപ്പോൾ അതാണ് ഹയറിങ്ങിനെ കുറിച്ച് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ അങ്ങനത്തെ ഒരാളാകുമ്പോൾ ഒരു ലേബൽ സ്വയം ചെയ്യില്ല. അത് ഞാൻ ഡിസൈനറാണ്, അല്ലെങ്കിൽ ഞാൻ പ്രോഗ്രാമറാണ്, ഞാൻ ബാക്ക് എൻഡ് എഞ്ചിനീയറാണ്, അതുകൊണ്ട് എൻ്റെ വർക്ക് ഇതാണെന്ന് ചെയ്യുന്നൊരു സ്വഭാവം കുറവാണ് അങ്ങനത്തെ ആൾക്കാരെല്ലാം കാണുന്നത്. മോർ ലൈക്ക് അവർ ഞാൻ ഇതിൻ്റെ ഡിസൈനിൽ ഇൻവോൾവ് ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് എൻഡ് വരെ ചെയ്യും, ചിലപ്പോൾ UX ചെയ്യും, ചിലപ്പോൾ വീഡിയോ ഉണ്ടാക്കും. അമൽ ആദ്യമൊക്കെ ബൈമി കോഫിയുടെ ട്വിറ്ററിൽ വന്ന് വീഡിയോ ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ CTO വിഷ്ണു എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അല്ല ഞാൻ ബാക്ക് എൻഡ് അതുകൊണ്ട് ഡെവലപ്സ് ചെയ്യില്ല, അല്ല ഫ്രണ്ട് എൻഡ് ചെയ്യില്ല എന്നല്ല, സൈഡ് ഡൗൺ ആകുമ്പോൾ പോയി സൈറ്റ് നോക്കും. ഒരു മൾട്ടിറ്റ്യൂഡ് ഓഫ് സ്കില്ലിന്റെ ഒരു കോമ്പിനേഷനാണ്. ഇൻഫാക്ട് ഒരു സിഇഒയുടെ ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാ എല്ലാത്തിൻ്റെയും ഒരു കൾമിനേഷനാണ് ശരിക്കും ചെയ്യേണ്ടത്. എല്ലാം ഒരു 50 അല്ല 60% അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരിക്കലും ഞാൻ അമലിനെ പോലെ ഈ പറഞ്ഞ ഡിസൈൻ ചെയ്യില്ല, പക്ഷെ എനിക്ക് 50% ഡിസൈൻ അറിയാം. റൈറ്റ്, ഫിഗ്മ ഉപയോഗിക്കാനും നല്ല എന്താണെന്നും ചീത്ത എന്താണെന്നും കാണാനും അത് പറയാനുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാവും. അതേപോലെ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ എൻ്റെ CTOനെ പോലെ കോഡ് ചെയ്യില്ല, പക്ഷെ എനിക്കൊരു ബേസിക് ആപ്പ് ഉണ്ടാക്കാൻ അറിയാം, എന്തൊക്കെയാണ് മാർക്കറ്റ് ഉള്ളതെന്ന് അറിയാം, ചെറുതായിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ നല്ല എന്താ ചീത്ത എന്താന്ന് പറയാൻ അറിയാം. അതുകൊണ്ട് എല്ലാ ഡിസ്കഷനിലും ഞാൻ ഇൻവോൾവ് ആകാൻ പറ്റും. പക്ഷെ ഇത് രണ്ടും മാത്രമല്ല, ഇതേപോലെ തന്നെ ടാക്സ് പ്ലാനിങ്ങിന്റെ കാര്യത്തിലും ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലും, ഈവൻ ദ ബൈമി കോഫിൽ ഗ്രോത്തിൽ വർക്ക് ചെയ്യുന്ന ആള് ഇപ്പൊ സച്ചിൻ എന്ന് പറഞ്ഞിട്ട് എക്സലന്റ് ആയിട്ട് ചെയ്യുന്നു. ഒരൊറ്റ ആള് ബൈമി കോഫിൽ ഗ്രോത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ, ഒരൊറ്റ ഒരാളുടെ വർക്കാണ്. സച്ചിൻ്റെ അത്ര നന്നായിട്ട് എനിക്ക് ഗ്രോത്ത് അറിയില്ല, ഗ്രോത്തിലെ വർക്കുകളോ SEOയോ ഇൻഫ്ലുവൻസർ ചാനൽസോ സെയിൽസോ ഒന്നും അറിയില്ല. പക്ഷെ ഒരു 50% എനിക്കറിയാം, 60% അറിയാം. ഐ നോ ജസ്റ്റ് ഇനഫ് ടു ബി ഡേഞ്ചറസ് ആൻഡ് ടു ഹെൽപ്പ് ഹിം. അത്ര എനിക്കറിയുള്ളൂ. ഇങ്ങനെ ഒരു 10 ശാഖകളാണ് ഒരു കമ്പനി നടത്തിക്കൊണ്ടുപോകാനുള്ളതെന്ന് തോന്നുന്നു. ആൻഡ് അദ്ദേഹത്തെ അത് എല്ലാത്തിലും കുറച്ചെങ്കിലും ഒരു എക്സ്പെർട്ടീസ് ഉണ്ടാക്കിയിട്ടില്ലാതെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ കാണുന്ന ഒന്നിലും സ്പെഷ്യലൈസ് ചെയ്യാണ്ട് എല്ലാത്തിലും പാർട്ടേക്ക് ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. എന്നാലേ ആ പൂർണ്ണമായിട്ടുള്ള ഒരു നല്ല പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ എത്തിച്ചു കൊടുക്കാനും അതിൻ്റെ ഫീഡ്ബാക്ക് നോക്കാനും എന്നിട്ട് അതിൽ ഇമ്പ്രൂവ് ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതെ. ബൈമി കോഫിന്റെ 10 ശാഖ എന്ന് പറയുന്നത്, യു ക്യാൻ ടേക്ക് ഔട്ട് നെയിംസ് ആസ് വെൽ, ലൈക്ക് running the show behind. ഞാൻ ഈ 10 ശാഖകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനൊരു ചുമ്മാ ഒരു നമ്പർ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഡിസൈൻ, എഞ്ചിനീയറിംഗ്, ഇപ്പോൾ അക്കൗണ്ടിങ് ഉണ്ട്, ഇപ്പോൾ മാർക്കറ്റിങ്ങിന്റെ കാര്യമുണ്ട്. ഇപ്പോൾ അതിനെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ഇതാക്കാമല്ലോ, നമ്മുടെ ഗ്രോത്തിന്റെ സെക്ഷൻസ് മൾട്ടിപ്പിൾ ആക്കാം. ഫ്രോഡ് ഉണ്ട്, മോഡറേഷൻ ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ ഇന്റർകോമിൽ റിപ്ലൈ കൊടുത്തിട്ടുള്ളതാണ് കുറേ. ഇപ്പോഴും ഒരു ബാക്ക്ലോഗ് വരുമ്പോൾ ഞാനും കൂടെ കയറി റിപ്ലൈ കൊടുക്കും, ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു. അതുപോലെ ഫ്രോഡിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ വന്ന സമയത്ത് നമ്മളിതിലൊക്കെ ഇൻവോൾവ് ആവുന്നതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തിലെ ഒരു ശാഖയിലെ ഒരു പ്രശ്നം വേറൊരു ശാഖ കൊണ്ട് സോൾവ് ചെയ്യാം എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രോഡിന്റെ ഒരു ഇഷ്യൂ ഞങ്ങൾ വന്ന സമയത്ത് ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന വെച്ചാൽ എല്ലാ പോസ്റ്റുകളും ഞങ്ങൾ GPT ചുമ്മാ റൺ ചെയ്തിട്ട് അതിനോട് സ്കോർ ചെയ്യാൻ പറയും, അബ്യൂസിന്റെ സ്കോർ റിട്ടേൺ ചെയ്യാൻ പറയും. അതിനകത്ത് ഫുള്ളി ക്ലീൻ ആയിട്ടുള്ള JSON ഫോർമാറ്റിൽ അബ്യൂസിന്റെ സ്കോർ വെക്കും 1 to 5 എത്രയാണ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് അതിന്റെ ഒരു സമ്മറി തരാൻ പറയും. ആ സമ്മറിയും കൂടെ JSON ഫോർമാറ്റിൽ വരും, ഞങ്ങളുടെ ഡാഷ്ബോർഡിൽ നേരെ അത് വരും. ഞങ്ങൾക്ക് വേണം ഓട്ടോമേറ്റഡ് ആയിട്ട് ആക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ മാനുവലി ഒന്നുകൂടെ മോഡറേറ്റ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കാം. ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ എന്താ, അതർവൈസ് ഫ്രോഡോ മോഡറേറ്റേഴ്സോ ഇവർക്ക് എഞ്ചിനീയറിംഗോ കാര്യങ്ങളോ അവരധികം ആലോചിക്കാത്ത ആൾക്കാരുടെ ഒരു വർക്ക് നമ്മൾ എഞ്ചിനീയറിംഗ് വെച്ച് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വേറെ ഡിസൈൻ വെച്ച് സോൾവ് ചെയ്യും.
അതേപോലത്തെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രോത്ത് ചിലപ്പോൾ കൂടുന്നുണ്ടാകും, പക്ഷെ അതിനോടൊപ്പം സ്പാം കൂടുന്നുണ്ടാകും. അപ്പം എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാർ എത്തിക്കണമെങ്കിൽ ഡിസൈൻ വഴിയായിരിക്കും അത് പോകുന്നത്. കാര്യം നമ്മുടെ ഓൺബോർഡിംഗ് ഫ്ലോയിൽ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നു, അല്ലേ, നല്ല മോഡറേഷൻ ഉണ്ടാക്കി വെക്കുന്നു. ഇതെല്ലാം ഒരുമിച്ച് ചേരുന്നതാണല്ലോ ഒരു നല്ല പ്രൊഡക്റ്റ്. അപ്പം ആസ് എ CEO, റൈറ്റ്, അതെല്ലാം ഒരുമിച്ച് എല്ലാം ചെയ്യാൻ പറ്റണം. എപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എപ്പോഴും എൻജോയ് ചെയ്യുന്നൊന്നുമില്ല. ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതാണ് what the job is really. Is it like everyone's job? Like, ഒരിക്കലല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടുകൾ ഇൻബിൽറ്റ് ആണല്ലോ ആ കാര്യത്തിൽ. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നത് നമ്മളിലായിരിക്കും, അല്ലേ? എല്ലാ ഇഷ്യൂ നമ്മളിലായിരിക്കും അവസാനം എൻഡ് ചെയ്യേണ്ടത്, റൈറ്റ്, എൻഡ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ടീമിൽ എല്ലാവരും അവരുടേതായ പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ആരെപ്പോഴും പരിഹരിക്കുക? അവസാനം അത് CEO-യിലേക്ക് തന്നെ എത്തും. അത് പരിഹരിക്കണം. പിന്നെ നിലനിൽപ്പ് നോക്കണം. നിലനിൽപ്പ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് കമ്പനിയുടെ മണി റൺ ഔട്ട് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. കാശ് തീരുമ്പോൾ കമ്പനി തീരും, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എക്സിസ്റ്റൻഷ്യൽ റിസ്കുകളെല്ലാം അസ് ചെയ്തുകൊണ്ട് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ ഈ ഒരു വേസ്റ്റ് കേസ് സിനാറിയോ സംഭവിക്കാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതും, ഇതിന് പുറമെ നമ്മൾ അടുത്ത ഫ്യൂച്ചറിനെ കുറിച്ച് എക്സൈറ്റഡ് ആവുക എന്നുള്ള കാര്യങ്ങളും. പിന്നെ പറഞ്ഞാൽ ഉറക്കം പോകുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും ഉള്ള കാര്യമല്ല. പക്ഷേ അത് ചെയ്യേണ്ടവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ടേസ്റ്റ് ഫോർ മേക്കേഴ്സ് എന്ന ഒരു ബ്ലോഗ് ഐ സീൻ യു എന്താ പറയുക മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ കോൺവെർസേഷനിലാണെങ്കിലും മീറ്റപ്പ് സമയത്താണെങ്കിലും യു ബ്രിങ് ദിസ് ബാക്ക് അഗൈൻ. സോ ഐ എം ലൈക്ക് ക്യൂരിയസ് അബൌട്ട് വാട്ട് ഈസ് ടേസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഈ ബ്ലോഗ്. ഈ ബ്ലോഗ് എന്താ ഉദ്ദേശിക്കുന്നത്, ടു ബി ഓണസ്റ്റ്? ടേസ്റ്റ് ഫുഡ് കഴിക്കണു, ടേസ്റ്റ്. അതെ അതെ അതെ, ആ ഒരു രുചി എന്ന് വെച്ചാൽ നല്ലൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇത്, ആ ഒരു നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ളൊരു, നമുക്ക് നല്ലത് മതി, എല്ലാവർക്കും നല്ലതാവണമെന്നില്ല. നമുക്ക് നല്ല എന്താന്നുള്ളത് നമ്മളോട് നീതി പുലർത്തിയിട്ടുള്ള ആ ഒരു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതാണ് ടേസ്റ്റ്. പക്ഷെ അത് വളരെ റെയറാണ്. ഓക്കെ. ആൻഡ് അവിടെയാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജും. കാര്യം നമ്മൾ ചുറ്റുമുള്ള ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ടേസ്റ്റുള്ള വർക്ക് കാണുമ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. നമ്മൾ കുറേ റിസോഴ്സ് ഉണ്ട്, നമുക്ക് കുറേ സ്കിൽസ് ഉണ്ട്, ബട്ട് ടേസ്റ്റ് ഇസ് സോ റെയർ. ടേസ്റ്റിന് എഫേർട്ട് ഉണ്ടല്ലോ. ടേസ്റ്റിന് ഒരാളുടെ ജീവിതത്തിൻ്റെ മൊത്തം എക്സ്പീരിയൻസ് ആയിരിക്കാം ആ ഒരു വർക്കിൽ കൾമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ ആയിരിക്കും അവരുടെ ആ യൂണിക് ടേസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ലൈക്ക് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് കാണുന്ന പോലെ അതിലൊക്കെ ഒരു നിർബന്ധ ബുദ്ധി പിടിച്ചതുകൊണ്ടാണല്ലോ ആപ്പിൾ ഇപ്പം അധികം ബട്ടൺസ് ഇല്ലാണ്ടായപ്പോയതും സ്ക്രീൻ ഉള്ളതും. ഞാനിവിടെ വായിച്ചിട്ടുണ്ട് മൾട്ടി ടച്ച് കൊണ്ടുവരാനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടി എന്നുള്ള കാര്യം. പക്ഷെ അതില്ലാണ്ട് ഇറക്കില്ല എന്നുള്ളൊരു നിർബന്ധവാശി ഉണ്ടായിരുന്നു സ്റ്റീവ് ജോബ്സിന്. അപ്പം ഇറ്റ് ഈസ് സോ റെയർ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് കാണുമ്പോൾ, നല്ലൊരു കാര്യം കാണുമ്പോൾ നമ്മളെ ഭയങ്കര സന്തോഷിപ്പിക്കുന്നത്, നമ്മൾക്കുള്ളിലൊരു ആഹ്ലാദം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ സെൻട്രൽ വിഷനോട് ഉതകുന്നതല്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം മുമ്പോട്ട് പോകാറില്ല. അത് ചിലപ്പോൾ കൂടുതൽ കാശുണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാക്കിയേക്കാം. പക്ഷെ ചിലപ്പോൾ റൈറ്റ് കൈൻഡ് ഓഫ് കാശോ ഗ്രോത്തോ ആയിരിക്കില്ല. അങ്ങനെ മോശമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ കാശോ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യില്ലേ? പ്രൊഡക്റ്റ് അങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ ഉണ്ടാക്കിയ ആ ഒരു കാര്യം മോശമായിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇൻ ദ ലോങ് റൺ ഏറ്റവും നല്ല കാര്യം ഉണ്ടാക്കുന്നതിനെ മുമ്പിൽ നിൽക്കാന്ന് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അത് മാത്രം ആലോചിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രൊഡക്റ്റ് അതിൻ്റെ ഏറ്റവും നല്ലതാക്കാനുള്ളൊരു എഫേർട്ട് ഉണ്ടാവില്ല. അതിലും നല്ലത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ ചാർജ് ചെയ്തിട്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു അപ്രോച്ചാണ് ഈസിയർ ടു ഡു ആൻഡ് മോർ ഫൺ. പക്ഷെ ഫെലിക്സി വെച്ച ടേസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ആൾക്കാർ ആലോചിച്ചത് ഇങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള ആൾക്കാരെ കണ്ടെത്താൻ പറ്റുക എന്നുള്ളതൊക്കെ. ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരു വഴിയുള്ളൂ, ഒരു ലാർജ് ബോഡി ഓഫ് വർക്ക് നമ്മൾ ചെയ്യുക, കുറേ വർക്കുകൾ ചെയ്യുക, പ്യുവർ ഔട്ട്പുട്ട് ഫോക്കസ് ചെയ്യുക, ലൈക്ക് ഷിയർ ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. ഇപ്പോൾ എഴുത്താണെങ്കിൽ കുറേ എഴുതുക, വരയ്ക്കാണെങ്കിൽ കുറേ വരയ്ക്കുക, 100 പ്രാവശ്യം വരയ്ക്കുക, ലൈക്ക് വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ വീഡിയോ ഉണ്ടാക്കുക. നമ്മൾ മാർക്കസ് ബ്രൗൺലിയുടെ മറ്റേ MKBHD പഴയ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ 15 വർഷങ്ങൾക്ക് ശേഷമുള്ള വീഡിയോ കാണുമ്പോൾ ആരും പറയില്ല ആ ചെയ്ത കൊച്ചുകുട്ടി ഇത്രയും വലിയൊരാളാവുന്നുള്ള. പക്ഷെ ആ ഒരു ജേണിയാണ് അദ്ദേഹത്തിന് ആ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമായത്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ MKBHD വീഡിയോ ശ്രദ്ധിച്ചായിരുന്നു വെച്ചാൽ ഒരു മ്യൂസിക് പോലും ഇല്ല, ഒരു മ്യൂസിക്കും ഇല്ല. സൈലൻസ് ഓർ ദം ടോക്കിംഗ്, പിന്നെ പ്രൊഡക്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമേ ഉള്ളൂ.
ഒരു തരത്തിലുള്ള എഫക്റ്റും ഇല്ല, ഒരു സ്പെഷ്യൽ എഫക്ട്സും ഇല്ല, ഒരു മ്യൂസിക്കും ഇല്ല. എനിക്കത് കൊണ്ട് മനസ്സിലായെന്ന് വെച്ചാൽ അദ്ദേഹം അയാളുടെ ക്രാഫ്റ്റിൽ സോ കോൺഫിഡൻറ്റ് ദാറ്റ് ഹി ഫീൽസ് ലൈക്ക് അതിൽ മ്യൂസിക്കിനോ എഫക്റ്റിൻ്റെയോ ആവശ്യമില്ല അതൊരു നല്ല വീഡിയോ ആക്കാൻ എന്ന് എനിക്ക് അന്ന് മനസ്സിലായൊരു കാര്യം. എന്നിട്ടും വളരെ ഞാൻ മൊത്തം ഇരുന്ന് കണ്ടു. മൊത്തം ഒരു എനിക്ക് തോന്നുന്നു ടെസ്ലയുടെ സൈബർ ട്രക്കിൻ്റെ റിവ്യൂ ആയിരുന്നു തോന്നുന്നു, അതോ ആപ്പിൾ വിഷൻ പ്രോഡ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ഒന്ന് ഒരു ചേരുവയില്ലാത്ത രീതിയിലാണ് പുള്ളി ഉണ്ടാക്കിയത്. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് വർക്ക്, ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റ്. അതിലാണ് അത്രയും പ്യൂർ ആയിട്ടുള്ളത്. നമ്മൾ നല്ല ബുക്ക് വായിക്കുമ്പോഴോ ഒക്കെ നമുക്കത് കാണാതെ ചിലപ്പോൾ ഫീൽ ചെയ്യാറുള്ളൂ, എല്ലാം കൂടെ ഒന്നു ചേർന്നിട്ടുള്ള ഒരിത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാക്കാൻ ഇതുള്ളൂ കുറേ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ ഫെയിൽഡ് പ്രൊജക്ട്സ്, കുറേ പ്രൊജക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കാം ചിലപ്പം കുറച്ചെങ്കിലും എൻ്റെ ടേസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്. പിന്നെ ഒന്ന് വേറൊരു നല്ലൊരു കാര്യം കാണുമ്പോൾ അത് കണ്ട് നല്ല കാണാനുള്ളതും അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളതും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ളതും അതേപോലത്തെ വേറെ അത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ആകാംക്ഷയും ആ ക്യൂരിയോസിറ്റിയും അതിൻ്റെ പുറകെ പോവുക എന്നുള്ളൊരു കാര്യം കൂടെ ഹെൽപ്പ് ചെയ്യും. അതിനത് കേൾക്കുമ്പോൾ എന്തോ ഒരു ജോലി പോലെ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ. പക്ഷേ എനിക്ക് തന്നെ പക്ഷേ ഇത് വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കംസ് നാച്ചുറലി റൈറ്റ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റും. ആൻഡ് ദെൻ യു കണക്ട് ദ ഡോട്ട്സ് റൈറ്റ്. കുറേ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോഴല്ലേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ള ഡോട്ടുകൾ. എന്നാലേ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതലുണ്ടാവുള്ളൂ. കൂടുതലുണ്ടായാലേ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ ഈ ടേസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ചില രാജ്യങ്ങളിൽ അവരുടെ സാധാരണ കടകളുടെ വരെ ഷോപ്പിൻ്റെ ബോർഡുകൾ വെൽ ഡിസൈൻഡും നല്ല ഫോണ്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ചില കൾച്ചറിൽ അങ്ങനെ അല്ല. എന്താ ഇതിപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ മാത്രമല്ല. ഇഫ് യു ഗോ ടു ഓസ്ട്രിയ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. പക്ഷെ അവിടുത്തെ ഷോപ്പുകൾ പണ്ടുണ്ടാക്കി വെച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പുതിയ ഉണ്ടാക്കിയ കുറച്ച് കടകളിലൊക്കെ നോക്കുമ്പോൾ അവരത് എസ്തെറ്റിക്സ് ഫോളോ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതേസമയം എന്തുകൊണ്ടോ ഇംഗ്ലണ്ടിൽ വളരെ ഭംഗിയാണ് അവരുടെ ആഡിന്. അവിടെ കാണുന്ന റോഡ് സൈഡിൽ കാണുന്ന ആഡ് ഷോപ്പുകൾക്ക് ഇതൊക്കെ എക്സെപ്ഷൻസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആ കൾച്ചറലി നല്ല ടേസ്റ്റ് ഉള്ളൊരു കൾച്ചറാണ്, നല്ല ഫോണ്ടാണ്. ഇഫ് യു ലുക്ക് അറ്റ് 10 ads, 8 of them would be excellent. നല്ല കോപ്പി, നല്ല കളേഴ്സ്, നല്ല ഡിസൈൻ. എന്തുകൊണ്ടാണ് ചില കൾച്ചറിലതുകൊണ്ട് ചില കൾച്ചറില്ലാത്ത? എന്തുകൊണ്ടാണ് ജാപ്പനീസ് കൾച്ചർ വളരെ ടേസ്റ്റ് ഉള്ളതായിട്ട് വന്നത്? ഓക്കെ, ലൈക്ക് ഇറ്റ്സ് കൾച്ചറൽ ആസ് വെൽ. അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ കാര്യം അത് നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നൊരു കാര്യമല്ലേ. പക്ഷേ അതെ, ലാർജ് ബോഡി ഓഫ് വർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ എനിക്കതിന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ ബ്യൂട്ടിക്കും ഇതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. അത്രേ ഉള്ളൂ ലൈഫിൽ. വേറെ എന്താ ഉള്ള ബ്യൂട്ടി? ഇതൊക്കെയല്ലേ ഉള്ളൂ. നല്ല കാര്യങ്ങൾ കാണുക എന്നുള്ളതൊക്കെ അതിന് കുറച്ചുകൂടെ ലോഞ്ചിവിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ബ്യൂട്ടി ആസ്വദിക്കാനും അതിൻ്റെ പുറകെ പോകാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ദ ഹയസ്റ്റ് റിവാർഡ് ഫോർ ദാറ്റ്. ഞാൻ തന്നെ ഒരു വേറൊരു യൂണിവേഴ്സിലേക്ക് പോയ പോലെയായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് വർത്ത് ഇറ്റ്. ഞാൻ ലൈക്ക് ഇതൊരു വെൽ ഡിഫൈൻഡ് ലൈക്ക് ദിസ്. ഞാൻ എന്തായാലും ഇത് പോഡ്കാസ്റ്റ് ഞാൻ വീണ്ടും റീവാച്ച് ചെയ്യും ദിസ് സെക്ഷൻ ഓഫ് ഇറ്റ്. Another thing you also like sent to me multiple times was, എനിക്ക് തോന്നുന്നു ഞാൻ ആ സബ്ജക്റ്റ് ബോച്ച് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. ടേസ്റ്റിനെ കുറിച്ച് വളരെ നന്നായി സംസാരിക്കുന്ന പോൾഗ്രാം 2-3 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പോൾഗ്രാമിന്റെ ട്വീറ്റ് സെർച്ച് ചെയ്ത് ടേസ്റ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്നൊരു ക്രിയേറ്റർ ഉണ്ട്, വിശാഖൻ വീരസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള. ഹീസ് ഓൾസോ എ പ്രൊലിഫിക് റൈറ്റർ. ബൈ പ്രൊലിഫിക് ഐ മീൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. കുറെ എഴുതി 1000 വേർഡ്സ് ഉള്ള 1000 ആർട്ടിക്കിൾ എഴുതാനുള്ള ഒരു ഗോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2.5 ലക്ഷം ട്വീറ്റ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, കുറെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ 2 e-ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്. എന്റെ അടുത്ത സുഹൃത്തൂടെയാണ് അദ്ദേഹം. ഞാൻ ഇതിനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ചാൻസ് സിംഗപ്പൂരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. സിംഗപ്പൂരാണ് ജീവിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ള. ആ സമയത്ത് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ അല്ലാണ്ട് കുറേ സംസാരിച്ചിട്ടും ഇതൊക്കെയുണ്ട്. അദ്ദേഹം ഞാൻ വളരെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. ആരാധന എന്ന് വെച്ചാൽ അയാളെ അല്ല, ഞാൻ ഒരിക്കലും ഒരാളെ ആരാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷെ അയാളുടെ വർക്കിന് ഞാൻ വളരെയധികം കാണുന്നതാണ്. കാരണം വെച്ചാൽ a lot of thought went into everything that he has done. ആൻഡ് അത് ആ ചിന്തകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ചില സമയത്തൊക്കെ നമ്മളെ ഭയങ്കര ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള സത്യങ്ങളാണ്, വേറെ ആരും പറയാൻ തയ്യാറാവാത്ത സത്യങ്ങളാണല്ലോ. അത് എനിക്ക് വിശാഖൻ്റെ അടുത്ത് നിന്ന് കുറെ കൂടുതൽ കിട്ടാറില്ല ആ എഴുത്തുന്നൊക്കെയാണ്. എനിവേ, ഹി ഹാസ് റിട്ടൺ എ ലോട്ട് അബൌട്ട് ടേസ്റ്റിനെ കുറിച്ച് കുറെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബുക്ക് ഫ്രണ്ട്ലി അംബീഷ്യസ് നേർഡ് എന്നുള്ള ഒരു ചെറിയ ബുക്കാണ്. $7 നിങ്ങൾക്ക് വാങ്ങിക്കാം.
ആ ബുക്കിൽ ടേസ്റ്റിനെ കുറിച്ച് കാര്യമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. Okay. Which is good thing. I'll definitely check it out. Friendly Ambitious Nerd, right? That's a really good like title for some person as well, right? അതെ. ഇതുപോലെ തന്നെ വേറൊരു ഇതാണ്, യു മൾട്ടിപ്പിൾ ടൈംസ് വി ഹാഡ് കോൺവെർസേഷൻ റിഗാർഡിംഗ് ദ ഫാസ്റ്റ്, ഐ തിങ്ക് പാട്രിക് കൊൾസൺ. അതെ. ടെൽ മീ ലൈക്ക് ഫോർ ദ ഓഡിയൻസ് വാട്ട് ഈസ്. പാട്രിക് കോളിസൺ സ്ട്രൈപ്പിന്റെ സിഇഒ ആണ്. Okay, wait, I think സ്ട്രൈപ്പ് ഒരു ഏറ്റവും വലിയ പേയ്മെന്റ്സ് കമ്പനികളിലൊന്നാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് കമ്പനീസ് കൂടെയാണ് സ്ട്രൈപ്പിന് തോന്നുന്നത്. എനിവേ അതിന്റെ ഫൗണ്ടർ പാട്രിക് കോളിസൺ. you met him, right? മറ്റും മൾട്ടിപ്പിൾ ടൈംസ്. Investor കൂടിയാണ്, like you are investor, like. സ്ട്രൈപ്പ് ആയിരുന്നു ബൈ മീ കോഫിയുടെ ആദ്യത്തെ ഇൻവെസ്റ്റർ. Okay. അപ്പം അദ്ദേഹത്തിന്റെ ഒരു 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 പേജ് ഉണ്ട് സൈറ്റിൽ, ഫാസ്റ്റ് എന്നാണത്. ചില പ്രൊജക്റ്റുകൾ വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്ത പ്രൊജക്റ്റുകളുടെ ഒരു ഒരു കോമ്പിലേഷൻ ആണത്. അതിൻ്റെ എങ്ങനെ അത് അച്ചീവ് ചെയ്തു എന്നുള്ള പഠിക്കലാണ് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണത്. അതിനെക്കുറിച്ച് കുറെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് എനിക്ക് കിട്ടിയൊരു ടേക്ക് അവേ എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എയിം ഫോർ ട്വൈസ് as many decisions at half the precision. എന്ന് വെച്ചാൽ ഇരട്ടി തീരുമാനങ്ങൾ എടുക്കാൻ നോക്കുക പകുതി ആക്യുറസി വെച്ചിട്ട്, അല്ലെ പകുതി ശരിയാവും എന്നുള്ളൊരു ഇതായത്. എന്ന് വെച്ചാൽ നമ്മൾ മിക്കപ്പോഴും ഒരു തീരുമാനം എടുക്കാനുള്ള മടിക്കാൻ കാരണം വെച്ചാൽ തെറ്റായി പോകുന്നുള്ള വിചാരമാണല്ലോ. തെറ്റായി പോയിക്കോട്ടെ എന്നുള്ള സ്വയം ആ ഒരു പെർമിഷൻ കൊടുക്കുകയാണ് നിങ്ങൾക്ക് തന്നെ. നിങ്ങൾക്ക് ഇരട്ടി ഡിസിഷൻ എടുക്കാൻ പറ്റും, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിലാണ് നമ്മൾ ആ ഒരു അനാലിസിസ് പാരാലിസിസിൽ നിന്ന് പോകുന്നത്, റൈറ്റ്? അപ്പോൾ അത് ഭയങ്കര എന്നെ ഇമ്പാക്ട്ഫുൾ ആയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു പ്രശ്നം വരികയാണ്, ഞാനത് അപ്പം തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എൻ്റെ ഭാഗത്ത് ഞാൻ കൊടുക്കാറുണ്ട്. ഞാനത് വെച്ചുകൊണ്ടിരിക്കാറില്ല, റൈറ്റ്? കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ ആ കൊടുക്കുന്ന സൊല്യൂഷൻ ആ 30 സെക്കൻഡിൻ്റെ ഒരു ഉത്തരവല്ല. എൻ്റെ ലൈഫിൻ്റെ മൊത്തം ഞാൻ വർക്കിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു തോട്ടിൽ നിന്ന് വരുന്ന ഒരു ഉത്തരവാണല്ലോ അത്. അതിപ്പോൾ 5 മിനിറ്റിൻ്റെ ഉത്തരവല്ല, അത് 15 വർഷത്തിൻ്റെ ഉത്തരവാണത്, അല്ലേ? അപ്പോൾ ഞാൻ അധികം അതിനെക്കുറിച്ച് 2 പ്രാവശ്യം ആലോചിക്കാറില്ല. മറ്റേ ഇത് തെറ്റായി പോവുക. ഇനി തെറ്റായി പോയിക്കോട്ടെ, തിരിച്ച് പുറകോട്ടൊന്ന് തിരുത്താലോ. അതാണ് കുറച്ചുകൂടെ നല്ലതാണ് പാട്രിക്കിന്റെ ഇത്. ഞാനിത് പാട്രിക്ക് പറയുക മാത്രമല്ല, ഞാനത് കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ പാട്രിക്ക് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു സ്ലാക്കിനകത്ത് ചാറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അതിൽ വേറെ കമ്പനികളുണ്ടായിരുന്നു, ബൈ മീ കോഫിൽ നിന്ന് ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുക, അദ്ദേഹം ഉത്തരവിടുന്ന ഒരു പരിപാടിയായിരുന്നു ആ ഒരു സ്ലാക്ക് കോൺവെർസേഷൻ. അതിൽ പാട്രിക്ക് he would post replies instantly. വരുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, അഡൽട്ട് ക്രിയേറ്റേഴ്സ് സ്ട്രൈപ്പിൽ ബുദ്ധിമുട്ടാണല്ലോ, പക്ഷെ അവർ ഇല്ലീഗൽ അല്ല അവർ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൂടെ, വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ഇതിനെക്കുറിച്ച് വളരെ നല്ല റിപ്ലൈ പുള്ളി ഇടുന്നു. എന്നിട്ട് പുള്ളി റിട്രോആക്റ്റീവ്ലി ബാക്കിൽ പോയി എല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ക്യാൻ സീ ഹിം എഡിറ്റിംഗ് എവറി സിംഗിൾ തിങ് ഹൈ പോസ്റ്റഡ്. മേ ബി അത് ഗ്രാമർ ഫിക്സ് ചെയ്യാനൊന്നുമല്ല, പുള്ളി പറഞ്ഞതിൽ മിനുക്കുപണികൾ നടത്തുകയാണ്, ഇമ്പ്രൂവ് ചെയ്യാണ്. സോ ഇത് ഐ തിങ്ക് ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹിസ് പോയിന്റ്. പുള്ളി എല്ലാം പെട്ടെന്ന് ചെയ്യും, എന്നിട്ട് റിട്രോആക്റ്റീവ്ലി പോയിട്ടെല്ലാം തിരുത്താൻ അല്ല ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. ഐ വാസ് ഷോക്ക്ഡ്. ഞാൻ ആരും അത് ചെയ്യുന്നത് കണ്ടിട്ടില്ല. മേ ബി ആ ഒരു ഇന്റർഫേസ് വേറെ ഇത് കിട്ടിയായിരിക്കും. ബട്ട് ഹി ഈസ് ലൈക്ക് എ വെരി സക്സസ്ഫുൾ പേഴ്സൺ. പാട്രിക് കോളിസൺ ഇത്രയും ഊബറും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇന്റർനെറ്റിന്റെ GDP കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ വിഷനോടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ആളാണ്. എനിക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന് മുകളിൽ വിഷനുള്ള ഒരാളാണ്. ഐ തിങ്ക് ഇറ്റ്സ് $10 billion നെറ്റ്വർത്ത് ഓർ സംതിങ്. അദ്ദേഹം ബൈ മീ കോഫി പിക്ക് ചെയ്ത് ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഏതായാലും ഈ ഒരു കാര്യം വലിയൊരു ടേക്ക് അവേ, എനിക്ക് ഏറ്റവും വലിയ ഒരു ടേക്ക് അവേ അതായിരുന്നു പുള്ളിയുടെ ആ ഒരു ഡിസിഷൻ സ്പീഡിന്റെ കാര്യം. ആ ഒരു സ്പീഡിനുള്ള ഒരു ഇത് ഇറ്റ്സ് വെരി എൻജോയബിൾ ആസ് വെൽ. അതിപ്പോൾ ഇമെയിലിന്റെ കാര്യത്തിലായിരുന്നു ഞാൻ പറയാറുള്ള കാര്യമുണ്ട്. ഇമെയിൽ അയക്കുക എന്ന് ആലോചിക്കാണ്ട് ഒരു ടെക്സ്റ്റ് റിപ്ലൈ എന്ന പോലെ ആലോചിക്കുകയാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഫാസ്റ്റർ. വൺ ലൈനർ റിപ്ലൈ കൊടുക്കാം. ലൈക്ക് ഞാൻ ഒബ്സർവ് ചെയ്തെന്ന് ഞാൻ ജോയിൻ മെയിലേക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്പോൺസ് ഇസ് വെരി ഫാസ്റ്റ്. അത് ലൈക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിലും ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ലൈക്ക് 5 minutes റെസ്പോൺസ് കിട്ടാറുണ്ട്. ലൈക്ക് ഹൗ ഡു യു ഡു ദാറ്റ്? ലൈക്ക് യു മേ ബി ഗെറ്റിംഗ് ഹൺഡ്രഡ്സ് ഓഫ് ഇമെയിൽസ് ഇൻ എ ഡേ, റൈറ്റ്? ഹൗ ഡു യു? അതാ എളുപ്പം. വെച്ചോണ്ടിരുന്ന് കുറെ ആലോചിച്ച് കൊടുക്കാനാ ബുദ്ധിമുട്ട്, അല്ലേ? എളുപ്പം ചെയ്യാനല്ല എളുപ്പം, പെട്ടെന്ന് ചെയ്യാനല്ല എളുപ്പം. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് പൂർണ്ണമായിട്ടും ലൈക്ക് പ്രൂവ് ആവാൻ പറ്റുകയാണെങ്കിൽ, കുറെ ചിന്ത കൊണ്ട് അത് മാറാൻ പറ്റില്ല. നമ്മൾ എക്സ്ട്രീംലി ഓണസ്റ്റ് ആവുകയാണെങ്കിൽ നമ്മളോട് തന്നെ, കൂടുതൽ ചിന്തകൾ കൊണ്ട് മാറ്റാൻ പറ്റുന്ന അധികം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ സമയത്ത് തോന്നുന്ന കാര്യമാണ് നിങ്ങളുടെ ശരി, അതാണ് ആ സമയത്ത് എൻ്റെ ശരി. അറ്റ്ലീസ്റ്റ്
ആ ശരി എനിക്ക് മാറ്റാൻ പറ്റില്ല. അതൊരു ഡയറി എൻട്രി പോലെയാണ്. ആർക്കും പുറത്തുനിന്ന് പോയിട്ട് എന്റെ ഡയറി എൻട്രി മോശമാണോ അല്ലെന്ന് പറയാൻ പറ്റില്ല. എന്റെ ഡയറി എൻട്രി ആണ് അല്ലേ. നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ചിന്തയും മാത്രമാണ്. അത് ശരി നല്ലതെന്ന് വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റില്ല. നാളെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഉത്തരവായിരിക്കാൻ. പക്ഷെ ഈ സമയത്ത് എന്റെ ശരി അതാണ്. അപ്പോൾ കുറെ ആലോചിച്ച് വെക്കുന്നതിനേക്കാളും വളരെ എളുപ്പം പെട്ടെന്ന് മുമ്പോട്ട് പോകുന്ന അത് ഇമെയിൽ റിപ്ലൈ ആണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ഇപ്പൊ ഡിസൈൻ്റെ ഡിസിഷൻ ആണെങ്കിലോ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഡിസൈനൊക്കെ ശരിക്കും ഒരാഴ്ചയൊക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്ത് റിവ്യൂ ചെയ്യുന്ന നേരത്തെ ഞാൻ നേരെ ഇത് വേണ്ട നമുക്ക് വേറെ ചെയ്യാന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാവും അവരുടെ ഭാഗത്തുനിന്ന് ഇത് ചിന്ത കൊടുത്തു എന്ന് അവർ ആലോചിക്കില്ലേ. റിജക്ട് ചെയ്യുന്നത് പോട്ടെ, ഇതൊന്ന് നോക്കിയോ എന്ന് ആലോചിക്കില്ലേ. പക്ഷേ അധിക സമയമൊന്നും വേണ്ടല്ലോ ഒരു കാര്യം നമുക്ക് ഇത്രയും ആലോചിച്ച് വെച്ചത് ആ ഒരു കാര്യത്തിൽ നല്ലതാണോ ചീത്തയാണോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ അവസരം കൊടുക്കും. ഒബിയസ്ലി വേറെ എന്തെങ്കിലും ഞാൻ കാണാത്ത നിങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടോ അത് പറയാവോ എന്ന് ഞാൻ ചോദിക്കും. പക്ഷെ അല്ലെങ്കിൽ അപ്പം തന്നെ അത് മുമ്പോട്ട് പോകും. അല്ല വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരുടെ സമയം വേസ്റ്റ് ചെയ്യാണ്, എന്റെ സമയം വേസ്റ്റ് ചെയ്യണം. ആ പ്രൊജക്റ്റിനോട് നമ്മൾ നീതി പുലർത്തല്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട് എൻ്റെ. ഇതും ഞാൻ വീണ്ടും റീവാച്ച് ചെയ്യും. അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഐ തിങ്ക് ലൈക്ക് ഓവർ ദ ലാസ്റ്റ് 1.5 hours നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഫ്രം ചൈൽഡ്ഹുഡ്, ഫസ്റ്റ് ഡോളർ ഓഫ് ഇൻകം, ദെൻ ബൈ മീ കോഫി സ്റ്റാർട്ട് ചെയ്തു, ഡൊമൈനിൽ സ്പെൻഡ് ചെയ്യുന്നതും, പിന്നെ യുവർ തോട്ട്സ് ആൻഡ് ഹൗ യുവർ ബ്രെയിൻ ഫങ്ഷൻസ് ആൻഡ് സ്ലീപ്പ്, മെന്റൽ ഹെൽത്ത്, ബീങ് എ CEO ഇറ്റ്സ് എ ടഫ് ജോബ്, റിലേറ്റബിൾ കുറേ കാര്യങ്ങൾ വി കുഡ് ഷെയർ. ടഫുമാണ് ഈസിയാണ്, ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യല്ല. പക്ഷെ CEO ആവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഉള്ളിലുള്ള ഒരാൾക്ക് ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് തിങ് ടു ഡു ആസ് വെൽ. സോ ഒരു ഇറ്റ്സ് എ വിയർ ഡൈനാമിക്. വളരെ ബുദ്ധിമുട്ടുമാണ് എന്നായിട്ട് വളരെ എളുപ്പമാണ്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. സാധാരണ അതിൻ്റെ ഒരു പ്രത്യേകതയും. അതുകൊണ്ട് ഒന്നും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല. എല്ലാം എളുപ്പമാണ്, എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പം പ്രൊഡക്റ്റിൽ 5,000 അപ്പോർട്ട് എടുക്കാനും മില്യൺസ് ഡോളേഴ്സ് റവന്യൂ ഉണ്ടാക്കാനും പറഞ്ഞ ബൈ മീ കോഫി ചെയ്ത ഒന്നും ചെയ്യാൻ പറ്റാത്തൊന്നുമല്ല. എല്ലാം വളരെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എന്നാലോട്ട് അത് ബുദ്ധിമുട്ടുമാണ്. കുറെ ന്യൂവാൻസുകളുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് കണ്ടിട്ട് ഒരു ഫൗണ്ടർ വിചാരിക്കേണ്ടത് വളരെ ബുദ്ധിമുട്ടുള്ള ഇതാണെന്ന് വിചാരിച്ചിട്ട് ഇതാക്കണ്ട. ചെയ്യേണ്ട ആളാണെങ്കിൽ, ഉള്ളിലുള്ളതാണെങ്കിൽ പുറത്തേക്ക് വരുന്ന ചെയ്യും. അതിൽ സ്റ്റോപ്പ് ചെയ്യാണ്ടിരുന്നാൽ മതി, നമ്മളെ തന്നെ മോഡറേറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളിലുള്ള പുറത്തേക്ക് വരാനുള്ള ആ ചാനൽ ഫ്രീ ഫ്ലോ ചെയ്യിപ്പിച്ചാൽ മതി. പറ്റുമെങ്കിൽ അതിന് ഉതകുന്ന ഇടങ്ങളിലായിരിക്കുക, ആൾക്കാരോട് സംസാരിക്കുക, ലെറ്റ് ഇറ്റ് ഫ്ലോ എന്നുള്ളൊരു രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ലൈക്ക് ഒരു ഹാവിങ് എ peer friends. ഈ പറഞ്ഞ പോലെ you said you have 5 people you travel along with. Like can you tell about that as well? Like അതെ, എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്. ഇപ്പോൾ ഒരു UK ഉള്ളവരാണ്, എന്നെപ്പോലെ തന്നെ സംരംഭകരാണ് അവർ. ഒന്ന് സൈപ്രോസിന്റെ അൻവർ, നേരത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. മോസിലവറുകളുടെ അജയ് സ്വീൻസ് എന്നുള്ളൊരു കമ്പനി നടത്തുന്ന വിനൂപ്, മെയിലെ ക്ലൗഡ്, വിനാമ കുറെ ചെയ്തിട്ടുള്ള ഇവരൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് 10 വർഷമായിട്ട് കൂട്ടുകാരാണ്. ഒരുമിച്ച് ഞങ്ങൾ UK പോയി 2016-17 സമയത്ത് അന്നോട്ടുള്ളവരാണ്. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ കുറെ സിമിലറാണ്. എല്ലാവരും സപ്പോർട്ടീവ് മൈൻഡ് സെറ്റിനാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ലൈക്ക് എല്ലാവരും കംസ് ഫ്രം എ പ്ലേസ് ഓഫ് ലവ് ആൻഡ് സപ്പോർട്ട്, റൈറ്റ്? അപ്പോൾ എന്ത് പുതിയ പ്രൊജക്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അതേസമയം ഞങ്ങൾക്ക് തമ്മിൽ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഫിലോസഫിയാണ് എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് വളരെ രസമാണ് ആ ഒരു ഇത്. പക്ഷെ ഐ എം സോ ലക്കി ടു ഹാവ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ള ഭയങ്കര ഇതാണ്. അതേപോലെ ജോസഫ്, അലീഷ ആണെങ്കിലും വളരെ സ്കിൽഫുൾ ആണ്. സോ അലീഷയൊക്കെ പുതിയൊരു കാര്യമൊക്കെ പെട്ടെന്നാണ് എഞ്ചിനീയറിംഗിൽ സോൾവ് ചെയ്യുക, എന്നാലോട്ട് പോയിട്ട് മോട്ടറേഷനിൽ ഹെൽപ്പ് ചെയ്യും. ജോസഫ് ആണെങ്കിലും ഇൻവോൾവ്സ് ഇൻ എവറിത്തിങ്. എന്നിട്ട് അത് മാറ്റി വെച്ച് തിരിച്ച് പേഴ്സണൽ ലൈഫിലേക്ക് തിരിച്ചു വരാന്നുള്ള കാര്യം അതും ഞങ്ങൾ ഭംഗിയായിട്ട് ഇതുവരെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിവേ ഇറ്റ്സ് സോ ലക്കി ടു ഹാവ് ദീസ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. കുറേയൊക്കെ നമ്മുടെ തീരുമാനമാണ് കേട്ടോ. കുറേയൊക്കെ നമ്മളുടെ കൺട്രോളിലുമാണ്. നമ്മൾ ഏതൊക്കെ ആൾക്കാരോടൊപ്പം ഇരിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ കൺട്രോളിൽ തന്നെയുള്ള കാര്യമാണ്. അല്ല വന്ന് ഭവിക്കുന്നത് മാത്രമല്ല, കുറേയൊക്കെ നമ്മുടെ കൺട്രോളിലാണ്. ഇത് ഞാൻ റീവാച്ച് കൊള്ളാം. ഇത് ഫുൾ എനിക്ക് തന്നെ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ലാസ്റ്റ് മണിൻ്റെ ഞാൻ തന്നെ കുറേ പഠിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ നോട്ട്സ് എടുക്കണം ഇത് പോഡ്കാസ്റ്റ്. ലൈക്ക് ഐ വിൽ കീപ് എ പെൻ ആൻഡ് ഡെഫിനറ്റ്ലി ടേക്ക് നോട്ട്സ് ഫ്രം ദിസ് ഫോർ ഷുവർ. പിന്നെ ഞാൻ കാറിലോടിക്കുമ്പോൾ എന്തായാലും പ്ലേ ചെയ്തിട്ട് ഓടിച്ചു പോകുള്ളൂ. അങ്ങനത്തെ ഒരു അവസരം തന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. കാര്യം ഫെലിക്സ് അറിയാലോ, ഞാൻ പ്രൊഡക്റ്റ് കണ്ടന്റ് ഗ്രൂപ്പിന് തുടങ്ങിയ സമയം മുതൽ ഞാൻ ഇതിലത്ത് ഇൻവോൾവ് ആയിരുന്നു. ഐ ഹാവ് സീൻ യു വർക്ക് സോ ഹാർഡ് ഈ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫെലിക്സ് പറഞ്ഞു ആ ഒരു ടോക്കിൽ നിന്ന് കുറെ കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ചെയ്തു. പക്ഷെ ആ ടോക്ക് ഉണ്ടാവാൻ കാരണം ഫെലിക്സ് ഈ ഒരു കമ്മ്യൂണിറ്റിയും ഈ ഒരു മീറ്റപ്പ് ഇതൊക്കെ ഫോം ചെയ്തുകൊണ്ടാണ് എത്ര മീറ്റപ്പുകളും എത്ര ആൾക്കാരാണ് കണ്ടുപിടിയിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് കാനഡയിൽ ഒരു സുഹൃത്തുണ്ട്, ഒരു ഓൺട്രപ്രണർ ഗോവിന്ദ കാസ്റ്ററിന്റെ.
ഇപ്പൊ ഗോവിന്ദനെ കണ്ടത് ബാർ ക്യാമ്പിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി 2014 കണ്ടാണ്. ഇങ്ങനത്തെ കൂടിച്ചേരലുകൾ കാണുന്ന ശരിക്കും ആൾക്കാരെ അടുത്ത സ്റ്റെപ്പ് എടുപ്പിക്കാനോ ഒരുമിച്ച് കാണാനോ കൂടുതൽ ബന്ധങ്ങൾക്കും ഒക്കെ ഇതാക്കുന്നത്. പിന്നെ ഇതിലും വലിയ സന്തോഷം എന്താ, നമുക്ക് നമ്മളെ പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒപ്പം സംസാരിക്കുക, ഒരു ചെയ്യുന്ന കാണുക, അവർ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ കണ്ടിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. ജനറലി നോക്കുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കുറ്റമല്ലേ എല്ലാവരും പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുക എന്നല്ലേ. പക്ഷെ ഞാൻ കണ്ടിടത്തോളം എക്സ്ട്രീംലി പോസിറ്റീവായ ഒരു കമ്മ്യൂണിറ്റി. അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നിലനിൽക്കും തോന്നുന്നു. കാര്യം അത്യാവശ്യം അതൊക്കെ മേക്കേഴ്സാ, ഉണ്ടാക്കുന്നവരാ, ഈ പറഞ്ഞ പോലെ പ്രൊഡക്ട്സിനോട് ടേസ്റ്റ് ഉള്ളവരാ. അപ്പൊ അവർക്ക് വേറൊരാളുടെ വളർച്ച വേറൊരാളെ കുറയ്ക്കുന്നില്ല ഒരിക്കലും. ഫൈസ് ഇൻഫിനിറ്റ്ലി ബിഗർ. ഇഫ് എനിത്തിങ് വേറൊരാൾ വളർച്ച നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഓൾ ടൈഡ്സ് ലിഫ്റ്റ് ദ ബോട്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ കൂടുതൽ ആൾ വളരുമ്പോൾ നമ്മളല്ലേ നമ്മൾ അതിൽ കൂടെ വളരുന്നേ അല്ലേ. പിന്നെ എന്താ ഈ വളർച്ച? കാശല്ലല്ലോ വളർച്ച എന്ന് വെച്ചാൽ ചെയ്യുന്നതിൽ പ്യൂരിറ്റി, ചെയ്യുന്ന വർക്കിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് കാണാൻ, ഇതൊക്കെ തന്നെയാണല്ലോ വളർച്ച. അപ്പോൾ ഞാനൊന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ പറയുന്നതല്ല, പക്ഷെ വളരെ നല്ല കുറേ മേക്കേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയി പോകുന്നു. അതൊരു വലിയൊരു കാര്യമാണത്. ആൻഡ് ഐ തിങ്ക് ഞാൻ കുറെ ഓവ് ചെയ്യുന്നുണ്ട്. കാര്യം ഇനീഷ്യലൊക്കെ പ്രൊഡക്ഷൻ ലോഞ്ച് ഒക്കെ നല്ല സക്സസ്ഫുൾ ആകാൻ കാരണം വെച്ചാൽ എനിക്ക് ആ കമ്മ്യൂണിറ്റി കിട്ടിയ ഒരു സപ്പോർട്ട് കൂടെ ആയിരുന്നു. ഞാൻ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ കേരള പ്രൊഡക്ഷൻ ഗ്രൂപ്പിലും. എനിക്ക് വന്ന ബയോലിങ്ക് ലോഞ്ച് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പേ ഞാൻ ഇവിടെ ഇട്ട് ആദ്യത്തെ ഒരു 100 സൈനപ്പ് അവിടെ നിന്നാണ് എല്ലാവർക്കും വെരിഫൈഡ് ചെക്ക് മാർക്ക് കൊടുത്ത് ഫീഡ്ബാക്ക് കിട്ടി. കുറെ ഫീഡ്ബാക്ക് കിട്ടി, കുറെ ക്രിറ്റിസിസം കിട്ടി. എല്ലാം പോസിറ്റീവ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു പ്ലേസ് ഓഫ് ലവ് എന്നാണ് എല്ലാം വന്നത്. അതുകൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ഒരു കമ്മ്യൂണിറ്റി. വൈസി പോലെ തന്നെയാണല്ലോ ഒരു കണക്കിനത് അല്ലേ. വൈസിയിൽ എനിക്ക് കിട്ടിയതാണ് ഒരു ലൈക്ക് മൈൻഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവിടെ പോയ സമയത്തും എല്ലാവരും ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ചിലർ ക്രിറ്റിസിസം ആയിട്ട് പറയുന്ന കാര്യം അതാ, വൈസി കമ്പനികളുടെ മിക്ക ബിസിനസ്സും വൈസിന്റെ ഉള്ളിൽ തന്നെ വരുന്നെന്നുള്ള കാര്യം. ക്രോസ് പ്രൊമോഷൻ ആണ്. പക്ഷെ ദാറ്റ് ഷോസ് സംതിങ്. എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ മാജിക്കലായിട്ട്. ദാറ്റ് മേക്സ് പീപ്പിൾ വാണ്ട് ടു വർക്ക് ടുഗദർ. വലിയ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളായാലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേക മാജിക്. അപ്പോൾ അതിവിടെ സംഭവിച്ചിട്ടുണ്ട് കേരള പ്രൊഡക്ഷൻ ലാൻഡ്. This means like coming from you, and this means a lot to me, to be honest. Thank you. ഇത് തുടങ്ങിയ സമയത്താണെങ്കിലും ഐ വാസ് നോട്ട് സീയിങ് എ കമ്മ്യൂണിറ്റി ഡൂയിങ് ദിസ് എക്സാക്ട് തിങ്. ഇപ്പോൾ നോ വൺ വാസ് ഡൂയിങ് ഇറ്റ്. സോ ആൻഡ് ഐ ഫൗണ്ട് ഐ എം ലൈക്ക് ഗുഡ് അറ്റ് ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ ആൻഡ് ഫോമിങ് ഗ്രേറ്റ് തിങ്സ്. അതാണ് എൻ്റെ ഒരു സ്കില്ലായിട്ട് ഞാൻ തോന്നുന്നത്. ഈവൻ ദോ മാർക്കറ്റിംഗ് പലതും ചെയ്തിട്ടുണ്ടെങ്കിലും മൈ തിങ് വുഡ് ബി ടു ബ്രിങ് റിയലി സ്മാർട്ട് പീപ്പിൾ ടുഗദർ ആൻഡ് ഡു ഗ്രേറ്റ് തിങ്സ്. സോ അതിന് അലൈൻ ആയിട്ടുള്ള സംഭവമാണ്. സോ ദാറ്റ്സ് വാട്ട്സ് കീപ് മീ മോട്ടിവേറ്റിംഗ് ആൻഡ് കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്. ആൻഡ് ഐ ഹോപ്പ് ടു സീ ലൈക്ക് മേ ബി വൈസി പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയി മാറാം. കുഡ് ഹാവ് ടേൺ ഔട്ട്. ഇതിൽ തന്നെ ഇന്നലെ ആള് പറഞ്ഞു ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ദ നെറ്റ് വർത്ത് ഓർ ദ വാല്യുവേഷൻസ് ഓഫ് ദ കമ്പനി ഓർ സം കൈൻഡ് ഓഫ് ഇത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഇൻ ദ റേഞ്ച് ഓഫ് ടെൻസ് ഓഫ് ബില്യൻസ് ആക്ച്വലി. സോ അതൊക്കെ കേൾക്കുമ്പോൾ ലൈക്ക് ഞാൻ പോലെ ആവേണ്ട ആവശ്യമുള്ളൂ. ഇത് കേരള പ്രൊഡക്റ്റ് ഉണ്ടോ അല്ലാതെ അതായ മതിയല്ലോ. അതിനോട് തന്നെ ഫുള്ളായിട്ട് അത് വളരെ വ്യത്യാസമാണല്ലോ. എന്നാലൊട്ട് അതിൽ പാരലൽസും ഉണ്ട്. എനിക്ക് തോന്നുന്നത് വളരെ വിജയമായി കഴിഞ്ഞു എനിക്ക് തോന്നുന്നത്. ഇനി എല്ലാം ബോണസ് ആണ്. ലാസ്റ്റ് 5 years സോളിഡ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് 5 years ഓരോരുത്തർ കൊണ്ടുവരാം പോഡ്കാസ്റ്റിൽ. അതിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. ടു ബി ഓണസ്റ്റ് ലൈക്ക് ഇപ്പൊ ലാസ്റ്റ് 1.5 2 hours തന്നെ അൺഡ്രൈവ് ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് തിങ്. അപ്പൊ അതന്നെ ഓരോ ഇന്റർവ്യൂസും ഓരോ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഐ ഓൾസോ ആ ഒരു നോളജ് ഷെയർ ചെയ്യാറുണ്ട് അറ്റ്ലീസ്റ്റ് ഓൺ ദ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം. ഇത് സം kid or some girl in somewhere in the remote village or Time 3 city, even I also come from the place, അവിടെ നിന്ന് കാണുന്നുണ്ട്. Then maybe looking up to you, following you, eventually building something product from coming to production meetups as well, right? നാളെ meetup ഉണ്ട് actually, so we'll be meeting some people who may have, like you unknowingly maybe have influenced somehow. It's like nothing more than that. Or I will get influence from that as well. Yeah, like I have many times over. Yes. So I think we have last 2 hours last 2 hours we've been talking about a lot of things, and I think it's almost we covered everything, right? അല്ലേ? എനിക്ക് കവർ ചെയ്തില്ല. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. നല്ലൊരു രസമുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ വലിയ അറിയാലോ, ഞാൻ അധികം പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാത്ത ഒരു ആളായിരുന്നു. പക്ഷെ ഇത് ഇത്ര എൻജോയബിൾ ആണെന്ന് വിചാരിച്ചില്ല. It was fun. So, yeah, I mean, like, I also enjoy this. This was like one episode I really look up to. ജിജോ നാട്ടിൽ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. Like, I've been following up again. So, once you are like coming confirm, then we could finally do it. Actually, I'm like, more than happy. I'm like, rest for the day. I don't need to do anything. I just need to think about this. So, yeah, I mean, it means a lot to have you here.
your podcast in next 5-10 years, looking back, I hope, and the Buy Me Coffee, the things you're working on, really wishing you the best for the pinnacle of success. And Thank you. I'm like really rooting for you and team. Thank you so much. So that's the ending notes I have. Thank you so much, Felix. Appreciate Yeah, it. thank you, Jijo, for again to be part of Kerala PH and joining the podcast. Let's